നമ്മളിന്ന് നിയമശാസ്ത്രം, അതായത് ജൂറിസ്പ്രുഡൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഈ പഠനക്കുറിപ്പുകളിലേക്കൊന്ന് ആഴത്തിൽ ഇറങ്ങി ചെല്ലുകയാണ്. അതെ. എന്താണ് നിയമം? സമൂഹത്തിൽ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇതിനെക്കുറിച്ചൊക്കെയുള്ള പല ചിന്താരീതികൾ ഇതിലുണ്ട്. അപ്പം നമ്മുടെ ലക്ഷ്യം ഈ അക്കാദമിക് മെറ്റീരിയലിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് വേർതിരിച്ചെടുക്കുക എന്നതാണ്. ശരിയാണ്. ഈ നിയമശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് നിയമത്തെക്കുറിച്ചുള്ള ഒരു തത്വശാസ്ത്രപരമായ അന്വേഷണമാണ്. ശരി. നമ്മൾ സാധാരണ കാണുന്ന നിയമങ്ങളുണ്ടല്ലോ, അതിനപ്പുറം ഈ നിയമമെന്ന ആശയത്തിന്റെ അടിസ്ഥാന സ്വഭാവം എന്താണ്, അതിന്റെ ഉറവിടങ്ങൾ, ലക്ഷ്യങ്ങൾ, പിന്നെ സമൂഹവുമായി അതിനുള്ള ബന്ധം, ഇതൊക്കെയാണിത് പരിശോധിക്കുന്നത്. അപ്പൊ അവകാശങ്ങൾ, കടമകൾ, അങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കാനും സഹായിക്കുമല്ലേ? അതെ അതെ. നിയമത്തിന്റെ എന്തുകൊണ്ട്, എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള ചിന്ത, അതാണ് നിയമശാസ്ത്രം. അപ്പൊ ഇത് വെറുതെ നിയമങ്ങൾ പഠിക്കുന്നതിനപ്പുറം പോകുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ ഈ കുറിപ്പുകളിൽ പലരും പല രീതിയിൽ നിർവചിച്ചിട്ടുണ്ടല്ലോ. ഓസ്റ്റിൻ, ഹോളണ്ട്, സാൽമണ്ട്. ഉണ്ട്. പക്ഷെ ഇതിന്റെ എല്ലാം കാതൽ ഒന്നാണെന്ന് തോന്നുന്നു. അതായത് നിയമത്തിന്റെ സ്വഭാവം മനസ്സിലാക്കുക, അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക നിയമത്തെക്കുറിച്ചല്ല. കറക്റ്റ്. നിയമത്തിന്റെ കണ്ണ് എന്നൊരു പ്രയോഗം ഞാൻ കണ്ടു. അതായത് നിയമവ്യവസ്ഥയെ മൊത്തത്തിൽ കാണാൻ സഹായിക്കുന്നത് എന്നർത്ഥത്തിൽ. ശരിയാണോ? വളരെ ശരിയാണ്. ആ ഒരു വിശാലമായ കാഴ്ചപ്പാട് നൽകുന്നു എന്നതാണ്. ഓസ്റ്റിൻ ഇതിനെ പോസിറ്റീവ് നിയമത്തിന്റെ തത്വശാസ്ത്രമെന്ന് പറഞ്ഞു. സാൽമണ്ട് പറഞ്ഞത് സിവിൽ നിയമത്തിന്റെ ആദ്യ തത്വങ്ങളുടെ ശാസ്ത്രമെന്നാണ്. ഓഹോ. അപ്പോ പേരുകൾ പലതാണെങ്കിലും ലക്ഷ്യം ഒന്നുതന്നെ. ഈ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാന ശിലകൾ എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഇതിലെ മറ്റൊരു പ്രധാന കാര്യം നിയമം ഒരു ഒറ്റപ്പെട്ട വിഷയമല്ല എന്നതാണ്. അതെ, അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ കുറിപ്പുകൾ നിയമശാസ്ത്രത്തെ മനഃശാസ്ത്രം, രാഷ്ട്രീയം, സാമ്പത്തികം, സാമൂഹ്യശാസ്ത്രം, ധാർമ്മികത ഇതിനോടെല്ലാം ബന്ധിപ്പിക്കുന്നുണ്ട്. എന്തിനാണ് ഇത്ര വിശാലമായൊരു ക്യാൻവാസ് ഇതിന്? വെറും നിയമത്തിന്റെ യുക്തി മാത്രം പോരാ. കാരണം നിയമമെന്ന് പറയുന്നത് ഒരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. ശരിയാണ്. അത് സമൂഹത്തിൽ നിന്നുണ്ടാകുന്നതാണ്, സമൂഹത്തെ സ്വാധീനിക്കുകയും ചെയ്യും. അപ്പോ നിയമം എന്തുകൊണ്ടിങ്ങനെയായി, അതിന്റെ ആവശ്യമെന്താണ്, അത് സമൂഹത്തിൽ എങ്ങനെയാണ് ശരിക്കും പ്രവർത്തിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ പശ്ചാത്തലങ്ങൾ അതൊക്കെ അറിഞ്ഞേ പറ്റൂ. അപ്പോ അഭിഭാഷകർക്കും ന്യായാധിപന്മാർക്കും നയരൂപകർത്താക്കൾക്കുമൊക്കെ ഇത് പ്രധാനമാണല്ലേ? തീർച്ചയായും. കൂടുതൽ നീതിയുക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ ഈ ഒരു വിശാലമായ കാഴ്ചപ്പാട് അത്യാവശ്യമാണ്. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ നിയമങ്ങൾ വെറും വാക്കുകളല്ല, അതൊരു പ്രത്യേക സാമൂഹിക സാഹചര്യത്തിന്റെ ഒരു ഉൽപ്പന്നമാണ്. ശരിയാണ്. ഇനി ഈ കുറിപ്പുകളിലെ പ്രധാനപ്പെട്ട ചിന്താധാരകളിലേക്ക് കടക്കാം. പല സ്കൂളുകൾ അല്ലെങ്കിൽ സമീപനങ്ങൾ പറയുന്നുണ്ടല്ലോ. നമുക്ക് അനലിറ്റിക്കൽ പോസിറ്റിവിസത്തിൽ നിന്ന് തുടങ്ങാം. ഓക്കെ. അനലിറ്റിക്കൽ പോസിറ്റിവിസം പേര് കേൾക്കുമ്പോൾ കുറച്ച് കടുപ്പമാണെന്ന് തോന്നും. പക്ഷേ ഇവിടെയാണ് നിയമം എന്താണെന്നതിനെക്കുറിച്ചുള്ള ചില അടിസ്ഥാന ചോദ്യങ്ങൾ വരുന്നത്, അല്ലേ? അതെ. ഈ അനലിറ്റിക്കൽ പോസിറ്റിവിസം പ്രധാനമായും ശ്രദ്ധിക്കുന്നത് നിയമം എങ്ങനെയാണോ എന്നതിലാണ്. ലോ ആസ് ഇറ്റ് ഈസ്. ഓഹോ. നിയമം ധാർമ്മികമായി ശരിയാണോ തെറ്റാണോ എന്നതല്ല അവരുടെ പ്രശ്നം. മറിച്ച് നിലവിലുള്ള നിയമം എന്താണ്, അതിന്റെ ഘടന എന്താണ്, അതാണ് പ്രധാനം. അപ്പോ ധാർമ്മികതയെയും നിയമത്തെയും വേറിട്ട് കാണുന്നു. അതെ, കൃത്യമായും. നിയമത്തെ ധാർമ്മികതയിൽ നിന്ന് വേറിട്ട് കാണുന്നൊരു സമീപനമാണിത്. ഇത് 19-ാം നൂറ്റാണ്ടില് ഈ പ്രകൃതി നിയമസിദ്ധാന്തങ്ങളുടെ സ്വാധീനം കുറഞ്ഞു വന്ന സമയത്താണ് ശക്തി പ്രാപിച്ചത്. ഇതിലെ പ്രധാന ചിന്തകർ ബെൻഥാമും ഓസ്റ്റിനുമാണെന്ന് കാണുന്നു. ബെൻഥാമിന്റെ ആ യൂട്ടിലിറ്റി തത്വം അതെന്താണ് ചുരുക്കത്തിൽ? ജെർമി ബെൻഥാം. അദ്ദേഹമാണ് ആധുനിക പോസിറ്റിവിസത്തിന്റെ ഒരു തുടക്കക്കാരനായിട്ട് കണക്കാക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാന ആശയം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉറപ്പാക്കുക എന്നതായിരുന്നു. പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി എന്ന് പറയും. ശരി. നിയമങ്ങൾ ഈയൊരു ലക്ഷ്യം മുന്നിൽ കണ്ട് രൂപീകരിക്കണം. നിയമം എന്നത് പരമാധികാരിയുടെ കൽപ്പനയാണെന്നും, കമാൻഡ് ഓഫ് ദി സോവറൈൻ, അദ്ദേഹം പറഞ്ഞു. പക്ഷെ അദ്ദേഹം നിയമം എങ്ങനെയാണോ എന്നതിനപ്പുറം അത് എങ്ങനെ ആയിരിക്കണം എന്നതിനും പ്രാധാന്യം കൊടുത്തു. യൂട്ടിലിറ്റി തത്വം അവിടെയാണ് വരുന്നത്. ഓസ്റ്റിന്റെ നിർവചനം വളരെ പ്രസിദ്ധമാണല്ലോ. നിയമം ഇസ് ഈക്വൽ ടു കൽപ്പന പ്ലസ് പരമാധികാരി പ്ലസ് ശിക്ഷാ നടപടി. ലോ ഇസ് ഈക്വൽ ടു കമാൻഡ് പ്ലസ് സോവറൻ പ്ലസ് സാങ്ഷൻ. അതെ.
പക്ഷേ ഈ കുറിപ്പുകളിൽ തന്നെ ഇതിനൊരു വിമർശനവും പറയുന്നുണ്ട്. ഉം, ഇത് ആചാരങ്ങളെ, അതായത് കസ്റ്റംസിനെ അവഗണിക്കുന്നുവെന്ന്. ഉം. അതൊരു വലിയ പോരായ്മയല്ലേ? കാരണം പല നിയമങ്ങളും ആചാരങ്ങളിൽ നിന്നാണല്ലോ വരുന്നത്. അതൊരു പ്രധാന വിമർശനം തന്നെയാണ്. ജോൺ ഓസ്റ്റിൻ നിയമത്തെ വളരെ ഒരു കൃത്യമായ ചട്ടക്കൂടിൽ ഒതുക്കാൻ ശ്രമിച്ചു. പരമാധികാരിയുടെ കൽപ്പനയാണ് നിയമം, ലംഘിച്ചാൽ ശിക്ഷയുണ്ട്. വളരെ ലളിതമാണ്, വ്യക്തമാണ്. ശരി. പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ ആചാരങ്ങളെ ഒരു നിയമത്തിന്റെ ഉറവിടമായി കാണുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അതുപോലെ ജഡ്ജിമാർ നിയമങ്ങൾ വ്യാഖ്യാനിക്കുകയും പുതിയ തത്വങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമല്ലോ. ജഡ്ജ് മെയ്ഡ് ലോ. അതെ, അതിനെ പൂർണ്ണമായി വിശദീകരിക്കാനും ഈ സിദ്ധാന്തത്തിന് കഴിഞ്ഞില്ല. പിന്നെ നിയമം എപ്പോഴും ഒരു കൽപ്പനയുടെ രൂപത്തിലല്ല വരുന്നത് എന്നതും ഒരു പരിമിതിയാണ്. അപ്പോ കെൽസന്റെ ശുദ്ധ നിയമ സിദ്ധാന്തം, പ്യോർ തിയറി ഓഫ് ലോ, അത് ഇതിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? എന്താണ് ഈ ഗ്രണ്ട്-നോ എന്ന് പറയുന്നത്? ഹാൻസ് കെൽസൺ അദ്ദേഹം ശ്രമിച്ചത് നിയമത്തെ മറ്റ് സാമൂഹിക ധാർമ്മിക ഘടകങ്ങളിൽ നിന്നെല്ലാം മാറ്റി നിർത്തി ശുദ്ധീകരിച്ച് നിയമപരമായ മാനദണ്ഡങ്ങളെ, അതായത് നോംസിനെ മാത്രം പഠിക്കാനാണ്. ഓഹോ, ശുദ്ധ നിയമം. അതെ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിയമം എന്നത് ഒരു പെരുമാറ്റച്ചട്ടമാണ്, നോംസ്. പിന്നെ നിയമങ്ങൾ ഒരു പിരമിഡ് പോലെ ഒരു ശ്രേണിയായിട്ടാണ് നിലനിൽക്കുന്നത് എന്നതാണ് പ്രധാന ആശയം. ഒരു ഹൈറാർക്കി. അതെ, ഓരോ നിയമത്തിനും അതിന്റെ സാധുത കിട്ടുന്നത് അതിന് മുകളിലുള്ള നിയമത്തിൽ നിന്നാണ്. അങ്ങനെ പോയി ഈ ശ്രേണിയുടെ ഏറ്റവും മുകളിലുള്ള അടിസ്ഥാന നിയമം, അതാണ് ഗ്രണ്ട് നോം. അതെവിടെ നിന്നാണ് വരുന്നത്? അതൊരു അനുമാനിക്കപ്പെടുന്ന നിയമമാണ്, ഒരു പ്രീസപ്പോസ്ഡ് നോം. അതിന്റെ സാധുത നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. ഉദാഹരണത്തിന്, നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഭരണഘടനയെ ഒരു ഗ്രണ്ട് നോമായിട്ട് കാണാം. ശരി ശരി. മറ്റെല്ലാ നിയമങ്ങളും IPC, CRPC പോലുള്ളവ, അതൊക്കെ സാധുവാകുന്നത് അവ ഭരണഘടനയ്ക്ക് അനുസൃതമായതുകൊണ്ടാണ്. അപ്പോൾ ഭരണഘടനയാണ് ആ അടിസ്ഥാനം. ഓക്കെ. അപ്പോ പോസിറ്റിവിസ്റ്റുകൾ നിയമത്തിന്റെ രൂപത്തിലും ഘടനയിലുമാണ് ശ്രദ്ധിച്ചത്, അതിന്റെ ധാർമ്മിക ഉള്ളടക്കത്തിലല്ല. ഇതിന് നേരെ വിപരീതമാണോ ഈ പ്രകൃതി നിയമ സിദ്ധാന്തം, നാച്ചുറൽ ലോ തിയറി? അതെ, കൃത്യമായും. നിയമം ധാർമ്മികമായി ശരിയായിരിക്കണമെന്ന് വാദിക്കുന്നവർ. അതെ, പ്രകൃതി നിയമ സിദ്ധാന്തം പറയുന്നത് നിയമത്തിന്റെ അടിസ്ഥാനം അത് മനുഷ്യനുണ്ടാക്കുന്ന അധികാരങ്ങളല്ല, മറിച്ച് ഒരു ഉന്നത ശക്തി, ദൈവം എന്ന് പറയാം, അല്ലെങ്കിൽ യുക്തി, റീസൺ, അതുമല്ലെങ്കിൽ ധാർമ്മികത, മൊറാലിറ്റി, ഇങ്ങനെയുള്ള ഒന്നാണെന്നാണ്. ഇതെല്ലായിടത്തും ഒരുപോലെ ബാധകമാണോ? അതെ, ഇത് സാർവത്രികവും മാറ്റമില്ലാത്തതുമാണ് എന്നാണ് കരുതപ്പെടുന്നത്. നിയമം എങ്ങനെയാണോ എങ്ങനെ ആയിരിക്കണം എന്നതും ഒന്നാണെന്ന് ഈ സിദ്ധാന്തം പറയുന്നു. അതായത് അധാർമികമായൊരു നിയമം അത് യഥാർത്ഥത്തിൽ നിയമമേ അല്ല. അൺജസ്റ്റ് ലോ ഈസ് നോ ലോ ആറ്റ് ഓൾ. ഓഹോ, ഇത് പുരാതന കാലം മുതലേയുള്ള ചിന്തയാണല്ലേ, ഗ്രീസിലും റോമിലുമൊക്കെ? അതെ, സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പിന്നെ റോമൻ നിയമജ്ഞർ, മധ്യകാലഘട്ടത്തിലെ ചിന്തകർ, എന്തിന് നമ്മുടെ പുരാതന ഹിന്ദു പാരമ്പര്യത്തിലെ ധർമ്മമെന്ന സങ്കല്പം, അതും ഈ ചിന്തയുടെ ഭാഗമാണ്. ഈ രണ്ട് കാഴ്ചപ്പാടുകളും തമ്മിലുള്ള വ്യത്യാസം, അത് പ്രായോഗികമായിട്ട് എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക? നിങ്ങളുടെ കുറിപ്പുകളിൽ ഹാർട്ട് ഫുള്ളർ സംവാദത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഹാർട്ട് ഫുള്ളർ ഡിബേറ്റ്. അതൊന്ന് വിശദീകരിക്കാമോ? അതൊരു ശരിക്കും ഒരു ക്ലാസിക് ഉദാഹരണമാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ജർമ്മനിയിൽ നടന്ന ഒരു കേസാണിത്. ഓക്കെ. നാസി ഭരണകാലത്ത് ഒരു നിയമമുണ്ടായിരുന്നു. അതനുസരിച്ച് ഭർത്താവ് ഹിറ്റ്ലറെ വിമർശിച്ചു എന്ന് ഒരു ഭാര്യ അധികാരികളെ അറിയിച്ചു. ഓ. ഭർത്താവിന് വധശിക്ഷ വിധിച്ചു, പക്ഷെ പിന്നീട് യുദ്ധമുന്നണിയിലേക്ക് അയച്ചു. യുദ്ധം കഴിഞ്ഞ് അയാൾ തിരിച്ചുവന്നു, എന്നിട്ട് ഭാര്യയ്ക്കെതിരെ കേസ് കൊടുത്തു. ശരി. അപ്പോ ഭാര്യയുടെ വാദം എന്തായിരുന്നു? താൻ അന്നത്തെ നിയമം അനുസരിച്ചു എന്നാണോ? അതേ, കൃത്യം. താൻ അന്നത്തെ നിയമം അനുസരിക്കുക മാത്രമാണ് ചെയ്തത് എന്ന് വാദിച്ചു. ഇവിടെയാണ് ഈ പോസിറ്റിവിസ്റ്റ് കാഴ്ചപ്പാടും, അത് ഹാർട്ടാണ് വാദിച്ചത്, പ്രകൃതി നിയമ കാഴ്ചപ്പാടും, അത് ഫുള്ളർ വാദിച്ചു, തമ്മിൽ ഏറ്റുമുട്ടുന്നത്. അപ്പൊ ഹാർട്ട് പറഞ്ഞത് ആ നാസി നിയമം അന്നത്തെ വ്യവസ്ഥയനുസരിച്ച് സാധുവായിരുന്നു, അതുകൊണ്ട് ഭാര്യ ചെയ്തത് നിയമപരമായി ശരിയാണ് എന്നാണോ? അതെത്ര അധാർമികമാണെങ്കിലും. ഏകദേശം അതെ. നിയമം നിയമമായി നിലനിൽക്കുന്നിടത്തോളം അത് അനുസരിക്കണം, അതിന്റെ ധാർമ്മികത വേറൊരു വിഷയമാണ് എന്നതായിരുന്നു ഹാർട്ടിന്റെ ഒരു പോസിറ്റിവിസ്റ്റ് നിലപാട്. പക്ഷെ ഫുള്ളർ വാദിച്ചത് അടിസ്ഥാന ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ആ നാസി നിയമം അത് യഥാർത്ഥത്തിൽ നിയമമേ അല്ലായിരുന്നു. അതുകൊണ്ട് ആ നിയമമനുസരിച്ച് പ്രവർത്തിച്ച ഭാര്യ കുറ്റക്കാരിയാണ് എന്നുമാണ്. കോടതി എന്ത് തീരുമാനിച്ചു? കോടതി ഫുള്ളറുടെ വാദം അംഗീകരിച്ചു, ഭാര്യയെ ശിക്ഷിച്ചു.
അപ്പോൾ നിയമവും ധാർമ്മികതയും തമ്മിലുള്ള ആ ഒരു സങ്കീർണമായ ബന്ധം ഈ സംഭവം ശരിക്കും കാണിച്ചു തരുന്നുണ്ട്. വളരെ വ്യക്തമായി. അപ്പോ നമ്മൾ നിയമത്തെ കൽപ്പനകളായി കണ്ടു, ധാർമ്മികതയായി കണ്ടു. ഇനി ചരിത്രത്തിന് ഇതിലെന്ത് പങ്കാണുള്ളത്? അതാണോ ഈ ചരിത്രപരമായ ചിന്താധാര ഹിസ്റ്റോറിക്കൽ സ്കൂൾ പറയുന്നത്? അതെ, നിയമം എന്നത് ഏതെങ്കിലും ഭരണാധികാരിയുടെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അമൂർത്തമായ ധാർമ്മിക തത്വങ്ങളോ അല്ല. മറിച്ച് ഒരു ജനതയുടെ അവരുടെ ചരിത്രപരമായ അനുഭവങ്ങൾ, ആചാരങ്ങൾ, വിശ്വാസങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ കാലക്രമേണ രൂപപ്പെടുന്ന ഒന്നാണ് നിയമം. അതാണ് ചരിത്രപരമായ ചിന്താധാരയുടെ കാതൽ. അപ്പൊ നിയമം കണ്ടെത്തുന്നതാണ്, ഉണ്ടാക്കുന്നതല്ല. ഫൗണ്ട് നോട്ട് മെയ്ഡ്. അതെ, അതാണ് അവരുടെ പ്രധാന വാദം. ഇതിലെ പ്രധാന ചിന്തകൻ സാവിഗ്നിയാണല്ലോ, സാവിനി. വോക്സ് ഗൈസ്റ്റ് എന്നൊരാശയം പറയുന്നുണ്ട്. അതെന്താണ്? സാവിഗ്നി പറയുന്നത് നിയമം ഒരു ഭാഷ പോലെയാണെന്നാണ്. അത് ഒരു ജനതയുടെ പൊതുവായ ബോധത്തിൽ നിന്നും ആത്മാവിൽ നിന്നും, അതിനെയാണ് വോൾസ്ഗൈസ്റ്റ്, സ്പിരിറ്റ് ഓഫ് ദ പീപ്പിൾ എന്ന് പറയുന്നത്, അതിൽ നിന്നും സ്വയം രൂപപ്പെടുന്നതാണ്. അപ്പോ ഓരോ രാജ്യത്തിനും അതിന്റേതായ ഒരു നിയമപാരമ്പര്യമുണ്ടാകും. സാർവത്രികമല്ല. അതെ, നിയമം സാർവത്രികമല്ല. അത് ഓരോ ജനതയുടെയും തനിമയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഒരു രസകരമായ കാര്യം, ഇതേ സാവിജ്ഞ തന്നെ ജർമ്മനിയിൽ റോമൻ നിയമം സ്വീകരിക്കുന്നതിനെ പിന്തുണച്ചു എന്നതൊരു വൈരുദ്ധ്യമായിട്ട് ഈ കുറിപ്പുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഓഹോ. പിന്നെ എല്ലാ നിയമങ്ങളും ഈ പറയുന്ന ജനകീയ ആചാരങ്ങളിൽ നിന്ന് തന്നെ വരണമെന്നില്ല. ചിലപ്പോൾ ഭരണവർഗത്തിന്റെ താൽപ്പര്യങ്ങളിൽ നിന്നും ഉണ്ടാകാം. അതുമൊരു വിമർശനമാണ്. ഹെൻറി മെയ്ൻ അദ്ദേഹം നിയമവികാസത്തെ പല ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ടല്ലോ. അതെങ്ങനെയാണ് ചുരുക്കത്തിൽ? മെയ്ൻ നിയമത്തിന്റെ വളർച്ചയെ ഒരു 4 ഘട്ടങ്ങളായിട്ട് വിശദീകരിച്ചു. 1. തുടക്കത്തിൽ ദൈവിക പ്രചോദനമുള്ള ഭരണാധികാരിയുടെ വിധികൾ. ശരി. 2. ആ വിധികൾ പതിയെ ആചാരങ്ങളായി മാറുന്നു. 3. പുരോഹിതർ പോലുള്ള പ്രഭുവർഗം, അവർ നിയമത്തിന്റെ വ്യാഖ്യാതാക്കളാകുന്നു. 4. അവസാനം ഈ നിയമങ്ങൾ ക്രോഡീകരിക്കപ്പെടുന്നു, കോഡിഫിക്കേഷൻ. അപ്പോ നിയമം കാലക്രമേണ ഇങ്ങനെ പരിണമിച്ചു വന്നു എന്ന്? അതെ, നിയമം എന്നത് വെറുതെ അടിച്ചേൽപ്പിക്കുന്ന ഒന്നല്ല, അത് സമൂഹത്തോടൊപ്പം വളരുന്ന ഒന്നാണ് എന്ന ചിന്തയാണ് ഇവിടെ പ്രധാനം. നിയമം സമൂഹത്തോടൊപ്പം വളരുന്നു എന്ന് പറയുമ്പോൾ അപ്പോ നിയമവും സമൂഹവും തമ്മിലുള്ള ആ ഒരു പരസ്പര ബന്ധത്തിൽ ഊന്നൽ നൽകുന്ന ചിന്താധാരയാണ് സാമൂഹിക ശാസ്ത്രപരമായ സമീപനം, അല്ലേ? അതെ, സോഷ്യോളജിക്കൽ സ്കൂൾ. തികച്ചും. നിയമം സമൂഹത്തിൽ എന്ത് ചെയ്യുന്നു എന്നതിലാണോ ഇവരുടെ നോട്ടം? അതെ, നിയമം പുസ്തകത്തിൽ എന്താണെന്നതിനേക്കാൾ അത് സമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, ലോ ഇൻ ആക്ഷൻ എന്ന് പറയും, അതാണ് സാമൂഹിക ശാസ്ത്ര ചിന്തകർക്ക് പ്രധാനം. നിയമം ഒരു സാമൂഹിക ഉപകരണമാണ്, ഒരു സോഷ്യൽ ഇൻസ്ട്രുമെന്റ്. എന്തിനുള്ള ഉപകരണം? സമൂഹത്തിലെ വിവിധ താൽപ്പര്യങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ പരിഹരിക്കാനും സാമൂഹിക ലക്ഷ്യങ്ങൾ നേടാനുമുള്ളൊരു മാർഗം. ഇത് 19-ാം നൂറ്റാണ്ടിലെ ഒരു അമിതമായ വ്യക്തിവാദം ഉണ്ടായിരുന്നല്ലോ, ലെസേ ഫെയർ. അതിനും നിയമത്തിന്റെ ഒരു അമിതമായ ഔപചാരികതയ്ക്കും എതിരായ ഒരു പ്രതികരണമായിട്ടാണ് ഈ ചിന്താധാര വളർന്നുവന്നത്. റോസ്കോ പോണ്ടിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന ആശയം, അത് രസകരമായി തോന്നുന്നു. സമൂഹത്തിലെ താൽപ്പര്യങ്ങൾ സന്തുലിതമാക്കുക എന്നത്. അതെ. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19-ലെ അഭിപ്രായ സ്വാതന്ത്ര്യവും അതിലെ നിയന്ത്രണങ്ങളും ഇത് അതിനുദാഹരണമായിട്ട് കുറിപ്പുകളിൽ പറയുന്നുണ്ട്. അതെ, പോണ്ട് നിയമജ്ഞനെ ഒരു എഞ്ചിനീയറോടാണ് ഉപമിച്ചത്. ശരി, ഒരു എഞ്ചിനീയർ ഒരു യന്ത്രമുണ്ടാക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഘർഷണം, ഏറ്റവും കാര്യക്ഷമത, അതാണല്ലോ നോക്കുക. അതുപോലെ നിയമജ്ഞർ സമൂഹത്തിലെ പല താൽപ്പര്യങ്ങൾ, വ്യക്തികളുടെ താൽപ്പര്യങ്ങൾ, പൊതു താൽപ്പര്യങ്ങൾ, സാമൂഹിക താൽപ്പര്യങ്ങൾ, ഇതിനെയൊക്കെ പരിഗണിച്ച് ഏറ്റവും കുറഞ്ഞ തർക്കങ്ങളോടെ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ സംതൃപ്തി, മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഓഫ് വാണ്ട്സ് നൽകുന്ന രീതിയിൽ നിയമം ഉപയോഗിക്കണം. അതാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഒരു നല്ല ഉദാഹരണമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യമെന്ന വ്യക്തിഗത താൽപ്പര്യവും രാജ്യസുരക്ഷ പോലുള്ള പൊതു താൽപ്പര്യങ്ങളും തമ്മിൽ ഒരു ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുന്നു. അതെ അതെ. എർലിക്കിന്റെ ജീവിക്കുന്ന നിയമം, ലിവിംഗ് ലോ എന്ന ആശയവും ശ്രദ്ധേയമാണ്. അതായത് ഔദ്യോഗിക നിയമങ്ങൾക്കപ്പുറം സമൂഹം യഥാർത്ഥത്തിൽ പിന്തുടരുന്ന നിയമങ്ങൾ. ശരിയാണ്. ഇന്ത്യയിലെ സ്ത്രീധന നിരോധന നിയമം ഒരു ഉദാഹരണമായി പറയുന്നു. നിയമമുണ്ടെങ്കിലും ആചാരം തുടരുന്നു എന്നത് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണത്. തീർച്ചയായും. എർലിക്ക് പറയുന്നത് നിയമത്തിന്റെ യഥാർത്ഥ ഉറവിടം നിയമനിർമ്മാണ സഭകളോ കോടതികളോ അല്ല, സമൂഹം തന്നെയാണ് എന്നാണ്. ആണോ? അതെ.
ഔദ്യോഗിക നിയമങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ വിവാഹം, കുടുംബം, കച്ചവടം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആളുകൾ പിന്തുടരുന്ന അലിഖിതമായ നിയമങ്ങളും കീഴ്വഴക്കങ്ങളുമുണ്ട്. അതാണ് ജീവിക്കുന്ന നിയമം. ഓഹോ. അതെ, പലപ്പോഴും ഇവ രണ്ടും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ടാകാം. നിങ്ങൾ പറഞ്ഞ സ്ത്രീധനത്തിന്റെ ഉദാഹരണം പോലെ. പിന്നെ ഇഹറിംഗ് അദ്ദേഹം നിയമത്തെ ഒരു ലക്ഷ്യം നേടാനുള്ള മാർഗമായിട്ടാണ് കണ്ടത്. സാമൂഹിക താൽപ്പര്യങ്ങൾക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയത്. ശരി. ഈ പ്രധാനപ്പെട്ട ചിന്താധാരകൾക്ക് പുറമെ മറ്റു ചില ആധുനികവും കുറച്ചുകൂടി വിമർശനാത്മകവുമായ കാഴ്ചപ്പാടുകളെക്കുറിച്ചും ഈ കുറിപ്പുകളിൽ സൂചനകളുണ്ട്. ലീഗൽ റിയലിസം, മാർക്സിസം, ഫെമിനിസം, ക്രിട്ടിക്കൽ ലീഗൽ സ്റ്റഡീസ് അങ്ങനെയൊക്കെ. അതെ. അവയെക്കുറിച്ച് വളരെ ചുരുക്കി പറയാമോ? പറയാം. ഒന്ന്, ലീഗൽ റിയലിസം. അവർ നോക്കുന്നത് നിയമം കടലാസിൽ എന്താണെന്നതിനേക്കാൾ കോടതികളിൽ ശരിക്കും അതെങ്ങനെ നടപ്പാക്കുന്നു എന്നാണ്. ജഡ്ജിമാരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതാണ് അവരുടെ അന്വേഷണം. ഓക്കെ. പിന്നെ മാർക്സിസ്റ്റ് ചിന്ത. അവർ പറയുന്നത് നിയമമെന്നത് അടിസ്ഥാനപരമായി സാമ്പത്തിക ഘടനയുടെയും ഭരണവർഗത്തിന്റെയും താൽപ്പര്യം സംരക്ഷിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് എന്നാണ്. ശരി. അടുത്തത് ഫെമിനിസ്റ്റ് നിയമശാസ്ത്രം. ഇത് നിയമത്തിലെ പുരുഷാധിപത്യപരമായ കാഴ്ചപ്പാടുകളെ ചോദ്യം ചെയ്യുന്നു, ലിംഗസമത്വത്തിനായി വാദിക്കുന്നു. ഇന്ത്യയിലെ ഇതിന്റെ സ്വാധീനം കാണാമല്ലോ. സ്ത്രീധന നിരോധന നിയമം, ഗാർഹിക പീഡന നിരോധന നിയമമൊക്കെ. അതെ, അതൊക്കെ ഇതിന്റെ സ്വാധീനഫലമായി വന്ന മാറ്റങ്ങളായിട്ട് നമുക്ക് കാണാം. അവസാനം ക്രിട്ടിക്കൽ ലീഗൽ സ്റ്റഡീസ് അഥവാ CLS. അവർ പറയുന്നത് നിയമം നിഷ്പക്ഷമല്ല, അത് നിലവിലുള്ള അധികാരഘടനകളെ ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. നിയമം സാമൂഹിക മാറ്റത്തിനുള്ള ഒരു ഉപകരണമാകണം എന്നും ഇവർ വാദിക്കുന്നു. കൊള്ളാം. അപ്പോൾ നമ്മള് നിയമത്തെ കമാൻഡുകളായി കണ്ടു, ധാർമ്മിക തത്വങ്ങളായി കണ്ടു, ചരിത്രത്തിന്റെ ഭാഗമായി കണ്ടു, ഒരു സാമൂഹിക ഉപകരണമായി കണ്ടു, അങ്ങനെ പല രീതിയിൽ കണ്ടു. അതെ. ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. ഓരോന്നും നിയമത്തിന്റെ ഓരോ മുഖം നമുക്ക് കാണിച്ചു തരുന്നു. ഇതെല്ലാം കൂടി ചേർത്തു വായിക്കുമ്പോൾ നിയമം എന്നത് വളരെ സങ്കീർണമായ ഒന്നാണെന്ന് വ്യക്തമാവുന്നുണ്ട്. അതെ, അതാണ് മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം. ഈ ചിന്താധാരകളൊന്നും ഒന്നിനെ പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല, അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ പൂർണ്ണമായും ശരിയാണെന്നുമില്ല. ഓഹോ. ഇവയെല്ലാം നിയമം എന്ന ആ ഒരു ബഹുമുഖമായ പ്രതിഭാസത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന വ്യത്യസ്ത ലെൻസുകൾ അല്ലെങ്കിൽ കണ്ണടകളാണെന്ന് പറയാം. ഓരോ സ്കൂളും പലപ്പോഴും മറ്റുള്ളവയുടെ പോരായ്മകളിൽ നിന്നോ അല്ലെങ്കിൽ സാമൂഹിക മാറ്റങ്ങളോടുള്ള പ്രതികരണമായോ ആണ് ഉയർന്നുവന്നത്. ശരിയാണ്. പോസിറ്റിവിസം പ്രകൃതി നിയമത്തോടുള്ള പ്രതികരണമായിരുന്നു എന്ന് പറഞ്ഞു. അതെ. അതുപോലെ സാമൂഹിക ശാസ്ത്ര ചിന്താധാര അനലിറ്റിക്കൽ സ്കൂളിന്റെ ആ ഒരു കാർക്കശ്യത്തോടുള്ള പ്രതികരണമായിരുന്നു. അപ്പോ പ്രധാനമെന്താണെന്ന് വെച്ചാൽ നിയമം എന്നത് വെറും ചട്ടങ്ങളുടെ ഒരു കൂട്ടമല്ല. അത് തത്വശാസ്ത്രം, ചരിത്രം, സമൂഹം, അധികാരം എന്നിവയുമായെല്ലാം കെട്ടുപിണഞ്ഞുകിടക്കുന്നു എന്ന് തിരിച്ചറിയുക എന്നതാണ്. ഈ കാഴ്ചപ്പാടുകൾ അറിയുന്നത് എന്തിനാണ് സഹായിക്കുന്നത്? ഇത് നിയമത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും അതിനെ വിമർശനാത്മകമായി വിലയിരുത്താനും നിങ്ങളെ സഹായിക്കും. വെറുതെ നിയമം അനുസരിക്കുക എന്നതിനപ്പുറം എന്തുകൊണ്ട് ഈ നിയമം, ഇതിന്റെ ലക്ഷ്യമെന്ത് എന്നൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. നിയമശാസ്ത്രത്തെക്കുറിച്ചുള്ള ഈ വിശദമായ വിശകലനത്തിന് വളരെ നന്ദി. നിങ്ങളുടെ ഈ പഠനക്കുറിപ്പുകളിലെ കുറച്ച് സങ്കീർണമായ ആശയങ്ങളെ ഒരു ചിട്ടയോടെ മനസ്സിലാക്കാൻ ഈ ചർച്ച ശരിക്കും സഹായിച്ചു എന്ന് കരുതുന്നു. സന്തോഷം. നിയമത്തിന്റെ അടിസ്ഥാനങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു പുതിയ ചട്ടക്കൂട് കിട്ടിയ പോലെ തോന്നുന്നു. ഈ കുറിപ്പുകൾ പരിശോധിച്ചതിൽ നിന്ന് ഒരു അവസാനത്തെ ചിന്ത കൂടി പങ്കുവയ്ക്കാം, ഒരു തുടർ ചിന്തയ്ക്ക് വേണ്ടി. ഓക്കെ. നമ്മൾ കണ്ടു നിയമം എന്തായിരിക്കണം, അതിന്റെ ലക്ഷ്യമെന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ ഇത്രയധികം വ്യത്യസ്തമായ സിദ്ധാന്തങ്ങൾ നിലനിൽക്കുന്നു എന്ന്, അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന പുതിയ നിയമപരമായ വെല്ലുവിളികളുണ്ടല്ലോ. ഉദാഹരണത്തിന് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ, അതിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ, അല്ലെങ്കിൽ സാമൂഹ്യ നീതിയുമായി ബന്ധപ്പെട്ട പുതിയ സംവാദങ്ങൾ. ശരി. ഇതിനെയൊക്കെ ഈ പഴയ നിയമശാസ്ത്ര ചിന്തകൾ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുന്നത്? പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോഴും കോടതികൾ വിധികൾ പറയുമ്പോഴും ഈ പറഞ്ഞ പോസിറ്റിവിസ്റ്റ് ആശയങ്ങളാണോ, അതോ പ്രകൃതി നിയമ സങ്കല്പങ്ങളാണോ, അല്ലെങ്കിൽ സാമൂഹിക എഞ്ചിനീയറിംഗ് പോലുള്ള ആശയങ്ങളാണോ പരോക്ഷമായി അവരെയൊക്കെ നയിക്കുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. ഇതൊന്നും ആലോചിച്ചു നോക്കാവുന്നതാണ്. ഈ പഠനക്കുറിപ്പുകളിലെ ആശയങ്ങൾ വെച്ച് നമുക്ക് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇന്ന് നമ്മൾ ജുറിസ്പ്രുഡൻസിൽ 2 പ്രധാനപ്പെട്ട ഏരിയകളാണ് നോക്കുന്നത്: അന്താരാഷ്ട്ര നിയമവും പിന്നെ ഭരണഘടനാ നിയമവും.
അപ്പോൾ അറിവ് പെട്ടെന്ന് കിട്ടണം, എന്നാൽ അത്യാവശ്യം ആഴത്തിൽ മനസ്സിലാവുകയും വേണം, അല്ലേ? അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ നിയമങ്ങളൊക്കെ എന്താണ്, അതിൻ്റെ ഉദ്ദേശം എന്താണ്, എവിടെയൊക്കെ ഇതിന് സ്വാധീനമുണ്ട്, പിന്നെ നിങ്ങൾക്കിത് എങ്ങനെയാണ് പ്രസക്തമാകുന്നത്, ഇതൊക്കെ ഒന്ന് നോക്കാം. ശരി, തുടങ്ങാം അല്ലേ? അപ്പോൾ ആദ്യം അന്താരാഷ്ട്ര നിയമം എന്താണത്? ചുരുക്കി പറഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കളിയുടെ റൂൾ ബുക്ക് പോലെയാണ്. അതായത് രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുറേ നിയമങ്ങൾ, അവർ തമ്മിലുണ്ടാക്കുന്ന ഉടമ്പടികൾ, കരാറുകൾ, അതെല്ലാം ചേർന്നൊരു സിസ്റ്റം. ഒരു രാജ്യത്തിൻ്റെ സ്വന്തം നിയമങ്ങൾക്ക് പുറത്താണിത് നിലനിൽക്കുന്നത്, അല്ലേ? ഒരു ഇൻഡിപെൻഡന്റ് സിസ്റ്റം. അതുപോലെ ഇതിന്റെ ലക്ഷ്യങ്ങളാണ് ആ രേഖയിൽ പറയുന്നത് പോലെ രാജ്യങ്ങൾ തമ്മിൽ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുക. അതാണ് മെയിൻ. അതോടൊപ്പം തന്നെ നല്ല സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കുക, പിന്നെ ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ഏറ്റവും അടിസ്ഥാനപരമായ അവകാശങ്ങൾ അത് സംരക്ഷിക്കുക. യുദ്ധം പോലെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ രാജ്യങ്ങൾ ഒരുമിച്ച് സഹകരിക്കുക. ഇതൊക്കെ പ്രധാന ലക്ഷ്യങ്ങളാണ്. അതായത് ഒരു രാജ്യം മറ്റു രാജ്യത്തിനെ വെറുതെ ഭീഷണിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ സൈനികമായി ആക്രമിക്കുന്നത്, അതൊക്കെ തടയാൻ ശ്രമിക്കുന്നു. അതെ. പിന്നെ ജനങ്ങൾക്ക് സ്വയം നിർണയാവകാശം, സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം കൊടുക്കുക. അതുപോലെ രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് സമാധാനപരമായിട്ട് ചർച്ചകളിലൂടെ പരിഹരിക്കുക. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. നിങ്ങൾ ഈ രേഖ തന്നപ്പോൾ അതിലൊരു പ്രധാന പോയിന്റ് ഞാൻ ശ്രദ്ധിച്ചു. ഈ അന്താരാഷ്ട്ര നിയമം ശരിക്കും ഒരു നിയമമാണോ? ഇതൊരു വലിയ ചോദ്യമാണല്ലോ. അതൊരു വലിയ സംവാദ വിഷയം തന്നെയാണ്. നിയമലോകത്ത് ഇന്നും അത് ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു സൈഡിൽ ചില പണ്ഡിതർ പറയുന്നത് ഇത് ശരിക്കുള്ള നിയമമല്ല, മറിച്ച് കുറച്ച് നല്ല നടപ്പിനുള്ള നിയമങ്ങൾ, ഒരു മോറൽ കോഡ് പോലെയാണെന്നാണ്. അതെങ്ങനെയാണ് ആ വാദം വരുന്നത്? പ്രധാനമായും ജോൺ ഓസ്റ്റിൻ എന്നൊരു നിയമജ്ഞനുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു തിയറി വെച്ചാണ് ഈ വാദം. ഓസ്റ്റിൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു നിയമമാകണമെങ്കിൽ ഒരു പരമാധികാരി വേണം. പരമാധികാരി അതായത് നിയമമുണ്ടാക്കാനും അത് ആരെങ്കിലും ലംഘിച്ചാൽ ശിക്ഷ കൊടുക്കാനും അധികാരമുള്ള ഏറ്റവും വലിയ ഒരു ശക്തി. ഒരു രാജ്യത്തിനകത്ത് ചിലപ്പോൾ പാർലമെന്റ് ആകാം, അല്ലെങ്കിൽ രാജാവാകാം. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും മുകളിൽ നിൽക്കുന്ന, ശിക്ഷ നടപ്പാക്കാൻ കഴിവുള്ള ഒരു വേൾഡ് ഗവൺമെന്റ് ഇല്ലല്ലോ. ഇല്ല. അതുകൊണ്ട് ഓസ്റ്റിന്റെ കാഴ്ചപ്പാടിൽ അന്താരാഷ്ട്ര നിയമം ഒരു നിയമമല്ല, മറിച്ച് ഒരു പോസിറ്റീവ് മൊറാലിറ്റി ആണെന്നാണ്. രാജ്യങ്ങൾ സ്ഥിരമായിട്ട് പാലിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര കോടതികളും മറ്റ് സ്ഥാപനങ്ങളും ഈ നിയമങ്ങൾ വെച്ച് തർക്കങ്ങൾ പരിഹരിക്കുന്നുമുണ്ട്. ഒരു രാജ്യത്തെ നിയമം പോലെ എപ്പോഴും അത്ര സ്ട്രിക്റ്റ് ആയിട്ട് നടപ്പാക്കാൻ പറ്റിയില്ലെങ്കിലും രാജ്യങ്ങളുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കാൻ ഇതിന് കഴിയുന്നുണ്ട്, ഒരു ചട്ടക്കൂട് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇത് ശരിക്കുള്ള നിയമം തന്നെയാണ് എന്നാണ് അവരുടെ വാദം. നിങ്ങളുടെ രേഖ ഈ രണ്ട് വാദങ്ങളും പറയുന്നുണ്ട്. ഇത് നമ്മളെ നിയമം എന്താണെന്ന് ചിന്തിപ്പിക്കും. അപ്പോ ഈ നിയമം ആർക്കൊക്കെയാണ് ബാധകമാകുന്നത്? രാജ്യങ്ങൾക്ക് മാത്രമാണോ? അല്ലല്ല. പണ്ട് പ്രധാനമായും രാജ്യങ്ങളായിരുന്നു. പക്ഷെ ഇന്നതല്ല അവസ്ഥ. രാജ്യങ്ങൾ കൂടാതെ ഐക്യരാഷ്ട്രസഭ അഥവാ UN പോലുള്ള അന്താരാഷ്ട്ര സംഘടനകൾ, പിന്നെ ആംനസ്റ്റി ഇന്റർനാഷണൽ പോലെയുള്ള NGOs, പിന്നെ ആപ്പിൾ, ഗൂഗിൾ പോലുള്ള വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ, എന്തിനധികം നമ്മളെപ്പോലുള്ള സാധാരണ വ്യക്തികൾ പോലും ഇതിന്റെ പരിധിയിൽ വരും. അങ്ങനെയാണോ? ഉദാഹരണം പറയാമോ? പറയാലോ. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുണ്ട്. അവിടെ വിചാരണ നേരിടുന്നത് വ്യക്തികളാണ്, രാജ്യങ്ങളല്ല. അതുപോലെ മനുഷ്യാവകാശ നിയമങ്ങൾ, അത് സംരക്ഷിക്കുന്നത് വ്യക്തികളെയാണല്ലോ. ശരി. അപ്പോൾ അന്താരാഷ്ട്ര നിയമത്തിൽ നിന്ന് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. അതായത് രാജ്യത്തിനകത്തുള്ള നിയമത്തിന്റെ അടിത്തറ, ഭരണഘടനാ നിയമം. ആ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്ക് ഫ്രഞ്ചിൽ നിന്നാണെന്ന് നിങ്ങളുടെ രേഖയിൽ കണ്ടു. എന്താണിത് ബേസിക്കലി ഒരു രാജ്യത്തിന്റെ ഭരണഘടന എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ ഒരു തരം റൂൾ ബുക്ക് അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് മാനുവൽ പോലെയാണ്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം അതാണ്. ഗവൺമെന്റ് എങ്ങനെ വർക്ക് ചെയ്യണം, അതിന്റെ പല ഭാഗങ്ങളിലെ പാർലമെന്റ്, എക്സിക്യൂട്ടീവ്, കോടതികൾ, അവർക്കിടയിലുള്ള അധികാര വിഭജനം എങ്ങനെ വേണം, പൗരന്മാർക്ക് എന്തൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ട്, ഇങ്ങനത്തെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ഭരണഘടന. അപ്പോൾ ഭരണഘടനാ നിയമം എന്ന് പറയുന്നത് ഈ ഭരണഘടനയെ വ്യാഖ്യാനിക്കുന്ന, അതെങ്ങനെ നടപ്പാക്കണം എന്ന് പറയുന്ന നിയമശാഖയാണോ? അതെ, വളരെ കൃത്യമായി പറഞ്ഞു. ഭരണഘടനാ നിയമം ഈ ഭരണഘടനയിലുള്ള തത്വങ്ങളെയും നിയമങ്ങളെയും ഒക്കെ വിശദീകരിക്കുന്നു, അതിനെ വ്യാഖ്യാനിക്കുന്നു, അത് നടപ്പിലാക്കുന്നു.
ഒരു ഉദാഹരണം പറഞ്ഞാൽ ഭരണഘടന നമുക്ക് ജീവിക്കാനുള്ള അവകാശം തരുന്നുണ്ട്, റൈറ്റ് ടു ലൈഫ്. ഉം. അപ്പോ ഈ അവകാശത്തിൽ എന്തൊക്കെ വരും? അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം ഇതിൽ പെടുമോ? പ്രൈവസി അല്ലെങ്കിൽ സ്വകാര്യത ഇതിന്റെ ഭാഗമാണോ? ഇതൊക്കെ തീരുമാനിക്കുന്നത് ഭരണഘടനാ നിയമത്തിന്റെ വ്യാഖ്യാനങ്ങളിലൂടെയാണ്. അതുപോലെ നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെയോ? അതെല്ലാം. വോട്ട് ചെയ്യാനുള്ള അവകാശം. ഈ മൗലികാവകാശങ്ങളൊക്കെ എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു എന്ന് നോക്കുന്നത് ഈ നിയമമാണ്. ഇത് പൗരന്മാരുടെ അവകാശങ്ങൾ മാത്രമല്ലല്ലോ, ഗവൺമെന്റിന്റെ അധികാരത്തെപ്പറ്റിയും പറയുന്നുണ്ടല്ലോ, അല്ലേ? തീർച്ചയായും. ഒരുപക്ഷെ അതാണതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഭരണഘടനാ നിയമം ഗവൺമെന്റിന്റെ പവറിന് ഒരു ലിമിറ്റ് വയ്ക്കുന്നു. നിങ്ങളുടെ അവകാശങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വത്തിലോ എപ്പോ എങ്ങനെ ഗവൺമെന്റിന് ഇടപെടാമെന്നതിനൊക്കെ വ്യക്തമായ റൂൾസ് ഉണ്ടാക്കുന്നു. ആ, ഇപ്പോ നിങ്ങളുടെ സ്ഥലം ഗവൺമെന്റിനെ ഏറ്റെടുക്കണമെങ്കിൽ അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. അതൊക്കെ ഭരണഘടനാ നിയമത്തിൽ പറയും. അതുപോലെ കോടതികൾക്ക് പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമം ഭരണഘടനയ്ക്ക് എതിരാണെങ്കിൽ അത് തള്ളിക്കളയാനുള്ള അധികാരം. അതാണ് ജുഡീഷ്യൽ റിവ്യൂ. ഓ, ജുഡീഷ്യൽ റിവ്യൂ. അതെ. പിന്നെ നമ്മുടെ കടമകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, നിയമമുണ്ടാക്കാനുള്ള അധികാരം ആർക്കാണ്? ഇതൊക്കെ ഭരണഘടനാ നിയമത്തിന്റെ ഭാഗമാണ്. ഞാൻ ആ രേഖ വായിച്ചപ്പോ ഒരു ചോദ്യം തോന്നി. എന്തിനാണ് നമുക്കിങ്ങനൊരു ഭരണഘടനയും അതിന്റെ നിയമവും ആവശ്യം? നല്ല ചോദ്യമാണ്. ഒരു ഭരണഘടന ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ആര് ഭരിക്കും, എങ്ങനെ ഭരിക്കും എന്നൊന്നും ഒരു പിടിയും കിട്ടില്ല. ഒരു പിടിയും കിട്ടില്ല. തോന്നിയ പോലെ കാര്യങ്ങൾ നടക്കും. ആർക്കും എന്തും ചെയ്യാം. അനിയന്ത്രിതമായ അധികാരം വരും. ആർബിട്രറി പവർ എന്ന് പറയും. അതൊഴിവാക്കാനാണ് മെയിനായിട്ട് ഭരണഘടനയും ഭരണഘടനാ നിയമവും വേണ്ടത്. നിങ്ങളുടെ രേഖയിൽ പറയുന്ന പോലെ അധികാരത്തിലിരിക്കുന്നവർ അത് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ ഇത് സഹായിക്കും. ഇതിനെയാണ് ഭരണഘടനാവാദം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയുന്നത്. അതായത് ഗവൺമെന്റ് അടക്കം എല്ലാവരും നിയമത്തിന് താഴെയാണ് എന്ന തത്വം. അതെ, കൃത്യം. എല്ലാവരും നിയമത്തിന് വിധേയരാണ്. അപ്പോ അധികാരം നിയന്ത്രിക്കുക എന്നത് മാത്രമല്ല ലക്ഷ്യം, വേറെയുമുണ്ടോ? ഉണ്ട്. സമൂഹത്തിൽ ഒരു ബാലൻസും സ്റ്റെബിലിറ്റിയും കൊണ്ടുവരാൻ ഇത് വേണം. വ്യക്തികളുടെയും സമൂഹത്തിന്റെയും അവകാശങ്ങൾ ഒരുപോലെ സംരക്ഷിക്കണം. രാജ്യത്തിന്റെ റിസോഴ്സസ് എങ്ങനെ ഉപയോഗിക്കണം, ഇക്കണോമിക് ഗ്രോത്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനൊക്കെ ഒരു ഡയറക്ഷൻ ഭരണഘടന തരും. ചുരുക്കി പറഞ്ഞാൽ, ഒരു രാജ്യം സ്മൂത്തായിട്ട് ഫംഗ്ഷൻ ചെയ്യാനും അവിടുത്തെ ആൾക്കാർക്ക് സമാധാനമായിട്ട് സേഫായിട്ട് ജീവിക്കാനും ഒരു ഭരണഘടന അത്യാവശ്യമാണ്. ഈ നിയമങ്ങൾക്ക് ഒരു ലോക്കൽ സ്വഭാവമുണ്ടെന്നും നിങ്ങളുടെ രേഖയിൽ കണ്ടു. ടെറിട്ടോറിയൽ നേച്ചർ അതെന്താണ്? സാധാരണയായിട്ട് ഒരു നിയമം ഉണ്ടാക്കുന്നത് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് വേണ്ടിയാണ്. ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു രാജ്യം. ആ നിയമം ബാധകമാകുന്നത് ആ സ്ഥലത്തിനകത്തുള്ള ആൾക്കാർക്കും അവിടുത്തെ വസ്തുക്കൾക്കും അവിടെ നടക്കുന്ന കാര്യങ്ങൾക്കുമാണ്. ഇതാണ് നിയമത്തിന്റെ പ്രാദേശിക സ്വഭാവം. ഉദാഹരണത്തിന്, കേരള നിയമസഭ ഒരു നിയമം ഉണ്ടാക്കിയാൽ അത് കേരളത്തിൽ മാത്രം. അതെ, സാധാരണഗതിയിൽ അങ്ങനെയാണ്. എന്നാൽ ചിലപ്പോ ഈ നിയമങ്ങൾക്ക് അതിർത്തി കടക്കാനും പറ്റുമോ? എക്സ്ട്രാ ടെറിട്ടോറിയൽ ഓപ്പറേഷൻ പറ്റും, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ. അതിനെയാണ് എക്സ്ട്രാ ടെറിട്ടോറിയൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഒരു ഇന്ത്യൻ പൗരൻ വിദേശത്ത് വെച്ച് ഒരു പ്രത്യേകതരം കുറ്റം ചെയ്താൽ ഇന്ത്യൻ നിയമപ്രകാരം ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യാൻ പറ്റും. ഓ, അതുപോലെ ഇന്ത്യക്ക് പുറത്തുള്ള കമ്പ്യൂട്ടർ സിസ്റ്റംസിനെ അറ്റാക്ക് ചെയ്യാൻ ഇന്ത്യയിലിരുന്ന് ശ്രമിച്ചാൽ ഇന്ത്യൻ സൈബർ നിയമങ്ങൾ ബാധകമായേക്കാം. അപ്പോൾ നിയമമുണ്ടാക്കിയ രാജ്യത്തിന്റെ അതിർത്തിക്ക് പുറത്തും അതിന് ചിലപ്പോൾ എഫക്റ്റ് ഉണ്ടാവാം. നിങ്ങളെ രേഖ ആ ഒരു സാധ്യതയെപ്പറ്റിയും പറയുന്നുണ്ട്. നിയമം എവിടെയൊക്കെയാണ് അപ്ലൈ ആവുന്നത് എന്ന് നമ്മൾ സംസാരിച്ചു. ഇനി നിങ്ങളുടെ രേഖയിൽ കോടതികൾ നിയമത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നതിലേക്ക് വരുന്നുണ്ട്. അവിടെയാണ് ഈ നിയമപരമായ ചോദ്യം, ക്വസ്റ്റ്യൻ ഓഫ് ലോ, വസ്തുതാപരമായ ചോദ്യം, ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട്, തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഇത് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണെന്ന് തോന്നുന്നു. ശരിയാണ്. പക്ഷേ അത് മനസ്സിലാക്കാൻ എളുപ്പമാണ്. നിയമപരമായ ചോദ്യമെന്ന് പറഞ്ഞാൽ അത് നിയമപുസ്തകത്തിലെ ചോദ്യം പോലെയാണ്. അതായത്, ഈ സാഹചര്യത്തിൽ നിയമം എന്താണ് പറയുന്നത്? നിയമത്തിന്റെ ശരിയായ ഇന്റർപ്രിട്ടേഷൻ എന്താണ്? ഇതെപ്പോഴും തീരുമാനിക്കുന്നത് ജഡ്ജിയാണ്. ഉദാഹരണത്തിന് ഒരാൾ ചെയ്തൊരു പ്രവൃത്തി
അത് മോഷണം എന്ന കുറ്റത്തിന്റെ ഡെഫിനിഷനിൽ വരുമോ ഇല്ലയോ? അതൊരു നിയമപരമായ ചോദ്യമാണ്. നിലവിലുള്ള നിയമങ്ങളും പഴയ കോടതി വിധികളുമൊക്കെ നോക്കിയാണ് ജഡ്ജി അത് തീരുമാനിക്കുന്നത്. അപ്പോൾ വസ്തുതാപരമായ ചോദ്യമോ? ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട്? അത് ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി പോലെയാണ്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ആരാണത് ചെയ്തത്? തെളിവുകൾ എന്തു പറയുന്നു? ഇതിന്റെ ഉത്തരം കിട്ടുന്നത് കോടതിയിൽ വരുന്ന തെളിവുകൾ നോക്കിയാണ്. സാക്ഷിമൊഴികൾ, ഡോക്യുമെന്റ്സ്, ഫോറൻസിക് റിപ്പോർട്ട്സ് അതിനെ മാത്രം ആശ്രയിച്ചാണ്. ഇത് സാധാരണയായി കേസിലെ പാർട്ടീസ് അല്ലെങ്കിൽ അവരുടെ വക്കീലന്മാരാണ് ഉന്നയിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പ്രതി ആ കുറ്റം നടന്ന സമയത്ത് അവിടെയുണ്ടായിരുന്നോ? അതൊരു വസ്തുതാപരമായ ചോദ്യം. തെളിവിന്റെ ബലത്തിൽ ഉണ്ടായിരുന്നോ എന്നോ ഇല്ലായിരുന്നോ എന്നോ ഉത്തരം പറയാൻ പറ്റണം. അപ്പോൾ ഈ ലോ പോയിന്റും ഫാക്ട് പോയിന്റും തമ്മിലുള്ള വ്യത്യാസം കോടതി നടപടികളിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ക്ലിയറായി. ഇനി നമുക്ക് നിയമത്തിന്റെ കുറച്ചുകൂടി വലിയ ലക്ഷ്യങ്ങളിലേക്കും അതിന്റെ ഫംഗ്ഷൻസിലേക്കും വരാം. നിങ്ങളുടെ രേഖയിൽ പല ധർമ്മങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതെ, നിയമം നമ്മുടെ സമൂഹത്തിൽ പല പ്രധാനപ്പെട്ട റോളുകൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, സിറ്റിസൺസിന് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻ കൊടുക്കുക. നിയമം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ റൈറ്റ്സ് എന്താണ്, ഡ്യൂട്ടീസ് എന്താണ് എന്നൊക്കെ അറിയാൻ നിയമം സഹായിക്കും. ഇപ്പം നമ്മൾ ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിയാൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമം നമുക്ക് ചില അവകാശങ്ങൾ തരുന്നുണ്ട്. ഇതറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കരാർ നിയമം, കോൺട്രാക്ട് ലോ, സ്വത്ത് നിയമം, പ്രോപ്പർട്ടി ലോ എന്നിവയെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. ഉണ്ട്. കരാർ നിയമം നമ്മൾ ഡെയിലി ഇടപെടുന്ന ഒന്നാണ്. ഒരു ബസ് ടിക്കറ്റ് എടുക്കുന്നത് തൊട്ട് ഒരു വീട് വാങ്ങുന്നത് വരെ എല്ലായിടത്തും കരാർ നിയമമുണ്ട്. സാധനങ്ങളോ സേവനങ്ങളോ കൈമാറുന്നതിനെക്കുറിച്ചുള്ള എഗ്രിമെന്റുകളെയാണ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ സ്വത്ത് നിയമം നമ്മുടെ വീട്, സ്ഥലം പോലുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, പിന്നെ പണം, ഷെയർ, ബാങ്ക് ഡെപ്പോസിറ്റ് പോലുള്ള മൂവബിൾ പ്രോപ്പർട്ടി, ഇതിലൊക്കെയുള്ള നമ്മുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും പറയുന്നു. ഈ നിയമങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് സമൂഹത്തിൽ കാര്യങ്ങൾ ഒരു ഓർഡറിൽ നടക്കുന്നത്. പിന്നെ കുറ്റകൃത്യങ്ങളെ നിർവചിക്കുന്നതും ശിക്ഷ നൽകുന്നതും അതും പ്രധാനമാണല്ലോ. തീർച്ചയായും. ക്രിമിനൽ നിയമം സമൂഹത്തിന് ദോഷകരമായ പ്രവൃത്തികൾ, കൊലപാതകം, മോഷണം, ചതി ഇതൊക്കെ കുറ്റങ്ങളായി ഡിഫൈൻ ചെയ്യുന്നു. എന്നിട്ട് അങ്ങനെയുള്ളവരെ കണ്ടുപിടിക്കാനും വിചാരണ ചെയ്യാനും ശിക്ഷിക്കാനും ഗവൺമെന്റിന് ഒരു സിസ്റ്റം കൊടുക്കുന്നു. ഇത് സമൂഹത്തിലൊരു സുരക്ഷിതത്വം ഉറപ്പാക്കാനും ക്രമസമാധാനം നിലനിർത്താനും സഹായിക്കുന്നു. നിങ്ങളുടെ രേഖയിലെ നിയമത്തിന്റെ പ്രധാനപ്പെട്ട 4 ഫംഗ്ഷൻസ് എടുത്തു പറയുന്നുണ്ട്. അതൊന്ന് പറയാമോ? പറയാം. ഈ 4 നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളെ കാണിക്കുന്നു. 1. ക്രമം നിലനിർത്തൽ, മെയിൻറ്റെയിനിങ് ഓർഡർ. നിയമമില്ലെങ്കിൽ ഒരു ഓർഡറും ഉണ്ടാവില്ല. റോഡിലെ ട്രാഫിക് റൂൾസ് തൊട്ട് വലിയ ബിസിനസ് ഡീൽസ് വരെ ഒരു ഓർഡറിൽ പോകുന്നത് നിയമം ഉള്ളതുകൊണ്ടാണ്. ഈ സ്റ്റെബിലിറ്റിയാണ് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ ബേസ്. ശരി. രണ്ടാമത്തേതും? 2. മാനദണ്ഡങ്ങൾ സ്ഥാപിക്കൽ, എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ്. നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെ പെരുമാറണം എന്നതിന് ചില മിനിമം സ്റ്റാൻഡേർഡ്സ് വേണ്ടേ? നിയമം അത് സെറ്റ് ചെയ്യുന്നു. ഉദാഹരണത്തിന്, മറ്റൊരാളെ വെറുതെ അടിക്കുന്നത് തെറ്റാണ്. അത് അസോൾട്ട് എന്ന കുറ്റമാണെന്ന് നിയമം പറയുന്നു. അപ്പോ സൊസൈറ്റിക്ക് അക്സെപ്റ്റബിൾ അല്ലാത്ത ബിഹേവിയർ ഏതാണെന്ന് നിയമം ക്ലിയർ ആക്കുന്നു. മൂന്നാമത്തെ ഫംഗ്ഷൻ തർക്കപരിഹാരമാണോ? അതെ, തർക്കങ്ങൾ പരിഹരിക്കൽ, റിസോൾവിംഗ് ഡിസ്പ്യൂട്ട്സ്. പലതരം താൽപ്പര്യങ്ങളുള്ള ആൾക്കാർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടാകും. സ്വാഭാവികമാണ്. ബിസിനസ്സില്, കുടുംബത്തില്, ജോലിസ്ഥലത്ത് എവിടെയും ഉണ്ടാകാം. അപ്പോൾ ഈ തർക്കങ്ങളൊക്കെ സമാധാനപരമായി പരിഹരിക്കാൻ ഒരു ഒഫീഷ്യൽ സംവിധാനം വേണം. അതാണ് കോടതികൾ. ഓക്കെ. നാലാമത്തേത് അവകാശ സംരക്ഷണമാണോ? അതെ, സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കൽ, പ്രൊട്ടക്റ്റിംഗ് ലിബർട്ടീസ് ആൻഡ് റൈറ്റ്സ്. നമ്മുടെ ഭരണഘടനയും മറ്റു നിയമങ്ങളും നമുക്കൊരുപാട് റൈറ്റ്സും ഫ്രീഡംസും തരുന്നുണ്ട്. ജീവിക്കാനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, തുല്യത, അങ്ങനെ പലതും. ഗവൺമെന്റോ മറ്റുള്ളവരോ ഈ അവകാശങ്ങളെ അന്യായമായി വയലേറ്റ് ചെയ്യാൻ നോക്കിയാൽ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ നൽകുക എന്നത് നിയമത്തിന്റെ ഒരു പ്രധാന ജോലിയാണ്. നിങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അന്യായമായി തടഞ്ഞാൽ കോടതിയിൽ പോകാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. ഈ 4 കാര്യങ്ങൾ കൂടാതെ വേറെയും ചില ലക്ഷ്യങ്ങൾ രേഖയിൽ കണ്ടു. കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുക, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉറപ്പാക്കുക, ഗവൺമെന്റിന് ഗൈഡൻസ് കൊടുക്കുക, ഈക്വാലിറ്റി ഉറപ്പാക്കുക, അങ്ങനെ. അതെ, അതെല്ലാം പ്രധാനമാണ്. നിയമം ഒരു പരിധിവരെ ശിക്ഷയെക്കുറിച്ചുള്ള ഒരു പേടിയുണ്ടാക്കി ആളുകളെ ക്രൈം ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഡിറ്ററൻസ്.
ഗവൺമെന്റ് പക്ഷപാതം കാണിക്കാതെ നിയമത്തിന്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിക്കണമെന്ന് നിയമം ഉറപ്പാക്കുന്നു. ആരുടെയും കയ്യിൽ അൺലിമിറ്റഡ് പവർ വരുന്നത് തടയുന്നു. ജാതി, മതം, നിറം, ജെൻഡർ ഇതിന്റെ ഒന്നിന്റെയും പേരിൽ വിവേചനം പാടില്ലെന്ന് നിയമം പറയുന്നു. അങ്ങനെ ഈക്വാലിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ജനങ്ങളുടെ ബേസിക് ആവശ്യങ്ങൾ ഭക്ഷണം, വീട്, വിദ്യാഭ്യാസം ഒക്കെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ കുറച്ചുകൂടി ബെറ്റർ ആക്കാനും ഓരോ വ്യക്തിക്കും സേഫ്റ്റിയും നീതിയും ഉറപ്പാക്കാനും നിയമം എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം എങ്ങനെയാണ് നിങ്ങളുടെ ഡെയിലി ലൈഫിനെയും സേഫ്റ്റിയും ബാധിക്കുന്നത് എന്ന് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അന്താരാഷ്ട്ര നിയമത്തിന്റെ ബേസിക്സ്, അത് ശരിക്കും നിയമമാണോ എന്നുള്ള ഒരു രസകരമായ ഡിബേറ്റ്, അത് ആരെയൊക്കെ ബാധിക്കുന്നു എന്നൊക്കെ നോക്കി. പിന്നെ ഭരണഘടനാ നിയമത്തിലേക്ക് വന്നു, അതിന്റെ ഇമ്പോർട്ടൻസ്, അത് നമ്മുടെ റൈറ്റ്സിനെയും ഗവൺമെന്റിനെയും എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, അതിന്റെ ആ ഒരു ടെറിട്ടോറിയൽ നേച്ചർ, അതൊക്കെ സംസാരിച്ചു. നിയമപരമായ ചോദ്യവും വസ്തുതാപരമായ ചോദ്യവും തമ്മിലുള്ള ആ വ്യത്യാസം അതും ക്ലിയറാക്കി. അവസാനം നിയമം എന്തിനാണ്, അത് സമൂഹത്തിൽ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നതും നമ്മൾ വിശദമായി നോക്കി. നിങ്ങളുടെ ആ രേഖകളിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലളിതമായി പറയാനാണ് നമ്മൾ ശ്രമിച്ചത്. ഈ ചർച്ചയുടെ അവസാനം നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം കൂടി തരാം. ഈ നിയമങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ കണ്ടു, ഇന്റർനാഷണൽ ലെവലും നാഷണൽ ലെവലിലും. അതിന് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്, ഫങ്ഷൻസ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ആ രേഖകൾ വായിക്കുമ്പോൾ ഒരു ചോദ്യം മനസ്സിൽ വരും. ഈ നിയമങ്ങൾ എപ്പോഴും എല്ലായിടത്തും എല്ലാവർക്കും ഒരുപോലെ നീതി കൊടുക്കുന്നുണ്ടോ? നിയമം പേപ്പറിലുള്ള പോലെ തന്നെയാണോ പ്രാക്ടീസിൽ വരുന്നത്? അതുപോലെ ഒരു രാജ്യത്തിന്റെ നിയമം അതിന്റെ ബോർഡർ കടന്ന് പുറത്തേക്കും സ്വാധീനം ചെലുത്താൻ തുടങ്ങിയാൽ അത് ഗ്ലോബൽ ലെവലിൽ രാജ്യങ്ങൾ തമ്മിലുള്ള പവർ ബാലൻസിൽ എങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരും? ഇതൊന്നും എളുപ്പത്തിൽ ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങളല്ല. പക്ഷെ നിയമത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നിയമവും നീതിയും, ഇത് രണ്ടും കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നാം, അല്ലേ? പക്ഷെ ശരിക്കും പറഞ്ഞാൽ വളരെ സങ്കീർണമായൊരു ബന്ധമാണിവർ തമ്മിൽ. എന്താണ് നിയമം? എന്താണ് നീതി? എവിടെയാണ് ഇത് രണ്ടും ഒന്നിക്കുന്നത്? എവിടെയാണ് വേറിട്ട് നിൽക്കുന്നത്? അപ്പൊ ഇതിനൊക്കെ ഒരു ഉത്തരം കണ്ടെത്താനാണ് നമ്മളിന്ന് ശ്രമിക്കുന്നത്. തീർച്ചയായും. നിയമം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കാണാനും വായിക്കാനും പറ്റുന്ന ചട്ടങ്ങളാണ്. ഒരു സമൂഹം മുന്നോട്ടു പോകാൻ വേണ്ടി ഉണ്ടാക്കിവെച്ച ഒരു ഫ്രെയിം വർക്ക്. എന്നാൽ നീതി അത് കുറച്ചുകൂടി ആഴത്തിലുള്ള ഒന്നാണ്. ശരി തെറ്റുകളെക്കുറിച്ചുള്ള നമ്മുടെയൊക്കെ ഒരു ബോധമില്ലേ, അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. ധാർമ്മികതയുമായിട്ട് അതിന് നല്ല ബന്ധമുണ്ട്. അപ്പോൾ ഈ ബന്ധവും അതിലെ ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് നിയമത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ഈ നിയമം എന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ എന്തിനാണ് നമുക്ക് ശരിക്കും ഈ നിയമങ്ങൾ? ലളിതമായി പറഞ്ഞാൽ ഒരു രാജ്യത്തെ ഗവൺമെന്റ് അവിടുത്തെ ആളുകളുടെ ജീവിതവും പ്രവൃത്തികളുമൊക്കെ നിയന്ത്രിക്കാനുണ്ടാക്കിയിട്ടുള്ള ചില നിയമങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ, അതാണ് നിയമം. ഇത് സാധാരണയായി എഴുതപ്പെട്ട രൂപത്തിലായിരിക്കും. പിന്നെ പോലീസ്, കോടതികൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഗവൺമെന്റ് ഇത് നടപ്പിലാക്കും. അപ്പോ നിയമമില്ലെങ്കിലോ? ഒന്നാലോചിച്ചു നോക്കൂ, അങ്ങനെയൊരു ലോകം എങ്ങനെയായിരിക്കും? ഒരു അരാജകത്വമായിരിക്കും. ആർക്കും എന്തും ചെയ്യാമെന്നൊരു സ്ഥിതി വരും. ശക്തരായവർ ദുർബലരെ അടക്കി ഭരിക്കും, അല്ലേ? തർക്കങ്ങൾക്കൊരു പരിഹാരവും ഉണ്ടാവില്ല. നിയമങ്ങൾ ശരിക്കും സമൂഹത്തിൽ ഒരു സമാധാന അന്തരീക്ഷം ഉറപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഈ നിയമങ്ങൾ തന്നെ. പിന്നെ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുമ്പോൾ നിയമങ്ങളിലും മാറ്റം വരും. ചിലപ്പോ ഈ മാറ്റങ്ങൾക്ക് കാരണം തന്നെ നിയമങ്ങളാവാം. അപ്പൊ നിയമം സമൂഹത്തെ മാറ്റാൻ ഉപയോഗിക്കാമെന്നാണോ പറഞ്ഞു വരുന്നത്? അതെ അതെ, നമ്മുടെ ചരിത്രത്തിൽ തന്നെ നോക്കിയാൽ മതി. ഈ ജാതി വിവേചനം, സതി, ശൈശവ വിവാഹം, ഇതൊക്കെ പണ്ടുണ്ടായിരുന്ന കാര്യങ്ങളല്ലേ? ഇതിനെതിരെ നിയമം വന്നപ്പോഴാണ് വലിയ സാമൂഹിക മാറ്റങ്ങളുണ്ടായത്. അപ്പോൾ നിയമം എന്ന് പറയുന്നത് ഒരു സാമൂഹിക പരിഷ്കരണത്തിനുള്ള ടൂള് കൂടിയാണ്. ശരി. അപ്പോ നിയമം സമൂഹത്തിന് മുന്നോട്ട് പോകാൻ അത്യാവശ്യമുള്ള ഒരു ചട്ടക്കൂടാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് നീതിയിലേക്ക് വരാം. നിയമത്തിൽ നിന്ന് എങ്ങനെയാണ് നീതിക്ക് വ്യത്യാസം വരുന്നത്? ജസ്റ്റിസ് എന്ന വാക്ക് വരുന്നത് ജുഞ്ചറെ എന്നൊരു ലാറ്റിൻ വാക്കിൽ നിന്നാണ്. ഒന്നിപ്പിക്കുക അല്ലെങ്കിൽ ചേർത്ത് കെട്ടുക എന്നൊക്കെയാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ സമൂഹത്തിലെ ആളുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, ഒരുമിപ്പിക്കുന്ന ഒരു അടിസ്ഥാന തത്വം, അതാണ് നീതി. നിയമം പോലെ അങ്ങോട്ട് കൃത്യമായി എഴുതി വെച്ചൊന്നല്ല ഇത്. ഇത് കുറച്ചുകൂടി ഒരു ആബ്സ്ട്രാക്റ്റ് ഐഡിയ ആണ്. അതായത് തുല്യത, ന്യായം, ശരി, തെറ്റ്, ധാർമ്മികത,
ഇത്തരം ആശയങ്ങളിലാണ് നീതി എന്ന സങ്കല്പം നിൽക്കുന്നത്. പല വലിയ ചിന്തകളും നീതിയെ നിർവചിക്കാൻ നോക്കിയിട്ടുണ്ടല്ലോ. എല്ലാവരും ഒരേപോലെയാണോ അതിനെ കണ്ടത്? അല്ല, വ്യത്യാസങ്ങളുണ്ട്. ബ്ലാക്ക് സ്കോൺ പറഞ്ഞത് നീതി, അവകാശം, ഉത്തരവാദിത്വം, സമത്വം ഇതിൻ്റെയൊക്കെ ഉറവിടമാണ് എന്നാണ്. പ്ലേറ്റോ ചിന്തിച്ചത് ഒരു വ്യക്തി ചെയ്യുന്നതിലും ഭരണകൂടം ചെയ്യുന്നതിലും ശരിയും ന്യായവും ഉണ്ടാവുക, അതാണ് നീതി എന്നാണ്. അരിസ്റ്റോട്ടൽ ആകട്ടെ നീതിയെ കണ്ടത് ന്യായവും തുല്യവുമായ ഒന്നായിട്ടാണ്. ചുരുക്കി പറഞ്ഞാൽ കാര്യങ്ങൾ ശരിയായിരിക്കണം, ന്യായമായിരിക്കണം എന്നൊക്കെയുള്ള നമ്മുടെ ഉള്ളിലുള്ളൊരു താല്പര്യമില്ലേ, അതാണ് നീതി. ഒരേ വിഷയത്തിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്കും എനിക്കും നീതിയെക്കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ വരാം. ഈ നിയമവും നീതിയും എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ നടപ്പാക്കേണ്ടത്? ഇതിനെക്കുറിച്ചും പല ആശയങ്ങൾ കാണുമല്ലോ, സിദ്ധാന്തങ്ങൾ പോലെ. ഉണ്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട രണ്ടെണ്ണം നമുക്ക് നോക്കാം. ഒന്ന്, ജെറമി ബെന്താമിന്റെ ഉപയുക്തതാ സിദ്ധാന്തം, യൂട്ടിലിറ്റേറിയൻ തിയറി എന്ന് പറയും. ബെന്താം പറയുന്നതെന്താ വെച്ചാൽ, ഒരു നിയമം നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കേണ്ടത് അതുകൊണ്ട് എത്ര പേർക്ക് ഗുണം കിട്ടുന്നു എന്ന് നോക്കിയാണ്. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അല്ലെങ്കിൽ നന്മ കിട്ടുന്ന ഒരു പ്രവൃത്തി അല്ലെങ്കിൽ നിയമം, അതാണ് ഏറ്റവും നീതിയുക്തം. ദ ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറയില്ലേ, അതാണ് സംഭവം. കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ്, ആകർഷകവുമാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമില്ലേ? ഈ ഭൂരിപക്ഷത്തിന്റെ നന്മ നോക്കുമ്പോൾ ഒരു ചെറിയ വിഭാഗം ആളുകൾ, ന്യൂനപക്ഷം, അവരുടെ അവകാശങ്ങൾ അത് ചിലപ്പോൾ അവഗണിക്കപ്പെടില്ലേ? അവരുടെ സന്തോഷത്തിന് വിലയില്ലേ? അതെ, അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. ഈയൊരു അപകടം ജോൺ റോൾസ് എന്ന് പറയുന്ന ചിന്തകൻ കൃത്യമായിട്ട് എടുത്തു കാണിച്ചു. അദ്ദേഹം ബെന്താമിന്റെ സിദ്ധാന്തത്തെ നന്നായിട്ട് വിമർശിച്ചു. ഈ ഭൂരിപക്ഷത്തിന്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ന്യൂനപക്ഷത്തെ അങ്ങ് ബലി കഴിക്കാൻ ഇതിടവരുത്തുമെന്ന് റോൾസ് പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം എ തിയറി ഓഫ് ജസ്റ്റിസ് എന്ന അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകത്തിൽ തികച്ചും വേറൊരാശയം മുന്നോട്ട് വെച്ചു. എന്തായിരുന്നു റോൾസിന്റെ ആശയം? അതെങ്ങനെയാണ് ഈ പറഞ്ഞ ഭൂരിപക്ഷ ന്യൂനപക്ഷ പ്രശ്നത്തെ മറികടക്കാൻ ശ്രമിക്കുന്നത്? റോൾസ് നമ്മളോട് ഒരു കാര്യം സങ്കല്പിക്കാൻ ആവശ്യപ്പെടുന്നു. ഒരു കൂട്ടം ആളുകൾ അവർക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കാൻ ഒത്തുകൂടുകയാണെന്ന് വെക്കുക. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, ഈ ആളുകൾക്ക് അവരെക്കുറിച്ചോ മറ്റുള്ളവരെക്കുറിച്ചോ യാതൊരു വിവരവുമില്ല. താൻ ആണാണോ പെണ്ണാണോ പണക്കാരനാണോ പാവപ്പെട്ടവനാണോ ഉയർന്ന ജാതിയാണോ താഴ്ന്ന ജാതിയാണോ ആരോഗ്യമുള്ള ആളാണോ അതോ ഭിന്നശേഷിക്കാരനാണോ ഇതൊന്നും അവർക്കറിയില്ല. സമൂഹം എങ്ങനെയായിരിക്കുമെന്നും അറിയില്ല. ഇതിനെയാണ് റോൾസ് അജ്ഞതയുടെ മൂടുപടം, വെയിൽ ഓഫ് ഇഗ്നറൻസ് എന്ന് വിളിച്ചത്. അജ്ഞതയുടെ മൂടുപടം, കൊള്ളാലോ പേര്, കൗതുകമുണ്ട്. അപ്പോൾ ഈ മൂടുപടത്തിന് പിന്നിലിരുന്ന് നിയമമുണ്ടാക്കിയാൽ എന്ത് സംഭവിക്കുമെന്നാണ് റോൾസ് പറയുന്നത്? ഈ മൂടുപടത്തിന് പിന്നിലിരുന്ന് നിയമം ഉണ്ടാക്കുമ്പോൾ ആരും സ്വന്തം താൽപ്പര്യത്തിന് വേണ്ടി വാദിക്കില്ല. കാരണം എന്താ? തന്റെ താൽപ്പര്യം എന്താണെന്ന് അയാൾക്കറിയില്ലല്ലോ. ആ മൂടുപടം മാറുമ്പോൾ താൻ ചിലപ്പോൾ സമൂഹത്തിലെ ഏറ്റവും താഴെയുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും മുകളിലുള്ള ആളായിരിക്കാം. ആർക്കും ഉറപ്പില്ല. അതുകൊണ്ട് എല്ലാവരും എന്തു ചെയ്യും? ഏറ്റവും മോശം അവസ്ഥയിലുള്ള ആൾക്ക് പോലും ഏറ്റവും നല്ല പരിഗണന കിട്ടുന്ന രീതിയിലുള്ള നിയമങ്ങളുണ്ടാക്കാൻ നോക്കും. കാരണം നാളെ താനും ആ അവസ്ഥയിൽ പെട്ടേക്കാമെന്നൊരു ചിന്ത സ്വാഭാവികമായി വരും. റോൾസിന്റെ ലക്ഷ്യം ഇങ്ങനെ വ്യക്തിപരമായ താൽപ്പര്യങ്ങൾക്കൊന്നും അതീതമായിട്ട് എല്ലാവർക്കും ഒരുപോലെ നീതി ഉറപ്പാക്കുന്ന തത്വങ്ങളെ അടിസ്ഥാനമാക്കി ഒരു നല്ല സമൂഹം, ഒരു വെൽ ഓർഡേർഡ് സൊസൈറ്റി ഉണ്ടാക്കുക എന്നതാണ്. ഏറ്റവും ദുർബലനായ ആളുടെ ഭാഗത്തുനിന്ന് നിയമങ്ങളെ നോക്കിക്കാണാൻ ഇത് നമ്മളെ പ്രേരിപ്പിക്കും. നീതിയുടെ മറ്റു ചില പ്രായോഗിക രൂപങ്ങളെക്കുറിച്ച് സംസാരിച്ചാലോ? ഈ വിതരണ നീതി, തിരുത്തൽ നീതി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പറയാം. വിതരണ നീതിയെ ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്, അത് ശ്രദ്ധിക്കുന്നത് സമൂഹത്തിലെ വിഭവങ്ങൾ, അത് പണമാവാം, അവസരങ്ങളാവാം, അല്ലെങ്കിൽ അധികാരമാവാം, ഇതൊക്കെ എങ്ങനെ ന്യായമായി വീതിക്കണം എന്നതിലാണ്. സമൂഹം ഒരു കേക്കാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര വലിയ കഷണം കിട്ടണം, എന്തടിസ്ഥാനത്തിൽ അത് വീതിക്കണം, യോഗ്യത നോക്കണോ, ആവശ്യം നോക്കണോ, അതോ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണോ? ഇതൊക്കെയാണ് വിതരണ നീതിയുടെ പ്രധാന ചോദ്യങ്ങൾ. ഉദാഹരണത്തിന്, ഈ പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം കൊടുക്കുന്നില്ലേ? അതൊരു തരം വിതരണ നീതി നടപ്പാക്കാനുള്ള ശ്രമമാണ്. ഓക്കേ, അപ്പോൾ തിരുത്തൽ നീതിയോ, കറക്റ്റീവ് ജസ്റ്റിസ്? തിരുത്തൽ നീതി വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഒരാൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും തെറ്റ് ചെയ്യുകയോ നഷ്ടം വരുത്തുകയോ ചെയ്യുമ്പോഴാണ്. അവിടെ നീതി നടപ്പാക്കുക എന്നു പറഞ്ഞാൽ ആ തെറ്റ് തിരുത്തുക, അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കാണുക എന്നതാണ്. തെറ്റ് ചെയ്തയാളെ ശിക്ഷിക്കുക, നഷ്ടപ്പെട്ടത് തിരികെ കൊടുപ്പിക്കുക, അല്ലെങ്കിൽ നഷ്ടപരിഹാരം വാങ്ങി നൽകുക. ഇതൊക്കെ തിരുത്തൽ നീതിയുടെ ഭാഗമായി വരും. ഒരു തെറ്റിനോടുള്ള നമ്മുടെ പ്രതികരണം ന്യായമായിരിക്കണം എന്നതാണ് അതിൻ്റെ ഒരു കാതൽ.
ഈ നിയമവ്യവസ്ഥയിൽ സ്വാഭാവിക നീതി എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ, അത് പാലിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അതെന്താണ് സംഭവം? അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എഴുതിവെച്ച നിയമങ്ങളിൽ പെട്ടില്ലെങ്കിൽ പോലും ഒരു തീരുമാനം നീതിയുക്തമാകണമെങ്കിൽ പാലിച്ചിരിക്കേണ്ട ചില അടിസ്ഥാന മര്യാദകളുണ്ട്. ഭരണാധികാരികളോ കോടതികളോ ഒക്കെ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നത് തടയാനും സാധാരണ പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുമാണ് ഈ സ്വാഭാവിക നീതിയുടെ തത്വങ്ങൾ പ്രധാനമായും സഹായിക്കുന്നത്. ഇതിൽ പ്രധാനമായും 2 തത്വങ്ങളുണ്ട്. ഒന്ന്, നിമോ ജുഡെക്സ് ഇൻ സെയെ കൗസ, അതായത് സ്വന്തം കേസിൽ ആരും ജഡ്ജിയാകരുത്. തീരുമാനമെടുക്കുന്ന ആൾക്ക് ആ വിഷയത്തിൽ എന്തെങ്കിലും വ്യക്തിപരമായോ സാമ്പത്തികമായോ ഒരു താൽപ്പര്യമുണ്ടെങ്കിൽ ആ തീരുമാനം ശരിയല്ല, പക്ഷപാതം പാടില്ല എന്ന് ചുരുക്കം. രണ്ടാമത്തേത് ഓഡി അൾട്രാം പാർട്ടം. മറ്റേ ഭാഗം കൂടി കേൾക്കണമെന്നത്. അതെ, മറ്റേ ഭാഗം കൂടി കേൾക്കണം. ഒരാൾക്കെതിരെ ഒരു നടപടിയെടുക്കും മുൻപ് അയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനുള്ള അവസരം കൊടുക്കണം. അത് കേൾക്കാതെ ശിക്ഷിക്കുന്നത് സ്വാഭാവിക നീതിയുടെ ലംഘനമാണ്. പിന്നീട് ഇതിനോട് ചേർത്ത് വച്ചൊരു കാര്യമാണ് റീസന്റ് ഡിസിഷൻ. അതായത് എന്ത് തീരുമാനമെടുത്താലും അതിനൊരു കാരണം പറയണം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനത്തിലെത്തിയതെന്ന് വ്യക്തമാക്കണം. ഇത് അധികാര ദുർവിനിയോഗം തടയാൻ സഹായിക്കും. ശരി. നമ്മൾ സാധാരണ കേസുകളെപ്പറ്റി പറയുമ്പോൾ സിവിൽ കേസ്, ക്രിമിനൽ കേസ് എന്നൊക്കെ തരംതിരിക്കുന്നത് കേൾക്കാറുണ്ടല്ലോ. നിയമപരമായിട്ട് എന്താണ് ഇവ തമ്മിലുള്ളൊരു പ്രധാന വ്യത്യാസം? നല്ല ചോദ്യമാണ്. ഇത് പലപ്പോഴും ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ്. ലളിതമായി പറഞ്ഞാൽ, സിവിൽ നടപടികളുടെ ലക്ഷ്യം വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക അല്ലെങ്കിൽ അത് പുനഃസ്ഥാപിക്കുക എന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരാളിൽ നിന്ന് കുറച്ച് പണം കിട്ടാനുണ്ട് എന്ന് വയ്ക്കുക. അത് കിട്ടാൻ വേണ്ടി കേസ് കൊടുക്കുന്നത് ഒരു സിവിൽ നടപടിയാണ്. അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ പ്രധാനമായും നഷ്ടപരിഹാരം കിട്ടുക അല്ലെങ്കിൽ അവകാശം സ്ഥാപിച്ചു കിട്ടുക എന്നൊക്കെയാണ് ലക്ഷ്യം. എന്നാൽ ക്രിമിനൽ നടപടികൾ ലക്ഷ്യമിടുന്നത് ഒരു കുറ്റകൃത്യം ചെയ്ത വ്യക്തിയെ ശിക്ഷിക്കുക എന്നതാണ്. മോഷണം, കൊലപാതകം പോലുള്ള കുറ്റകൃത്യങ്ങൾ. അത് സമൂഹത്തിനെതിരായുള്ള തെറ്റുകളായാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് സ്റ്റേറ്റ്, അതായത് ഭരണകൂടമാണ് ഇവിടെ കേസ് നടത്തുന്നത്. ഇതിലെ ശിക്ഷ എന്ന് പറയുന്നത് പിഴയാകാം, തടവാകാം, ചിലപ്പോൾ വധശിക്ഷ വരെയാകാം. അപ്പോൾ സിവിൽ കേസ് പ്രധാനമായും ഒരു പരിഹാരമാണ് തേടുന്നതെങ്കിൽ ക്രിമിനൽ കേസ് ശിക്ഷ നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. ചില കാര്യങ്ങൾ അത് സിവിൽ പെറ്റുമാവാം, ക്രിമിനൽ കുറ്റവുമാവാം, അങ്ങനെ വരാറുണ്ടോ? വരാം. ഉദാഹരണത്തിന്, ഒരാളെക്കുറിച്ച് മോശമായിട്ട് പറയുന്നത്, അപകീർത്തിപ്പെടുത്തുന്നത്, ഡിഫമേഷൻ. ഇത് നിങ്ങൾക്ക് വ്യക്തിപരമായി മാനനഷ്ടമുണ്ടായി എന്ന് പറഞ്ഞ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടൊരു സിവിൽ കേസ് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം ഇതൊരു ക്രിമിനൽ കുറ്റം കൂടിയാണ്. അതിന് വേറെ കേസും അതിൻ്റേതായ ശിക്ഷയുമുണ്ട്. അപ്പോൾ ഒരേ പ്രവൃത്തിക്ക് 2 തരത്തിലുള്ള നിയമപരമായ പ്രത്യാഘാതങ്ങളുണ്ടാവാം. ഇത് രണ്ടും കൈകാര്യം ചെയ്യുന്ന കോടതികളും നടപടിക്രമങ്ങളുമൊക്കെ വ്യത്യസ്തമായിരിക്കും. ഓക്കേ. അപ്പോ ഈ നിയമം ഉപയോഗിച്ച് നീതി നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനതിൻ്റേതായ ഗുണങ്ങളും ചിലപ്പോ ദോഷങ്ങളും ഉണ്ടാകുമല്ലോ. തീർച്ചയായും. ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. യൂണിഫോമിറ്റി. എന്താണ് നിയമമെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുന്നത് ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. ഇത് തോന്നിയ പോലെ ഓരോരുത്തർ തീരുമാനങ്ങളെടുക്കുന്നത് തടയും. അതുപോലെ നിയമം നിഷ്പക്ഷത ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു. ജഡ്ജിമാർ നിയമമനുസരിച്ചാണ് തീരുമാനമെടുക്കേണ്ടത്, അല്ലാതെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾ നോക്കിയല്ല. എന്നാൽ പോരായ്മകളുമുണ്ട്. നിയമം ചിലപ്പോൾ ഭയങ്കര കർക്കശമായിരിക്കും, റിജിഡിറ്റി. മാറുന്ന സമൂഹത്തിനനുസരിച്ച് നിയമങ്ങൾ പെട്ടെന്നങ്ങ് മാറിയെന്ന് വരില്ല. അപ്പോൾ ചിലപ്പോൾ നിയമം പാലിക്കുന്നതൊരു അനീതിയായിട്ട് പോലും തോന്നിയേക്കാം. പിന്നെ ഈ സാങ്കേതികത്വം. ചിലപ്പോൾ കേസിന്റെ മെറിറ്റിനേക്കാൾ നടപടിക്രമങ്ങളിലെ ചെറിയ പിഴവുകൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടിയെന്ന് വരാം. നിയമങ്ങൾ കൂടുതൽ സങ്കീർണമാവുന്നതും ഒരു പ്രശ്നമാണ്. സാധാരണക്കാർക്ക് നിയമവ്യവസ്ഥയെ മനസ്സിലാക്കാനും അത് ഉപയോഗിക്കാനും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് കടക്കാം. കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ നൽകുന്നതിനെക്കുറിച്ച്. എന്തിനാണ് ശിക്ഷ നൽകുന്നത്? അതിന്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ശിക്ഷ നൽകുന്നതിന് പലതരം ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, കുറ്റകൃത്യങ്ങൾ വീണ്ടും നടക്കാതിരിക്കാൻ നോക്കുക. മറ്റുള്ളവർ ഇത് കണ്ട് പേടിച്ച് കുറ്റം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ കുറ്റം ചെയ്ത വ്യക്തിയെ നേർവഴിക്ക് നടത്താൻ ശ്രമിക്കുക. സമൂഹത്തിൽ ഒരു നിയമവാഴ്ചയുണ്ട് എന്ന് ഉറപ്പാക്കുക. ഇതൊക്കെ ശിക്ഷയുടെ ലക്ഷ്യങ്ങളിൽപ്പെടും. ഈ ലക്ഷ്യങ്ങൾ നേടാൻ പലതരം ശിക്ഷാരീതികളും അതിന്റെ പിന്നിൽ പല സിദ്ധാന്തങ്ങളും ഉണ്ടാകുമല്ലോ. അതെ. പ്രധാനമായിട്ടും ഒരു 4 സിദ്ധാന്തങ്ങളെക്കുറിച്ച് പറയാം. ഒന്ന്, പ്രതിരോധ സിദ്ധാന്തം, ഡിറ്ററന്റ് തിയറി.
ഇതിന്റെ ആശയം സിമ്പിളാണ്. ശിക്ഷ നല്ല കഠിനമാക്കുക. അപ്പോൾ അത് കാണുന്ന മറ്റുള്ളവർ പേടിച്ചു കുറ്റം ചെയ്യാതിരിക്കും. കുറ്റം ചെയ്തയാൾക്കും വീണ്ടും ചെയ്യാനൊരു പേടിയുണ്ടാകും. ശിക്ഷ ഒരു പാഠമാകണം സമൂഹത്തിന്. കടുത്ത ശിക്ഷയുള്ളതുകൊണ്ട് മാത്രം കുറ്റകൃത്യങ്ങൾ കുറയുന്നുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്. ഈ സിദ്ധാന്തത്തിന് ഒരുപാട് വിമർശനങ്ങളുണ്ട്. പലപ്പോഴും കടുത്ത ശിക്ഷകൾ കൊണ്ട് മാത്രം കുറ്റകൃത്യങ്ങൾ കുറയുന്നില്ല എന്നതാണ് സത്യം. ഉദാഹരണത്തിന്, വധശിക്ഷയുള്ള രാജ്യങ്ങളിലും അത്തരം കുറ്റങ്ങൾ നടക്കുന്നുണ്ടല്ലോ. പിന്നെ ഈ സിദ്ധാന്തം കുറ്റവാളിയെ ഒരു മനുഷ്യനായിട്ട് കാണുന്നില്ല, വെറുമൊരു ഉദാഹരണമായിട്ടാണ് കാണുന്നത്. അയാൾക്ക് മാറാനോ നന്നാകാനോ ഒരവസരം കൊടുക്കുന്നില്ല. രണ്ടാമത്തെ സിദ്ധാന്തം, പ്രതികാര സിദ്ധാന്തം, റിട്രിബ്യൂട്ടീവ് തിയറി. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്നൊക്കെ നമ്മൾ പറയില്ലേ? കേട്ടിട്ടുണ്ട്. ബാല ഇതിന്റെ ഒരു ബേസിക് ഐഡിയ. ചെയ്ത തെറ്റിന് അതേ അളവിലുള്ള ശിക്ഷ തിരിച്ചു കൊടുക്കുക. ഇര അനുഭവിച്ച വേദനയ്ക്ക് പകരമായിട്ട് കുറ്റവാളിയെയും വേദനിപ്പിക്കുക. ഇതൊരു തരം പ്രതികാരം ചെയ്യലാണ്. പക്ഷേ എത്രത്തോളം പ്രതികാരം ന്യായമാണ് എന്ന് അളക്കാൻ വലിയ പാടാണ്. ഇത് മനുഷ്യത്വപരമല്ല എന്ന് കരുതുന്നതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഇതിന് വലിയ സ്വീകാര്യതയില്ല. മൂന്നാമത്തേത്, നിവാരണ സിദ്ധാന്തം, പ്രിവെന്റീവ് തിയറി. ഇതിന്റെ ലക്ഷ്യം കുറ്റവാളിയെ സമൂഹത്തിൽ നിന്നങ്ങ് മാറ്റി നിർത്തുക. അങ്ങനെ അയാൾ വീണ്ടും കുറ്റം ചെയ്യുന്നത് തടയുക. ഉദാഹരണത്തിന്, ഒരാളെ ജീവപര്യന്തം തടവിലിടുന്നത് അയാൾ പുറത്തിറങ്ങി വീണ്ടും കുറ്റം ചെയ്യാതിരിക്കാനാണ്. വധശിക്ഷയും ഇതിന്റെ ഭാഗമായിട്ട് വരും. കാരണം മരിച്ചാൾക്ക് പിന്നെ കുറ്റം ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നാൽ ഒരാളെ എന്നേക്കുമായി സമൂഹത്തിൽ നിന്നിങ്ങനെ അകറ്റുന്നതിലെ ധാർമ്മികതയും ഒരു ചോദ്യമാണ്. നാലാമത്തെ സിദ്ധാന്തം, പരിഷ്കരണ സിദ്ധാന്തം. ഇവിടെ ഊന്നൽ കൊടുക്കുന്നത് ശിക്ഷയ്ക്കല്ല, മറിച്ച് കുറ്റവാളിയെ പരിഷ്കരിച്ച് നല്ല പൗരനാക്കി മാറ്റാനാണ്. കുറ്റകൃത്യത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കൗൺസിലിംഗ്, വിദ്യാഭ്യാസം, തൊഴിൽ പരിശീലനം ഇതൊക്കെ നൽകി അവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. ഈ ജുവനൈൽ ജസ്റ്റിസ് സിസ്റ്റം, തുറന്ന ജയിലുകൾ, ഓപ്പൺ ജയിൽസ് എന്നൊക്കെയുള്ള ആശയങ്ങൾ ഈ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ പരിഷ്കരണ സിദ്ധാന്തം കേൾക്കാൻ വളരെ നല്ലതായി തോന്നുന്നു. എന്നാൽ എല്ലാ കുറ്റവാളികളെയും ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമോ? ഈ സ്ഥിരം കുറ്റവാളികൾ അല്ലെങ്കിൽ വളരെ ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തവർ, അവരുടെ കാര്യത്തിൽ ഇതെത്രത്തോളം പ്രായോഗികമാണ്? തീർച്ചയായും. അതാണ് ഈ സിദ്ധാന്തം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഈ സ്ഥിരം കുറ്റവാളികളെയും സമൂഹത്തിന് വലിയ ഭീഷണിയാകുന്നവരെയുമൊക്കെ പരിഷ്കരിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുപോലെ കുറ്റകൃത്യത്തിന് ഇരയായ ആളുടെ ഒരു വേദനയില്ലേ, അതിനെ ഈ സിദ്ധാന്തം വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്നൊരു വിമർശനവുമുണ്ട്. കുറ്റവാളിയെ നന്നാക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇരയ്ക്ക് നീതി കിട്ടിയോ എന്നൊരു ചോദ്യം അവിടെ വരും. അപ്പം നമ്മളിന്ന് നിയമവും നീതിയും തമ്മിലുള്ള ആ ഒരു സങ്കീർണമായ ബന്ധത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. നിയമം ഒരു ചട്ടക്കൂടാണെങ്കിൽ നീതി അതിനകത്തും പുറത്തുമൊക്കെയായി നിൽക്കുന്ന ഒരു ധാർമ്മിക ലക്ഷ്യം കൂടിയാണ്. ബെന്താമിന്റെ ആ ഭൂരിപക്ഷത്തിന്റെ സന്തോഷം തൊട്ട് റോൾസിന്റെ അജ്ഞതയുടെ മൂടുപടം വരെയുള്ള നീതിയെക്കുറിച്ചുള്ള വ്യത്യസ്ത ചിന്തകൾ നമ്മൾ കണ്ടു. അതെ, വിഭവങ്ങൾ എങ്ങനെ പങ്കുവെക്കണം എന്നതിലെ നീതി വിതരണം, തെറ്റുകൾ എങ്ങനെ തിരുത്തണം എന്നതിലെ നീതി തിരുത്തൽ, ന്യായമായ നടപടിക്രമങ്ങൾ ഉറപ്പാക്കുന്ന സ്വാഭാവിക നീതി, പിന്നെ എന്തിനാണ് ശിക്ഷിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമായി വരുന്ന 4 സിദ്ധാന്തങ്ങൾ: പ്രതിരോധം, പ്രതികാരം, നിവാരണം, പരിഷ്കരണം. ഇവയെല്ലാം നമ്മളൊന്ന് തൊട്ടുപോയി. ഓരോന്നിനും അതിൻ്റേതായ ഒരു യുക്തിയുണ്ട്, പരിമിതികളുമുണ്ട്. നീതി എന്ന് പറയുന്നത് അതൊറ്റയടിക്കൊരു ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന ഒന്നല്ല. നിരന്തരമായൊരു അന്വേഷണവും ചർച്ചയുമൊക്കെ ആവശ്യപ്പെടുന്ന ഒന്നാണെന്ന് ഈ സംഭാഷണം വ്യക്തമാക്കുന്നുണ്ട്. ശരിയാണ്. ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചിന്ത നിങ്ങൾക്കായിട്ടിവിടെ വെക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഈ വ്യത്യസ്ത ശിക്ഷാ സിദ്ധാന്തങ്ങളെ, അതായത് പേടിപ്പിക്കണോ, പ്രതികാരം ചെയ്യണോ, മാറ്റി നിർത്തണോ, അതോ നന്നാക്കിയെടുക്കണോ, ഇവയെ എങ്ങനെയാണ് ഏറ്റവും നന്നായിട്ട് ബാലൻസ് ചെയ്യാൻ കഴിയുക? പിന്നെ ജോൺ റോൾസ് പറഞ്ഞ ആ അജ്ഞതയുടെ മൂടുപടം, സ്വന്തം താൽപ്പര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഏറ്റവും താഴെയുള്ള ആളുടെ കണ്ണിലൂടെ നിയമങ്ങളെ കാണുക എന്ന ഒരാശയം നമ്മുടെ ഇന്നത്തെ നിയമനിർമ്മാണങ്ങളിലും നയരൂപീകരണങ്ങളിലുമൊക്കെ എത്രത്തോളം പ്രായോഗികമാക്കാൻ നമുക്ക് സാധിക്കും? നമ്മൾ ദിവസവും കേൾക്കുന്ന നിയമങ്ങൾ, കോടതി വിധികൾ, ഇതൊക്കെ എവിടുന്നാ വരുന്നത്? ശരിക്കും ഒരു ജഡ്ജി ഒരു കേസിൽ തീരുമാനമെടുക്കുമ്പോൾ എന്തായിരിക്കും അവരുടെ മുന്നിലുള്ള വഴികാട്ടി? ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒറ്റനോട്ടത്തിൽ ഒരുപാട് സങ്കീർണമായിട്ട് തോന്നാം. എന്നാലും നിയമത്തിന്റെ ഈ ലോകത്തേക്ക് നമുക്കൊന്നിറങ്ങി നോക്കിയാലോ?
തീർച്ചയായും. ഇന്ന് നമ്മൾ നോക്കുന്നത് നിയമത്തിന്റെ ഉറവിടങ്ങളെക്കുറിച്ചാണ്. അതായത് എവിടെ നിന്നാണ് ഈ നിയമങ്ങളൊക്കെ വരുന്നത്. ഒരു കോടതിയുടെ തീരുമാനം അതെങ്ങനെ മറ്റൊരു കേസിലെ നിയമമായിട്ട് മാറും. ഉം, പിന്നെ നമ്മുടെ പാർലമെന്റും നിയമസഭകളും ഒക്കെ ഇല്ലേ, അവരെങ്ങനെ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. അതെ. അതുപോലെ നമ്മൾ കാലങ്ങളായിട്ട് പിന്തുടരുന്ന ചില ആചാരങ്ങൾ, അതിനൊക്കെ നിയമത്തിൽ വല്ല സ്ഥാനവുമുണ്ടോ? ഒരു പ്രധാന ചോദ്യമാണത്. ഇനി ഈ എഴുതിവെച്ച നിയമങ്ങളുണ്ടല്ലോ, അതിലെ വാക്കുകൾക്ക് കോടതികൾ എങ്ങനെയാ ഒരു അർത്ഥം കണ്ടെത്തുന്നത്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഒന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. ശരിയാണ്. ഇതിനായിട്ട് നമ്മൾ പ്രധാനമായും നോക്കുന്നത് നിയമശാസ്ത്രത്തിലെ ചില അടിസ്ഥാന ആശയങ്ങൾ പറയുന്ന ചില കാര്യങ്ങളാണ്. അതെ, ജൂറിസ്പ്രുഡൻസിലെ പ്രധാന ആശയങ്ങൾ. ജോൺ സാൽമണ്ട് പോലെയുള്ള നിയമപണ്ഡിതരുടെ ചിന്തകള്, പിന്നെ പ്രധാനപ്പെട്ട ചില കോടതി വിധികള്, അതൊക്കെ നമ്മൾ നോക്കും. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഈ നിയമം എന്ന് പറയുന്നത് കുറെ പുസ്തകത്തിലെ വരികൾ മാത്രമല്ല. അതിന് ചരിത്രമുണ്ട്, സമൂഹവുമായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ശരിയാണ്. ആ ഒരു കാഴ്ചപ്പാടോടെ ഇതിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഒന്ന് ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇതൊരു തുടക്കം മാത്രമാണ്, എന്നാലും നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടാൻ ഇത് സഹായിക്കും എന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? നിയമം എവിടെ നിന്ന് വരുന്നു? ആ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാല്ലേ? ആവാം. ഈ ജോൺ സാൽമണ്ട് പ്രശസ്തനായ ഒരു നിയമപണ്ഡിതനാണ്. അദ്ദേഹം ഈ നിയമത്തിന്റെ ഉറവിടങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന്, ഭൗതിക ഉറവിടങ്ങൾ, അതായത് മെറ്റീരിയൽ സോഴ്സസ്. മെറ്റീരിയൽ സോഴ്സസ്. രണ്ട്, ഔപചാരിക ഉറവിടങ്ങൾ, അഥവാ ഫോർമൽ സോഴ്സസ്. ഭൗതിക ഉറവിടങ്ങളാണ് നിയമത്തിന് അതിന്റെ കണ്ടന്റ്, അതായത് ഉള്ളടക്കം കൊടുക്കുന്നത്. നിയമം എന്തായിരിക്കണമെന്ന് പറയുന്നത്. ഓക്കെ. പക്ഷേ അതിനെ ഒരു നിയമമായിട്ട് അംഗീകരിക്കുന്നത്, അതിന് നിയമസാധുത കൊടുക്കുന്നത്, അതാണ് ഈ ഫോർമൽ സോഴ്സസ് ചെയ്യുന്നത്. അപ്പോ ഈ ഭൗതിക ഉറവിടങ്ങൾ, അതിൽ തന്നെ വേറെ തരംതിരിവുകളുണ്ടോ? ഉണ്ട്. പ്രധാനമായിട്ടും രണ്ടെണ്ണം. ഒന്ന്, നിയമപരമായ ഉറവിടങ്ങൾ, ലീഗൽ സോഴ്സസ്. പിന്നെ ചരിത്രപരമായ ഉറവിടങ്ങൾ, ഹിസ്റ്റോറിക്കൽ സോഴ്സസ്. നിയമപരമായ ഉറവിടങ്ങൾ. അതെ, ലീഗൽ സോഴ്സസ്. ഇതിന് നിയമപരമായ ഒരു സാധുതയുണ്ട്. കോടതികൾ ഇതിനെ അംഗീകരിക്കണം, പിന്തുടരണം. രാഷ്ട്രം, അതായത് സ്റ്റേറ്റ്, നിയമങ്ങൾക്ക് രൂപം കൊടുക്കാൻ ഉപയോഗിക്കുന്ന വഴികളാണിവ. ഉദാഹരണത്തിന് ലെജിസ്ലേഷൻ, അതായത് നിയമനിർമ്മാണം. ഓക്കെ. പിന്നെ കോടതി വിധികൾ അല്ലെങ്കിൽ പ്രസിഡന്റ്. അതുപോലെ ആചാരങ്ങൾ, കസ്റ്റം. പിന്നെ കരാറുകൾ, അഗ്രിമെന്റ്. ഇതൊക്കെ ലീഗൽ സോഴ്സസ് ആണ്. അപ്പോ ഹിസ്റ്റോറിക്കൽ സോഴ്സസ്, അതായത് ചരിത്രപരമായ ഉറവിടങ്ങൾക്കോ അതിന് ഇത്രയും പ്രാധാന്യമില്ലേ? അതിന് നേരിട്ട് നിയമസാധുതയില്ല. അതായത് കോടതി അത് അതേപടി എടുത്തുപയോഗിക്കണമെന്നില്ല. പക്ഷേ നിയമം എങ്ങനെ ഇന്നത്തെ രൂപത്തിൽ എത്തി എന്നതിൽ അതിന് വലിയ പങ്കുണ്ട്. എങ്ങനെയെന്ന് പറയാമോ? ഇപ്പോ വിദേശ രാജ്യങ്ങളിലെ കോടതി വിധികൾ, അല്ലെങ്കിൽ വലിയ നിയമ പണ്ഡിതരുടെ അഭിപ്രായങ്ങൾ, ഇതൊന്നും നമ്മുടെ കോടതികൾക്ക് നേരിട്ട് ബാധകമല്ല. ശരി. പക്ഷേ ഒരു പുതിയ നിയമം ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ നിലവിലുള്ള ഒരു നിയമം വ്യാഖ്യാനിക്കുമ്പോഴോ ഇതൊക്കെ കോടതികൾക്ക് പരിഗണിക്കാവുന്നതാണ്. ഓക്കെ. ഒരു പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, എല്ലാ നിയമത്തിനും ഒരു ചരിത്രപരമായ ഉറവിടം ഉണ്ടാവാം. പക്ഷേ എല്ലാ നിയമത്തിനും നിയമപരമായ ഉറവിടം ഉണ്ടാവണമെന്നില്ല. മനസ്സിലായി. അപ്പോ ഈ നിയമപരമായ ഉറവിടങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കോടതി വിധികൾ, അല്ലേ? പ്രസിഡന്റ് എന്ന് നമ്മൾ പറഞ്ഞു. അതെന്താണ്? കുറച്ചുകൂടി വ്യക്തമാക്കാമോ? തീർച്ചയായും. ഒരു കോടതി ഒരു കേസിൽ ഒരു നിയമപരമായ തത്വം ഉപയോഗിച്ചൊരു വിധി പറയുമ്പോൾ, പിന്നീട് അതേപോലത്തെ സാഹചര്യങ്ങൾ വരുന്ന കേസുകളിൽ, പ്രത്യേകിച്ചതിന് താഴെയുള്ള കോടതികൾ ആ തത്വം പിന്തുടരണം. കീഴ്ക്കോടതികൾ. അതെ, കീഴ്ക്കോടതികൾ. ഇതിനെയാണ് നമ്മൾ ജുഡീഷ്യൽ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇത് നിയമത്തിനൊരു സ്ഥിരതയും ഒരു ഉറപ്പും നൽകാൻ സഹായിക്കും. എല്ലാ കോടതി വിധികളും ഇങ്ങനെ പിന്തുടരേണ്ടതാണോ? അതോ അതിൽ വ്യത്യാസമുണ്ടോ? അല്ല, വ്യത്യാസമുണ്ട്. പ്രസിഡന്റുകളെ പലതായിട്ട് തിരിക്കാം. ഒരു പ്രധാന വേർതിരിവ് ആധികാരികം, ഒഥോറിറ്റേറ്റീവ്, പിന്നെ പ്രേരിപ്പിക്കുന്നത്, പെർസ്വേസീവ് എന്നതാണ്. ഒഥോറിറ്റേറ്റീവും പെർസ്വേസീവും. അതെ, ആധികാരിക പ്രസിഡന്റുകൾ കീഴ്ക്കോടതികൾ നിർബന്ധമായും പിന്തുടരേണ്ടതാണ്. അവ നിയമപരമായ ഉറവിടങ്ങളാണ്, ലീഗൽ സോഴ്സസ്. നിർബന്ധമാണ്. എന്നാൽ പ്രേരിപ്പിക്കുന്ന പ്രസിഡന്റുകൾക്ക് അത്ര നിർബന്ധ സ്വഭാവമില്ല. ഉദാഹരണം പറയാമോ? ഇപ്പോ കേരള ഹൈക്കോടതിയുടെ ഒരു വിധി, മദ്രാസ് ഹൈക്കോടതിക്ക് അതൊരു പെർസ്വേഷൻ പ്രസിഡന്റാണ്. അവർക്കത് പരിഗണിക്കാം, പക്ഷേ അതേപടി പിന്തുടരണമെന്ന നിർബന്ധമില്ല. ഓക്കെ. അതുപോലെ വലിയ നിയമപണ്ഡിതരുടെ അഭിപ്രായങ്ങൾ, പുസ്തകങ്ങളൊക്കെ, ഇതൊക്കെ കോടതിക്ക് പരിഗണിക്കാവുന്ന പെർസ്വേസീവായ കാര്യങ്ങളാണ്. ഈ ഓഥോറിറ്റേറ്റീവ് പ്രസിഡന്റിൽ തന്നെ വ്യത്യാസങ്ങളുണ്ടോ? ഉണ്ട്.
ചിലത് സമ്പൂർണ്ണ ആധികാരികം ആബ്സല്യൂട്ട് ഓഥോറിറ്റേറ്റീവാണ്. അതായത് ഒരു കീഴ്ക്കോടതിക്ക് അതിലൊരു മാറ്റവും വരുത്താൻ പറ്റില്ല, തെറ്റാണെന്ന് തോന്നിയാൽ പോലും. അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണോ? അതെ. എന്നാൽ മറ്റു ചിലത് സോപാധിക ആധികാരികം കണ്ടീഷണൽ ഓഥോറിറ്റേറ്റീവാണ്. അതായത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കാരണം ബോധിപ്പിച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു തീരുമാനമെടുക്കാൻ കീഴ്ക്കോടതിക്ക് കഴിഞ്ഞേക്കാം. ഓക്കെ. പിന്നെ സാൽമണ്ട് തന്നെ പറയുന്ന വേറൊരു വേർതിരിവുണ്ട്. മൗലികം എന്നും പ്രഖ്യാപനപരമെന്നും. ഒറിജിനലും ഡിക്ലറേറ്ററിയും. അതെ. നിലവിലുള്ള ഒരു നിയമതത്വം ഒരു കേസിൽ എടുത്തു പ്രയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അതൊരു ഡിക്ലറേറ്ററി പ്രസിഡന്റാണ്. ഒരു നിയമം ഡിക്ലെയർ ചെയ്യുന്നു, അത്രയുള്ളൂ. ഓക്കെ. എന്നാൽ ഒരു പുതിയ നിയമതത്വം, മുമ്പില്ലാത്ത ഒന്ന്, കോടതി ആദ്യമായിട്ടുണ്ടാക്കി ഒരു കേസിൽ പ്രയോഗിക്കുകയാണെങ്കിൽ അത് ഒറിജിനൽ പ്രസിഡന്റായി. അവിടെ പുതിയൊരു നിയമം രൂപപ്പെടുകയാണ്. ഈ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് സ്റ്റെയർ ഡിസിസിസ്. അതെന്താണ്? ഇതിന് അതുമായി ബന്ധമുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ബന്ധമാണ്. സ്റ്റെയർ ഡിസിസിസ് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം തന്നെ സ്ഥിരപ്പെട്ട കാര്യങ്ങളിൽ മാറ്റം വരുത്തരുത് എന്നാണ്. ലെറ്റ് ദ ഡിസൈഡഡ് തിങ്സ് സ്റ്റാൻഡ്. അതെ, ഇതാണ് പ്രസിഡന്റ് സിദ്ധാന്തത്തിന്റെ അടിത്തറ. നിയമത്തിനൊരു സ്ഥിരത വേണം, ഒരു പ്രവചനാത്മകത വേണം. അതിനീ തത്വം അത്യാവശ്യമാണ്. ഇന്ത്യയിൽ ഇതെങ്ങനെയാണ്? ഇന്ത്യയിൽ നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 141 അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സുപ്രീം കോടതിയുടെ വിധികൾ രാജ്യത്തുള്ള എല്ലാ കോടതികൾക്കും ബാധകമാണ്. എല്ലാ കോടതികൾക്കും? അതെ. അതുപോലെ ഒരു ഹൈക്കോടതിയുടെ വിധി ആ സംസ്ഥാനത്തുള്ള കീഴ്ക്കോടതികൾക്കെല്ലാം ബാധകമാണ്. എന്നാൽ ഒരു ഹൈക്കോടതിയുടെ വിധി മറ്റൊരു ഹൈക്കോടതിക്ക് ബാധകമല്ല, അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ. അല്ല, അത് പെർസ്വേസീവ് മാത്രമാണ്. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. സുപ്രീം കോടതിക്ക് സ്വന്തം മുൻവിധികൾ ബാധകമാണെങ്കിലും അത് പുനഃപരിശോധിക്കാനും ആവശ്യമെങ്കിൽ തിരുത്താനും സുപ്രീം കോടതിക്ക് തന്നെ അധികാരമുണ്ട്. അപ്പോ ഒരു കോടതി വിധി വന്നു, അതിലെ എല്ലാ കാര്യങ്ങളും, ജഡ്ജി പറഞ്ഞ എല്ലാ വാചകങ്ങളും അടുത്ത കേസിൽ നിയമമാകുമോ? ഇല്ല, അങ്ങനെയല്ല. അവിടെയാണ് നമ്മൾ രണ്ട് പ്രധാന ആശയങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, റേഷ്യോ ഡെസിഡെന്റി. റാഷ്യോ ഡെസിഡെന്റി. രണ്ട്, ഒബിറ്റർ ഡിക്റ്റ. ഒബിറ്റർ ഡിക്റ്റ. റേഷ്യോ ഡെസിഡെന്റി എന്ന് പറഞ്ഞാൽ വിധിക്കുള്ള കാരണം എന്നാണ് അർത്ഥം. അതായത് ആ കേസിന്റെ പ്രത്യേക സാഹചര്യങ്ങളിൽ കോടതി എത്തിച്ചേർന്ന നിയമപരമായ തത്വം. ആ തത്വം എന്തുകൊണ്ട് പ്രയോഗിച്ചു എന്നുള്ള കാരണം. ഇതാണ് ശരിക്കും പ്രസിഡന്റായി മാറുന്നത്. കീഴ്ക്കോടതികൾ പിന്തുടരേണ്ടതും ഈ റേഷ്യോ ആണ്. അപ്പോ ഒബിറ്റർ ഡിക്റ്റയോ? ഒബിറ്റർ ഡിക്റ്റ എന്ന് പറഞ്ഞാൽ വഴിയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്നൊക്കെ അർത്ഥം വരും. അതായത് ആ കേസിന്റെ വിധിക്ക് നേരിട്ട് ആവശ്യമില്ലാത്ത, പക്ഷേ ജഡ്ജി നിയമത്തെക്കുറിച്ച് പൊതുവായി പറയുന്ന ചില നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ. സൈഡ് ടോക്ക് പോലെ? ഒരു തരത്തിൽ അങ്ങനെ പറയാം. ഇതിന് റേഷ്യോയുടെ അത്രയും നിയമപരമായ ബലമില്ല. അതൊരു ബൈൻഡിംഗ് പ്രസിഡന്റ് അല്ല. പക്ഷേ പലപ്പോഴും കീഴ്ക്കോടതികൾ ഇവയും ശ്രദ്ധിക്കാറുണ്ട്, അതിനൊരു പെർസ്വേസീവ് മൂല്യം കൽപ്പിക്കാറുണ്ട്. ഓക്കെ. ഇതിനോട് ചേർത്ത് കേൾക്കുന്ന വേറൊരു വാക്കുണ്ടല്ലോ, റെസ് ജുഡിക്കേറ്റ. അതെന്താണ്? ഇതിനർത്ഥം തീർപ്പാക്കപ്പെട്ട വിഷയമെന്നാണ്. അതായത് ഒരു കേസിൽ ഉൾപ്പെട്ട കക്ഷികൾക്ക് അവരുടെ വാദങ്ങൾ പറയാനും തെളിവുകൾ നൽകാനും അവസരം കിട്ടി, അതെല്ലാം പരിശോധിച്ച് കോടതി ഒരു അന്തിമ വിധി പറഞ്ഞു കഴിഞ്ഞാൽ, ഫൈനൽ ജഡ്ജ്മെന്റ്. അതെ, ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞാൽ പിന്നീട് അതേ കക്ഷികൾക്ക് അതേ വിഷയം സംബന്ധിച്ച് വീണ്ടും ഒരു കേസ് ഫയൽ ചെയ്യാൻ കഴിയില്ല. നിയമ നടപടികൾക്ക് ഒരവസാനം വേണം. ഒരേ കാര്യം വീണ്ടും വീണ്ടും കോടതിക്ക് മുന്നിൽ വരുന്നത് ഒഴിവാക്കാനാണ് ഈ തത്വം. ഇതിനെയാണ് റെസ് ജുഡിക്കേറ്റ എന്ന് പറയുന്നത്. അപ്പോ ഈ സ്റ്റെയർ ഡിസിസസ് ഒക്കെ വെച്ച് നോക്കുമ്പോ കോടതികൾക്ക് അവരുടെ പഴയ തീരുമാനങ്ങൾ മാറ്റാൻ കഴിയില്ല എന്നാണോ? എപ്പോഴും പഴയ വിധി പിന്തുടരണോ? അല്ലല്ല. സ്റ്റെയർ ഡിസിസസ് സ്ഥിരത ഉറപ്പാക്കുന്നുണ്ട് എന്നത് ശരിയാണ്. പക്ഷെ നിയമം എന്ന് പറയുന്നത് സമൂഹത്തിനനുസരിച്ച് മാറേണ്ട ഒന്നാണ്. അതെ. ചിലപ്പോ വർഷങ്ങൾക്ക് ശേഷം നോക്കുമ്പോൾ ഒരു പഴയ വിധി ഇന്നത്തെ കാലഘട്ടത്തിന് ചേർന്നതല്ല, അല്ലെങ്കിൽ അത് തെറ്റായിരുന്നു എന്ന് കോടതിക്ക് തന്നെ ബോധ്യപ്പെടാം. അങ്ങനെ വരാം. അത്തരം സാഹചര്യങ്ങളിൽ മേൽക്കോടതികൾക്ക്, പ്രത്യേകിച്ച് സുപ്രീം കോടതിക്ക്, പഴയ വിധികൾ പുനഃപരിശോധിച്ച് അതിനെ തിരുത്താൻ, ഓവർറോൾ ചെയ്യാൻ അധികാരമുണ്ട്. ഇത് കുറച്ച് പ്രശ്നമുള്ള കാര്യമല്ലേ? കാരണം ഒരു നിയമം നിലവിലുണ്ട് എന്ന് വിശ്വസിച്ച് ഒരുപാട് ആളുകൾ പല ഇടപാടുകളും നടത്തിയിട്ടുണ്ടാവും. ഒരു ദിവസം പെട്ടെന്ന് കോടതി പറയാണ്, പഴയ നിയമം തെറ്റായിരുന്നു എന്ന്. അപ്പൊ ആ ഇടപാടുകളുടെയൊക്കെ അവസ്ഥ എന്താവും? വളരെ ശരിയാണ്. അതൊരു വലിയ പ്രായോഗിക പ്രശ്നം തന്നെയാണ്. സാധാരണയായി ഒരു നിയമം റദ്ദാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വിധി തിരുത്തുമ്പോൾ അതിന് മുൻകാല പ്രാബല്യമാണ് ഉണ്ടാവുന്നത്. അതായത്
പണ്ട് മുതലേ അത് നിലവിലില്ലായിരുന്നു എന്ന പോലെ. അതെ, ആ നിയമം ഉണ്ടായ കാലം മുതലേ അത് അസാധുവായിരുന്നു എന്ന പോലെ. ഇത് പലപ്പോഴും വലിയ ആശയക്കുഴപ്പങ്ങൾക്കും ചിലപ്പോൾ അനീതിക്കും വരെ ഇടയാക്കും. ഈയൊരു പ്രശ്നം പരിഹരിക്കാനാണ് പ്രോസ്പെക്റ്റീവ് ഓവർറൂളിംഗ് എന്ന ആശയം വരുന്നത്. പ്രൊസ്പെക്റ്റീവ് ഓവർ റൂളിംഗ് പേര് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവുന്നുണ്ട്. അതെ, ഈ സിദ്ധാന്തമനുസരിച്ച് ഒരു കോടതിക്ക് ഒരു പഴയ വിധി തിരുത്തുമ്പോൾ ആ പുതിയ നിയമതത്വം ഭാവിയിലേക്ക് മാത്രമേ ബാധകമാവൂ, പ്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് എന്ന് തീരുമാനിക്കാൻ പറ്റും. അതായത് ആ വിധി വന്ന ദിവസത്തിന് ശേഷം നടക്കുന്ന കാര്യങ്ങൾക്ക് മാത്രം. അതെ, ആ വിധി വരുന്നതിന് മുൻപ് ആ പഴയ നിയമമനുസരിച്ച് നടന്ന കാര്യങ്ങളെ, ഇടപാടുകളെ ഈ പുതിയ മാറ്റം ബാധിക്കില്ല. ഇതൊരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ഇതെവിടെയാണ് ആദ്യമായി ഉപയോഗിച്ചത്? ഇന്ത്യയിലാണോ? അല്ല, ഇത് ആദ്യമായി അംഗീകരിച്ചത് അമേരിക്കൻ സുപ്രീം കോടതിയാണ്. 1932-ൽ ഗ്രേറ്റ് നോർത്തേൺ റെയിൽവേ വേഴ്സസ് സൺബേസ്റ്റ് ഓയിൽ എന്നൊരു കേസുണ്ടായിരുന്നു. നിയമത്തിൽ പെട്ടെന്നുണ്ടാവുന്ന മാറ്റം കാരണം മുൻപ് നടന്ന ഇടപാടുകൾ അസാധുവാവുന്നത് തടയുക എന്നതായിരുന്നു അതിന്റെ ലക്ഷ്യം. എന്നിട്ട് ഇന്ത്യയിലോ? ഇന്ത്യയിൽ നമ്മുടെ സുപ്രീം കോടതി ഈ സിദ്ധാന്തം ആദ്യമായിട്ട് വ്യക്തമായി പ്രയോഗിച്ചത് 1967-ലെ വളരെ പ്രശസ്തമായ IC ഗോലക്നാഥ് വി സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് കേസിലാണ്. ഗോലക്നാഥ് കേസ് അത് ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട കേസല്ലേ? ഭയങ്കര പ്രധാനപ്പെട്ട ഒന്നല്ലേ അത്? അതെ, വളരെ പ്രധാനപ്പെട്ട കേസാണ്. പഞ്ചാബിലെ ഭൂപരിഷ്കരണ നിയമങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു കേസ്. അതിലെ പ്രധാന നിയമപ്രശ്നം ഇതായിരുന്നു: ഇന്ത്യൻ പാർലമെന്റിന് ഭരണഘടനാ ഭേദഗതി ചെയ്തുകൊണ്ട് മൗലിക അവകാശങ്ങളിൽ മാറ്റം വരുത്താൻ അധികാരമുണ്ടോ? ആർട്ടിക്കിൾ 368 അനുസരിച്ച്. അതെ, ആ കേസിൽ സുപ്രീം കോടതിയുടെ ഭൂരിപക്ഷ വിധി വന്നത് പാർലമെന്റിന് മൗലിക അവകാശങ്ങളെ ഭേദഗതി ചെയ്യാൻ അധികാരമില്ല എന്നായിരുന്നു. ഓഹോ. പക്ഷേ അങ്ങനെയൊരു വിധി മുൻകാല പ്രാബല്യത്തോടെ നടപ്പാക്കിയാൽ അതിനു മുൻപ് ഭരണഘടനയിൽ വരുത്തിയ പല ഭേദഗതികളും, പ്രത്യേകിച്ച് സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടവ, അസാധുവാവുമായിരുന്നു. അതൊരു വലിയ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കുമായിരുന്നു. ശരിയാണ്, വലിയ പ്രശ്നമാകും. ആ ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് കോടതി പ്രോസ്പെക്റ്റീവ് ഓവർറൂളിംഗ് എന്ന ആശയം ഉപയോഗിച്ചത്. കോടതി പറഞ്ഞു, ഞങ്ങളുടെ ഈ വിധി, അതായത് പാർലമെന്റിന് മൗലികാവകാശം ഭേദഗതി ചെയ്യാൻ അധികാരമില്ല എന്നത് ഭാവിയിലേക്ക് മാത്രമേ ബാധകമാവുകയുള്ളൂ. അതായത് ഗോലക്നാഥ് വിധിക്ക് മുൻപ് നടന്ന ഭേദഗതികൾ അവയെല്ലാം സാധുമായി തുടരും. പക്ഷേ ഈ വിധിക്ക് ശേഷം പാർലമെന്റിന് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണ് കോടതി പറഞ്ഞത്. ഇതൊരു ഭയങ്കര മാറ്റമായിരുന്നിരിക്കണം. ഇതിനെതിരെ വിമർശനങ്ങളോ മറ്റോ ഉണ്ടായിരുന്നോ? തീർച്ചയായും ഒരുപാട് വിമർശനങ്ങൾ വന്നു. ഇത് നമ്മുടെ പ്രസിഡന്റ് സിസ്റ്റത്തിന് ചേർന്നതാണോ? പിന്നെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 13 ഉണ്ടല്ലോ. ആർട്ടിക്കിൾ 13 മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമായ നിയമങ്ങൾ അസാധുവാണെന്ന് പറയുന്നത്. അതെ, ആർട്ടിക്കിൾ 13 അനുസരിച്ച് മൗലികാവകാശ ലംഘനമായ ഒരു നിയമം തുടക്കം മുതലേ അസാധുവാണ്, വോയിഡ് ആബ് ഇനിഷ്യോ. അങ്ങനെയുള്ളൊരു നിയമത്തിന് എങ്ങനെയാണ് കുറച്ചു കാലത്തേക്കെങ്കിലും സാധുത നൽകാൻ പറ്റുന്നത്? ഇതൊരു പ്രധാന ചോദ്യമായിരുന്നു. ശരിയാണ്, അതൊരു വൈരുദ്ധ്യം പോലെ തോന്നുന്നുണ്ട്. ഗോലക്നാഥ് കേസില് കോടതി തന്നെ ഇതിന് ചില പരിധികൾ വെച്ചു. ഈ സിദ്ധാന്തം സാധാരണ കേസുകളിൽ ഉപയോഗിക്കാനാവില്ല, ഭരണഘടനാ വ്യാഖ്യാന കേസുകളിൽ, അതും സുപ്രീം കോടതിക്ക് മാത്രമേ ഇത് പ്രയോഗിക്കാൻ കഴിയൂ എന്നൊക്കെ പറഞ്ഞു. നീതി ഉറപ്പാക്കാനും ആശയക്കുഴപ്പം ഒഴിവാക്കാനുമാണ് ഇത് ഉപയോഗിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കി. ചുരുക്കി പറഞ്ഞാൽ, നിയമത്തിന്റെ സ്ഥിരതയും മാറ്റത്തിനുള്ള ആവശ്യകതയും തമ്മിലൊരു ബാലൻസ് കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു അത്. ഓക്കെ, അപ്പോൾ കോടതി വിധികൾ നിയമമാകുന്നതിനെക്കുറിച്ചും പഴയ വിധികൾ മാറുന്നതിനെക്കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി നിയമനിർമ്മാണ സഭകൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ, അതായത് ലെജിസ്ലേഷൻ, അതിലേക്ക് വരാം. ശരി, ലെജിസ്ലേഷൻ അഥവാ നിയമനിർമ്മാണം ഇന്നത്തെ കാലത്ത് നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടങ്ങളിൽ ഒന്നാണിത്. തീർച്ചയായും. ലെജിസ് എന്ന ലാറ്റിൻ വാക്കിന് നിയമം എന്നും ലാറ്റം എന്നതിന് ഉണ്ടാക്കൽ എന്നുമാണ് അർത്ഥം. അപ്പോ നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ള ഒരു ബോഡി, അതായത് ഒരു ലെജിസ്ലേറ്റീവ് ഓർഗൻ, ഔദ്യോഗികമായി നിയമങ്ങൾ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ലെജിസ്ലേഷൻ. ഇതിലും പലതരമുണ്ടോ? പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, പരമോന്നത നിയമനിർമ്മാണം, സുപ്രീം ലെജിസ്ലേഷൻ. 2, അധീന നിയമനിർമ്മാണം. സുപ്രീം ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തെ പരമാധികാരമുള്ള നിയമനിർമ്മാണ സഭ ഉണ്ടാക്കുന്ന നിയമങ്ങളാണ്. ഉദാഹരണത്തിന് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ. ഇതിനെ മറ്റാർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ലേ? സാധാരണഗതിയിൽ പറ്റില്ല. കാരണം അതുണ്ടാക്കുന്നത് സുപ്രീമായ ഒരു ബോഡിയാണ്. അതിനെ റദ്ദാക്കാനോ ഭേദഗതി ചെയ്യാനോ മറ്റൊരു അധികാര കേന്ദ്രത്തിനും നേരിട്ട് കഴിയില്ല.
മുഴുവൻ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ കോടതിക്ക് ഇടപെടാം. അത് വേറെ കാര്യം. ഓക്കെ. അപ്പൊ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ, അധീന നിയമനിർമ്മാണം, അത് ഈ സുപ്രീം ലെജിസ്ലേച്ചറിൽ നിന്ന് അധികാരം കിട്ടിയ മറ്റ് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങളാണ്. അതായത് പാർലമെന്റ് കൊടുത്ത അധികാരം വെച്ച്. അതെ. ഇവ എപ്പോഴും ആ പരമോന്നത സഭയുടെ നിയന്ത്രണത്തിന് വിധേയമായിരിക്കും. ഇതിൽ പലതരമുണ്ട്. ഉദാഹരണത്തിന് എക്സിക്യൂട്ടീവ് ലെജിസ്ലേഷൻ, ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്ന റൂൾസ്, റെഗുലേഷൻസ്, ഓർഡറുകളൊക്കെ. ഓക്കെ. പിന്നെ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ, പാർലമെന്റ് ഒരു നിയമം പാസാക്കുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം ഗവൺമെന്റിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസിക്കോ കൈമാറും. അതാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ. മുനിസിപ്പാലിറ്റികളും മറ്റും ഉണ്ടാക്കുന്ന നിയമങ്ങളോ? അതെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന ബൈലോകൾ, അതും സബോർഡിനേറ്റ് ലെജിസ്ലേഷനാണ്. മുനിസിപ്പൽ ലെജിസ്ലേഷൻ. അതുപോലെ യൂണിവേഴ്സിറ്റികൾ, കോർപ്പറേഷനുകളൊക്കെ ഉണ്ടാക്കുന്ന നിയമങ്ങളും ഓട്ടോണോമസ് ലെജിസ്ലേഷനും ഇതിൽ വരും. ഇവയെല്ലാം ഒരു സുപ്രീം നിയമത്തിന് കീഴിൽ വരുന്നവയാണ്. മനസ്സിലായി. അപ്പൊ കോടതി വിധികളായി, പാർലമെന്റ് നിയമങ്ങളായി. ഇനി ഇതൊന്നുമല്ലാതെ നമ്മുടെയൊക്കെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒന്നാണല്ലോ ആചാരങ്ങള്, കസ്റ്റം. അതും നിയമത്തിന്റെ ഒരു ഉറവിടമാണോ? തീർച്ചയായും. കസ്റ്റം അഥവാ ആചാരം നിയമത്തിന്റെ വളരെ പഴയ, ഒരുപക്ഷെ ഏറ്റവും പഴയ ഉറവിടങ്ങളിൽ ഒന്നാണ്. ഏറ്റവും പഴയത്? അതെ. ഒരു സമൂഹം കാലങ്ങളായിട്ട് പിന്തുടർന്നു പോരുന്ന, അവർ അംഗീകരിച്ച പെരുമാറ്റ രീതികളാണ് ആചാരങ്ങൾ. പണ്ടുകാലത്ത് ഇന്നത്തെ പോലെ കേന്ദ്രീകൃത ഭരണകൂടങ്ങളോ എഴുതപ്പെട്ട നിയമങ്ങളോ അധികം ഇല്ലാതിരുന്നപ്പോൾ സമൂഹത്തിലൊരു ചിട്ടയും നീതിയുമൊക്കെ നിലനിർത്തുന്നതിൽ ഈ ആചാരങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഇതിനിപ്പോഴും പ്രാധാന്യമുണ്ടോ? ഓ, വളരെയധികം. ഇന്ത്യയിലെ പല വ്യക്തി നിയമങ്ങളും, പേഴ്സണൽ ലോസ്, പ്രത്യേകിച്ച് വിവാഹം, വിവാഹമോചനം, ദത്തെടുക്കൽ, പിന്തുടർച്ചാവകാശം, ഇതൊക്കെ പല മതവിഭാഗങ്ങളുടെയും സമുദായങ്ങളുടെയും ആചാരങ്ങളിൽ നിന്ന് രൂപപ്പെട്ടതാണ്. ശരിയാണ്. അതുപോലെ പല ട്രൈബൽ കമ്മ്യൂണിറ്റീസ്, ഗോത്രവർഗ സമൂഹങ്ങൾക്ക് അവരുടേതായ തനത് ആചാരങ്ങളുണ്ട്, വിവാഹരീതികളൊക്കെ. നിയമം ഒരു പരിധിവരെ അതിനെ അംഗീകരിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണോ ഹിന്ദു മാരേജ് ആക്ടിൽ നിന്ന് ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ ഒഴിവാക്കിയിരിക്കുന്നത്? അതെ. ഹിന്ദു വിവാഹ നിയമം 1955 സെക്ഷൻ 2(2) അത് വ്യക്തമായി പറയുന്നുണ്ട്. അവരുടെ തനത് ആചാരങ്ങളെ മാനിക്കുന്നതുകൊണ്ടാണ് അത്. അപ്പോ ഏത് ആചാരവും നിയമമായിട്ട് മാറുമോ? അതിനെന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ? ഉണ്ടുണ്ട്. വെറുതെ ഒരു ആചാരമുണ്ടെന്ന് പറഞ്ഞാൽ അത് നിയമമാകില്ല. അതിന് ചില വ്യവസ്ഥകളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആ ആചാരം വളരെ പഴയതായിരിക്കണം, ആന്റിക്വിറ്റി. അത് തുടർച്ചയായി തടസ്സമില്ലാതെ പിന്തുടർന്നു പോരുന്നതായിരിക്കണം, കണ്ടിന്യൂറ്റി. ഓക്കെ. അത് വ്യക്തവും കൃത്യവുമായിരിക്കണം, സെർട്ടനിറ്റി. പിന്നെ അത് യുക്തിസഹമായിരിക്കണം, റീസണബിലിറ്റി. ഇന്നത്തെ സമൂഹത്തിന്റെ ഒരു അടിസ്ഥാന ധാർമ്മികതയ്ക്ക് നിരക്കുന്നതായിരിക്കണം. ഏറ്റവും പ്രധാനം. അത് നിലനിൽക്കുന്ന സമൂഹത്തിൽ പൊതുവായി അംഗീകരിക്കപ്പെട്ട ഒന്നായിരിക്കണം. മസ്റ്റ് ബി ജനറൽ ഓർ യൂണിവേഴ്സൽ. ഈ കണ്ടീഷൻസൊക്കെ പാലിച്ചാലേ ഒരു ആചാരത്തിന് നിയമപരമായ സാധ്യത കിട്ടൂ. ഈ ആചാരങ്ങൾ കാലക്രമേണ നിയമങ്ങളായി മാറുന്നതിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ ഒരു പരിണാമം പോലെ? ഉണ്ട്. പ്രശസ്ത നിയമജ്ഞനായ സർ ഹെൻറി മെയിൻ, അദ്ദേഹം ആചാരത്തിന്റെ വികാസത്തിന് 4 ഘട്ടങ്ങൾ പറയുന്നുണ്ട്. 4 ഘട്ടങ്ങൾ? അതെ. ഒന്നാമത്തെ ഘട്ടത്തിൽ ദൈവീകമായ അധികാരമുണ്ടെന്ന് കരുതുന്ന ഭരണാധികാരികൾ നിയമം പറയുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ അത് ജനങ്ങളുടെ ഒരു ശീലമായി മാറി ആചാര നിയമമാകുന്നു, കസ്റ്റമറി ലോ. ഓക്കെ. മൂന്നാമത്തെ ഘട്ടത്തില് പുരോഹിതവർഗം പോലെയുള്ള ഒരു എലീറ്റ് ഗ്രൂപ്പ് ഈ ആചാരങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ വ്യാഖ്യാനിച്ച് ഒരു രൂപം കൊടുക്കുന്നു. നാലാമത്തെ ഘട്ടത്തിൽ ഈ ആചാരങ്ങൾ ക്രോഡീകരിക്കപ്പെടുന്നു, കോഡിഫിക്കേഷൻ. അതായത് എഴുതപ്പെട്ട നിയമങ്ങളായി മാറുന്നു. എല്ലാ ആചാരങ്ങളും ഇങ്ങനെ മാറണമെന്നില്ല അല്ലേ? ഇല്ല. ഇത് അദ്ദേഹത്തിന്റെ ഒരു തിയറിയാണ്, ഒരു സാധ്യതയാണ്. ആചാരങ്ങളെ വേറെ രീതിയിലും തരംതിരിക്കാറുണ്ടോ? ഉണ്ട്. പ്രധാനമായിട്ടും നിയമപരമായ ബാധ്യതയില്ലാത്ത ആചാരങ്ങളും, കസ്റ്റംസ് വിതൗട്ട് ലീഗൽ ഓബ്ലിഗേഷൻ, നിയമപരമായ ബാധ്യതയുള്ള ആചാരങ്ങളും, കസ്റ്റംസ് വിത്ത് ലീഗൽ ഓബ്ലിഗേഷൻ എന്ന് തിരിക്കാം. നിയമപരമായ ബാധ്യതയില്ലാത്തവ എന്ന് പറഞ്ഞാൽ? ഇപ്പോ ചില വസ്ത്രധാരണ രീതികൾ, അല്ലെങ്കിൽ വിവാഹത്തിലെ ചില ചടങ്ങുകൾ, അതൊന്നും പാലിച്ചില്ലെങ്കിൽ നിയമ നടപടി ഉണ്ടാവില്ല. ചിലപ്പോൾ സമൂഹത്തിൽ നിന്ന് എന്തെങ്കിലും പറച്ചിലുണ്ടാവാം, അത്രയുള്ളൂ. മറ്റേതോ നിയമപരമായ ബാധ്യതയുള്ളവ? അവ നിയമം പോലെ തന്നെ അനുസരിക്കാൻ ബാധ്യതപ്പെട്ടവയാണ്. ലംഘിച്ചാൽ നിയമ നടപടിയുണ്ടാകാം. അതിൽ തന്നെ 2 എണ്ണമുണ്ട്:
ലീഗൽ കസ്റ്റംസ്, കൺവെൻഷണൽ കസ്റ്റംസ്. ലീഗലും കൺവെൻഷനലും. ലീഗൽ കസ്റ്റംസിന് നിയമത്തിന്റെ അതേ ശക്തിയാണ്. അത് രാജ്യം മുഴുവൻ ബാധകമായ ജനറൽ കസ്റ്റമാകാം, അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രമുള്ള ലോക്കൽ കസ്റ്റമാകാം. കൺവെൻഷണൽ കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ഒരു കരാറിലൂടെ കക്ഷികൾ അംഗീകരിക്കുമ്പോൾ മാത്രം ബാധകമാകുന്നവയാണ്. ഉദാഹരണത്തിന് വ്യാപാര രംഗത്തുള്ള ചില രീതികൾ. ഓക്കേ. അപ്പോ നിയമത്തിന്റെ പല ഉറവിടങ്ങൾ നമ്മൾ കണ്ടു. കോടതി വിധികൾ, നിയമനിർമ്മാണം, ആചാരങ്ങൾ. ഇതെല്ലാം പലയിടത്തായി ചിതറിക്കിടക്കുകയാണല്ലോ. ഇതിനെയൊക്കെ ഒന്ന് ഒരുമിച്ച് കൊണ്ടുവന്ന് ചിട്ടപ്പെടുത്തി വെക്കുന്നൊരു പരിപാടിയുണ്ടോ? അതാണോ ഈ കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്? ിലൂടെ രൂപപ്പെട്ട തത്വങ്ങളാകാം, അല്ലെങ്കിൽ അംഗീകരിക്കപ്പെട്ട ആചാരങ്ങളാകാം. ഇതിനെയെല്ലാം ഒരുമിച്ച് ചേർത്ത് അതിലെ അവ്യക്തതകളും പൊരുത്തക്കേടുകളുമൊക്കെ ഒഴിവാക്കി ഒരു ചിട്ടയായ ഏകീകൃതമായ രൂപത്തിൽ ക്രോഡീകരിക്കുന്ന പ്രക്രിയയാണ് കോഡിഫിക്കേഷൻ. ഉദാഹരണം: ഇന്ത്യൻ പീനൽ കോഡ് IPC. അതിനു മുൻപ് ക്രിമിനൽ നിയമങ്ങൾ പലയിടത്തായി ചിതറിക്കിടക്കുകയായിരുന്നു. അതെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു കോഡാക്കി. അതുപോലെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്, ഇതൊക്കെ കോഡിഫിക്കേഷന് ഉദാഹരണങ്ങളാണ്. എന്തിനാണ് ശരിക്കും ഇങ്ങനെ ചെയ്യുന്നത്? എന്താണ് ഇതിന്റെ ഒരു ആവശ്യം അല്ലെങ്കിൽ ഗുണം? ഏറ്റവും വലിയ ഗുണം നിയമത്തിനൊരു വ്യക്തതയും നിശ്ചിതത്വവും കിട്ടുമെന്നതാണ്. എളുപ്പത്തിൽ മനസ്സിലാക്കാം. അതെ, ഒരു വിഷയത്തിൽ എന്താണ് നിയമം എന്നറിയാൻ ആ കോഡ് നോക്കിയാൽ മതി. ഇത് സാധാരണക്കാർക്കും അഭിഭാഷകർക്കും ജഡ്ജിമാർക്കുമെല്ലാം എളുപ്പമാണ്. പിന്നെ രാജ്യത്ത് നിയമപരമായി ഒരു ഐക്യം, യൂണിഫോമിറ്റി കൊണ്ടുവരാൻ ഇത് സഹായിക്കും. പിന്നെ നല്ല ആചാരങ്ങളെ സംരക്ഷിക്കാനും കാലഹരണപ്പെട്ടവയെ ഒഴിവാക്കാനും കോഡിഫിക്കേഷൻ ഒരു അവസരം നൽകുന്നുണ്ട്. അതുപോലെ ജഡ്ജിമാർ നിയമമുണ്ടാക്കുന്നതിലെ ജുഡീഷ്യൽ ലെജിസ്ലേഷൻ ചില പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ഇത് സഹായിക്കും. ഇതിന് ദോഷങ്ങളൊന്നുമില്ലേ? സാധ്യതയുണ്ട്, ചില ദോഷങ്ങളുണ്ട്. ഒന്ന്, നിയമം ഇങ്ങനെ ഒരു കോഡിൽ ഒതുക്കുമ്പോൾ അതിനൊരു തരം മാറ്റമില്ലാത്ത സ്വഭാവം, ഒരു കർക്കശത്വം, റിജിഡിറ്റി വരാൻ സാധ്യതയുണ്ട്. സമൂഹം മാറുമ്പോൾ നിയമം മാറാൻ ഇത് തടസ്സമാകുമോ? അതെ, നിയമത്തിന്റെ സ്വാഭാവികമായ വളർച്ചയെ ഇത് ചിലപ്പോൾ തടസ്സപ്പെടുത്തിയേക്കാം. ഭേദഗതികളിലൂടെ മാറ്റം വരുത്താമെങ്കിലും അതൊരു നീണ്ട പ്രക്രിയയാണ്. വേറെന്തെങ്കിലും? മറ്റൊന്ന്, രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഒരേ നിയമം അടിച്ചേൽപ്പിക്കുമ്പോൾ അവിടുത്തെ പ്രാദേശികമായ പ്രത്യേകതകൾ, ആചാരങ്ങൾ, വികാരങ്ങൾ ഒക്കെ ചിലപ്പോൾ അവഗണിക്കപ്പെട്ടേക്കാം. ഇത് ചിലപ്പോൾ ആളുകളുടെ സ്വാതന്ത്ര്യത്തെയും വ്യക്തിത്വത്തെയും ഹനിച്ചേക്കാം. പിന്നെ നിലവിലുള്ള രീതികളെയും അവകാശങ്ങളെയും പെട്ടെന്ന് മാറ്റിമറിക്കുന്നത് ചിലപ്പോൾ ആശയക്കുഴപ്പങ്ങൾക്കും ഇടയാക്കും. അതുകൊണ്ട് കോഡിഫിക്കേഷൻ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒന്നാണ്. ഓക്കേ. അപ്പോ നിയമം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും അതിന്റെ ഉറവിടങ്ങളെക്കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിലേക്ക് വരാം. ഈ ഉണ്ടാക്കിയ നിയമം എങ്ങനെ മനസ്സിലാക്കും? നിയമവ്യാഖ്യാനം അഥവാ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ്. ഇതിന്റെ ആവശ്യകത എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്. കാരണം നിയമങ്ങൾ എഴുതുന്നതാരാ? ലെജിസ്ലേച്ചറാണ്. അവർ നിയമം എഴുതുന്നത് പൊതുവായ ഭാഷയിലാണ്, ജനറൽ ടേംസിൽ. അതെ. എന്നാൽ കോടതിയുടെ മുന്നിൽ വരുന്നത് ഓരോരോ പ്രത്യേക കേസുകളാണ്. അതിന് അതിൻ്റേതായ വസ്തുതകളും സാഹചര്യങ്ങളുമുണ്ട്. അപ്പോൾ ആ പൊതുവായ നിയമത്തിലെ വാക്കുകൾക്ക് ആ പ്രത്യേക കേസിന്റെ സാഹചര്യത്തിൽ എന്തർത്ഥമാണ് നൽകേണ്ടതെന്ന് കോടതിക്ക് തീരുമാനിക്കേണ്ടി വരും. നിയമം എഴുതിയ ആളുടെ ഉദ്ദേശം എന്തായിരുന്നൂന്ന് കണ്ടെത്തണം, അല്ലേ? അതെ, അതാണ് പ്രധാനം. നിയമസഭയുടെ യഥാർത്ഥ ഉദ്ദേശം, ലെജിസ്ലേറ്റീവ് ഇൻറ്റന്റ് എന്തായിരുന്നുവെന്ന് മനസ്സിലാക്കുക. വെറുതെ വാക്കുകളുടെ നിഘണ്ടൂലെ അർത്ഥം മാത്രം നോക്കിയാൽ പോരാ, ആ നിയമം എന്ത് ലക്ഷ്യം വെച്ചാണ് ഉണ്ടാക്കിയതെന്നുകൂടി പരിഗണിക്കേണ്ടി വരും. ഇതിനാണ് വ്യാഖ്യാനം എന്ന് പറയുന്നത്. അപ്പൊ കോടതികൾക്ക് അവരുടെ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? തോന്നിയ അർത്ഥം കൊടുക്കാമോ? ഇല്ല ഇല്ല, അങ്ങനെ പറ്റില്ല. വ്യാഖ്യാനത്തിനും അതിൻ്റെതായ ചില നിയമങ്ങളും തത്വങ്ങളൊക്കെയുണ്ട്. കാലങ്ങളായിട്ട് കോടതികൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത ചില വഴികാട്ടികൾ. എന്തിനാണത്? ഇത് വ്യാഖ്യാനത്തിൽ ഒരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരാനും തോന്നിയ പോലെ അർത്ഥം മാറുന്നത് ഒഴിവാക്കാനും നിയമത്തിനൊരു സ്ഥിരത നൽകാനുമൊക്കെ സഹായിക്കും. എന്തൊക്കെയാണ് ഈ പ്രധാനപ്പെട്ട വ്യാഖ്യാന നിയമങ്ങൾ? ഒന്ന് പറയാമോ? പറയാം. ഏറ്റവും അടിസ്ഥാനപരമായ ആദ്യത്തെ നിയമമെന്ന് പറയുന്നത് ലിറ്ററൽ റൂളാണ്. ലിറ്ററൽ റൂൾ. വാക്കുകൾ അതേപടി എടുക്കുക. അതെ, നിയമത്തിലെ വാക്കുകൾക്ക് അവയുടെ സാധാരണവും സ്വാഭാവികവുമായ വ്യാകരണപരമായ അർത്ഥം, ഓർഡിനറി, നാച്ചുറൽ, ഗ്രമാറ്റിക്കൽ മീനിംഗ് നൽകുക. നേരെ ചൊവ്വയുള്ള അർത്ഥം. ഡിക്ഷണറി മീനിംഗ് പോലെ. ഒരു തരത്തിലതെ. നിയമത്തിൽ തന്നെ ഒരു വാക്കിന് പ്രത്യേക നിർവചനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനിഷൻ സെക്ഷൻ,
ആ അർത്ഥം തന്നെ ഉപയോഗിക്കണം. സാങ്കേതിക പദങ്ങളാണെങ്കിൽ അതിന് സാധാരണയായി ഉപയോഗിക്കുന്ന സാങ്കേതിക അർത്ഥം നൽകണം. എപ്പോഴും ഈ ലിറ്ററൽ അർത്ഥം ശരിയാകുമോ? ചിലപ്പോൾ അത് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കില്ലേ? ഒരു അസംബന്ധം പോലെ തോന്നില്ലേ? അങ്ങനെ വരാം. ലിറ്ററൽ അർത്ഥം എടുക്കുമ്പോൾ ചിലപ്പോൾ അത് നിയമത്തിന്റെ ഉദ്ദേശത്തിന് വിപരീതമായോ അല്ലെങ്കിൽ തീർത്തും അബ്സേർഡായ ഒരു ഫലത്തിലേക്കോ നയിച്ചേക്കാം. അത്തരം സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാനുള്ളതാണ് ഗോൾഡൻ റൂൾ. ഗോൾഡൻ റൂൾ അതെന്താണ്? ഗോൾഡൻ റൂൾ പറയുന്നത് ഈ ലിറ്ററൽ അർത്ഥം നൽകുന്നത് ഒരു അസംബന്ധത്തിലേക്കോ അല്ലെങ്കിൽ ഒരു അനീതിയിലേക്കോ നയിക്കും എന്ന് കോടതിക്ക് തോന്നുകയാണെങ്കിൽ ആ ഫലം ഒഴിവാക്കാൻ ആവശ്യമായ രീതിയിൽ മാത്രം വാക്കുകളുടെ അർത്ഥത്തിൽ ചെറിയൊരു മാറ്റം വരുത്താമെന്നാണ്. ലിറ്ററൽ റൂളിൽ നിന്ന് ചെറിയൊരു വ്യതിചലനം. ലിറ്ററൽ റൂളിന്റെ ഒരു സേഫ്റ്റി വാൽവ് പോലെ. അതെ, ഒരു തരത്തിൽ അങ്ങനെ പറയാം. ലിറ്ററൽ റൂളിന്റെ കാർക്കശ്യം കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഇനി വേറൊന്നുള്ളത് മിസ്ചിഫ് റൂൾ ആണെന്ന് തോന്നുന്നു. ഹേഡൻസ് കേസൊക്കെയായി ബന്ധപ്പെട്ടത്. അതെ, മിസ്ചിഫ് റൂൾ. ഇത് കുറച്ചുകൂടി പഴയതും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ഒന്നാണ്. 1584 ഹെയ്ഡൻസ് കേസിലാണ് ഇത് രൂപപ്പെട്ടത്. എന്താണ് ഈ റൂൾ പറയുന്നത്? ഈ നിയമമനുസരിച്ച് ഒരു നിയമം വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ നോക്കണം. 4 കാര്യങ്ങൾ. 1. ഈ പുതിയ നിയമം വരുന്നതിനു മുൻപ് നിലവിലുണ്ടായിരുന്ന പൊതുനിയമം കോമൺ ലോ എന്തായിരുന്നു? 2. ആ പഴയ നിയമം കൊണ്ട് പരിഹരിക്കാൻ പറ്റാതിരുന്ന കുഴപ്പം അഥവാ മിസ്ചീഫ് എന്തായിരുന്നു? ഓക്കെ. 3. ഈ പുതിയ നിയമത്തിലൂടെ പാർലമെന്റ് എന്ത് പരിഹാരമാണ് ഉദ്ദേശിച്ചത്? 4. ആ പരിഹാരത്തിന്റെ യഥാർത്ഥ കാരണമെന്താണ്? ട്രൂ റീസൺ ഓഫ് ദ റെമഡി. അപ്പോ നിയമം എന്ത് പ്രശ്നം പരിഹരിക്കാനാണോ വന്നത് ആ ലക്ഷ്യം നേടാൻ സഹായിക്കുന്ന രീതിയിൽ വ്യാഖ്യാനിക്കണമെന്നാണോ? കൃത്യമായി പറഞ്ഞാൽ അതാണ്. നിയമത്തിന്റെ അക്ഷരങ്ങളെക്കാൾ അതിന്റെ ആത്മാവിന്, ലക്ഷ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതിയാണിത്. ഇത് ജഡ്ജിക്ക് കുറച്ചുകൂടി വിവേചനാധികാരം നൽകുന്നുണ്ട്. ഒരു നിയമത്തിനുള്ളിൽ തന്നെയോ അല്ലെങ്കിൽ 2 നിയമങ്ങൾ തമ്മിലോ ചിലപ്പോ വൈരുദ്ധ്യങ്ങൾ വരില്ലേ? അപ്പോൾ എന്തിയും? നല്ല ചോദ്യമാണ്. അതിനുള്ളതാണ് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ റൂൾ. റൂൾ ഓഫ് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ. അനുരഞ്ജന വ്യാഖ്യാന നിയമം എന്ന് മലയാളത്തിൽ പറയാം. ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ. അതെ, ഈ തത്വം പറയുന്നത് ഒരു നിയമത്തിലെ തന്നെ 2 ഭാഗങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ 2 വ്യത്യസ്ത നിയമങ്ങൾ തമ്മിലോ പ്രത്യക്ഷത്തിൽ ഒരു വൈരുദ്ധ്യം തോന്നുകയാണെങ്കിൽ കോടതികൾ അവയെ പരസ്പരം പൊരുത്തപ്പെടുത്തി ഹാർമണൈസ് ചെയ്യാൻ ശ്രമിക്കണമെന്നാണ്. ഒന്നിനെ മറ്റൊന്നിനു മുകളിൽ വെക്കാതെ. അതെ, ഒരു വ്യവസ്ഥ മറ്റൊന്നിനെ ഇല്ലാതാക്കുന്നു എന്ന് കരുതുന്നതിന് പകരം 2നും കഴിയുന്നത്ര പ്രാബല്യം നൽകുന്ന, 2ഉം ഒരുമിച്ച് നിലനിൽക്കാൻ സഹായിക്കുന്ന ഒരു വ്യാഖ്യാനം കണ്ടെത്തണം. CITV ഹിന്ദുസ്ഥാൻ ബൾക്ക് കാരിയേഴ്സ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞതുപോലെ വൈരുദ്ധ്യങ്ങൾ പരമാവധി ഒഴിവാക്കി വ്യവസ്ഥകളെ പരസ്പരം പൊരുത്തപ്പെടുത്തണം. അപ്പം നമ്മളിന്ന് നിയമത്തിന്റെ ഒരുപാട് ഉള്ളറകളിലേക്കൊന്ന് എത്തി നോക്കി. അതിന്റെ ഉറവിടങ്ങള്, കോടതി വിധികള്, നിയമനിർമ്മാണം, ആചാരങ്ങള്, അതൊക്കെ എങ്ങനെയാണ് നമ്മുടെ നിയമവ്യവസ്ഥയെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. പിന്നെ നിയമം എങ്ങനെ കാലത്തിനനുസരിച്ച് മാറുന്നു, അതിന് പ്രോസ്പെക്റ്റീവ് ഓവർറൂളിംഗ് പോലുള്ള വഴികളുണ്ട് എന്ന് മനസ്സിലാക്കി. അതെ, നിയമങ്ങളെ എങ്ങനെ ക്രോഡീകരിക്കുന്നു, കോഡിഫിക്കേഷൻ, പിന്നെ ഏറ്റവും പ്രധാനമായി ആ നിയമങ്ങളെ എങ്ങനെയാണ് കോടതികൾ വ്യാഖ്യാനിക്കുന്നത്, അതിനുള്ള തത്വങ്ങൾ, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇതിൽ നിന്നെല്ലാം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിയമം എന്നത് ഇങ്ങനെ എവിടെയോ എഴുതിവെച്ച കുറേ അക്ഷരങ്ങൾ മാത്രമല്ല. ശരിയാണ്. അതിന് ചരിത്രവുമായിട്ടും സമൂഹത്തിന്റെ രീതികളുമായിട്ടും കോടതികളുടെ യുക്തിയുമായിട്ടുമൊക്കെ ബന്ധമുണ്ട്. അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന, വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്, ഒരു ജീവനുള്ള സംഗതി പോലെ. ശരിയാണ്. അപ്പോ നമ്മൾ ഇന്ന് ഈ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു ചിന്ത പങ്കുവെക്കട്ടെ. ആവാം. നിയമത്തിന് സ്ഥിരത വേണം, ഉറപ്പുവേണം. സ്റ്റാർ ഡിസീസസ് ഒക്കെ അതിനാണ് ശ്രമിക്കുന്നത്. എന്നാൽ സമൂഹം മാറുന്നതിനനുസരിച്ച് നിയമവും മാറിയേ പറ്റൂ. പ്രോസ്പെക്റ്റീവ് ഓവർറൂളിംഗ് പോലുള്ള കാര്യങ്ങൾ അതിനും സഹായിക്കുന്നു. അപ്പോ ഈ സ്ഥിരതയും മാറ്റവും തമ്മിലുള്ള ഒരു ശരിയായ ബാലൻസ്, ഒരു സന്തുലിതാവസ്ഥ, അതെവിടെയാണ്? അതെങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതൊരു നല്ല ചോദ്യമാണ്, എപ്പോഴും നിലനിൽക്കുന്നൊരു ചോദ്യം. ഇന്ന് നമ്മൾ നിയമത്തിന്റെ വളരെ അടിസ്ഥാനപരമായ ചില ആശയങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലുവാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ചില നിയമ പഠനരേഖകളുണ്ട്. അപ്പം അതിനെ അടിസ്ഥാനമാക്കി ഈ അവകാശങ്ങൾ, കടമകൾ, പിന്നെ കൈവശം വെക്കൽ, ഉടമസ്ഥാവകാശം, ബാധ്യത, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ലളിതമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം.
നിയമമെന്ന് കേൾക്കുമ്പോൾ പൊതുവെ കുറച്ച് സങ്കീർണമാണെന്നൊരു തോന്നല് വരാം. പക്ഷേ ഇതിലെ പല അടിസ്ഥാന കാര്യങ്ങളും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ദിവസേനയുള്ള ജീവിതത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ആശയങ്ങളൊക്കെ ഒന്ന് വ്യക്തമായാൽ ഒരു പക്ഷേ നിയമവ്യവസ്ഥയെ നമ്മൾ കാണുന്ന രീതി തന്നെ മാറിയേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണൊരു നിയമപരമായ അവകാശം, ലീഗൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ? വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ നിയമം അംഗീകരിക്കുന്ന, നിയമം സംരക്ഷിക്കുന്ന ഒരു താൽപ്പര്യം, അതാണ് നിയമപരമായ അവകാശം. സാൽമണ്ട് എന്നൊരു നിയമജ്ഞനുണ്ട്. അദ്ദേഹം പറയുന്നത് ഇതിനൊരു അഞ്ച് പ്രധാന ഘടകങ്ങളുണ്ടെന്നാണ്. 5 ഘടകങ്ങൾ? അതെ. നമുക്കൊരു ഉദാഹരണം വെച്ച് നോക്കാം. ഇപ്പോൾ നിങ്ങളൊരു വാൻ വാങ്ങുന്നു, ഒരു 20,000 രൂപയ്ക്ക്. അപ്പോൾ ഒന്നാമത്തെ ഘടകം അവകാശത്തിന്റെ ഉടമ, സബ്ജക്റ്റ് ഓഫ് റൈറ്റ്. ഇവിടെ ആരാ? വാൻ വാങ്ങിയ നിങ്ങൾ, ഞാൻ. ഓക്കെ. രണ്ടാമത്തേത് കടമയുടെ കക്ഷി, സബ്ജക്റ്റ് ഓഫ് ഡ്യൂട്ടി. അതായത് നിങ്ങളുടെ ഈ അവകാശത്തെ മാനിക്കാൻ കടമപ്പെട്ടവർ, അത് മറ്റെല്ലാവരുമാണ്. മറ്റെല്ലാവരും, ശരി. മൂന്നാമത്തേത് ഉള്ളടക്കം, കണ്ടന്റ്. ചില കാര്യങ്ങൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനുള്ള ഒരു ബാധ്യത. ഈ വാനിന്റെ കാര്യത്തിൽ മറ്റുള്ളവരെയൊക്കെ അതിൽ നിന്ന് മാറ്റി നിർത്താനുള്ള നിങ്ങളുടെ അവകാശം, അതാണ് ഉള്ളടക്കം. നാലാമത്തേത് വസ്തു, ഓബ്ജക്റ്റ്. ഏത് വസ്തുവിന്മേലാണോ ഈ അവകാശം അത്. ഇവിടെ നമ്മുടെ ഉദാഹരണത്തിൽ വാൻ. അഞ്ചാമത്തേത് അവകാശത്തിന്റെ ഉറവിടം, ടൈറ്റിൽ. അതായത് നിങ്ങൾക്ക് ഈ അവകാശം എങ്ങനെ കിട്ടി. ഇവിടെ നിങ്ങളത് വാങ്ങിയതാണ്, പർച്ചേസ്. വാങ്ങിയത്. ഓക്കെ. അതെ, അത് ചിലപ്പോൾ സമ്മാനമായി കിട്ടുന്നതാവാം, അല്ലെങ്കിൽ വിൽപത്രം വഴി കിട്ടുന്നതാവാം. അതെല്ലാം ടൈറ്റിലിന് ഉദാഹരണങ്ങളാണ്. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി രസകരമാവുന്നത് എന്ന് തോന്നുന്നു. റുഡോൾഫ് വോൺ ജെറിങ് എന്ന് പറയുന്ന ഒരാളുടെ താൽപര്യ സിദ്ധാന്തമുണ്ടല്ലോ, ഇൻട്രസ്റ്റ് തിയറി. അതെ, ജെറിങ്ങിന്റെ സിദ്ധാന്തം. അദ്ദേഹം പറയുന്നത് ഈ നിയമപരമായ അവകാശങ്ങൾ വ്യക്തികളുടെ താൽപര്യങ്ങളെയാണ് സംരക്ഷിക്കുന്നത്, അല്ലാതെ അവരുടെ വെറുമൊരു ഇച്ഛാശക്തിയെ, വിൽ മാത്രമല്ല എന്നാണല്ലോ. ശരിയാണ്. ജെറിങ് വാദിക്കുന്നത് വ്യക്തിയുടെ താൽപ്പര്യവും സമൂഹത്തിന്റെ പൊതുവായ താൽപ്പര്യവും തമ്മിലൊരു ബാലൻസ് കൊണ്ടുവരാനാണ് നിയമം ശ്രമിക്കുന്നത് എന്നാണ്. വ്യക്തിയുടെ ഇച്ഛാശക്തിക്ക് മുകളിലാണ് ഈ താൽപ്പര്യങ്ങളെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ഓക്കെ, അപ്പോ ഈ അവകാശങ്ങളെ പലതായിട്ട് തരംതിരിക്കാമല്ലോ? തീർച്ചയായും പലതരത്തിലുണ്ട്. പ്രധാനപ്പെട്ട 2 നമുക്ക് നോക്കാം. ഒന്ന് റൈറ്റ് ഇൻ റെം. 2 റൈറ്റ് ഇൻ പേഴ്സൺ. റൈറ്റ് ഇൻ റെം എന്ന് പറഞ്ഞാൽ അത് ലോകത്തുള്ള എല്ലാവർക്കുമെതിരെ നമുക്കുള്ള ഒരു അവകാശമാണ്. എല്ലാവർക്കുമെതിരെ? അതെ. ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു വസ്തു, അതിൽ വേറെ ആരും ഇടപെടാൻ പാടില്ല. ഇത് ലോകത്തുള്ള എല്ലാവർക്കും ബാധകമായ ഒന്നാണ്. നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ്, IPC ഇല്ലേ, അതിലെ മിക്ക കുറ്റകൃത്യങ്ങളും രാജ്യത്തിനെതിരെ ഉള്ളതാണ്. കാരണം അത് പൊതുസമൂഹത്തിന്റെ അവകാശങ്ങളെയാണ് ലംഘിക്കുന്നത്. ശരി. എന്നാൽ റൈറ്റ് ഇൻ പേഴ്സൺ അങ്ങനെയല്ല. അതൊരു പ്രത്യേക വ്യക്തിക്കോ അല്ലെങ്കിൽ കുറച്ച് വ്യക്തികൾക്കോ എതിരെ മാത്രമുള്ള അവകാശമാണ്. ഓക്കെ. ഉദാഹരണം പറയാമോ? ഉദാഹരണം, ഒരു കരാർ ലംഘനം. നിങ്ങൾ ഒരാളുമായി ഒരു കരാറിലേർപ്പെട്ടു, അയാൾ അതിൽ ലംഘിച്ചു. അപ്പോൾ നിങ്ങൾക്ക് അയാൾക്കെതിരെ ഒരു അവകാശം കിട്ടും. അത് അയാൾക്കെതിരെ മാത്രമാണ്, ലോകത്തുള്ള മറ്റാർക്കെതിരെയുമില്ല. മനസ്സിലായി. ഇത് സാധാരണയായി ആ കടമ നിറവേറ്റുമ്പോൾ, അതായത് കരാർ പാലിക്കുമ്പോൾ ഇല്ലാതാവും. വേറൊരു പ്രധാനപ്പെട്ട തരംതിരിവ് കേട്ടത് പെർഫെക്റ്റ് റൈറ്റും ഇംപെർഫെക്റ്റ് റൈറ്റുമാണല്ലോ. അതെന്താണ്? എന്തുകൊണ്ടാണ് ചില അവകാശങ്ങൾ ഇംപെർഫെക്റ്റ് ആയി പോകുന്നത്? നല്ല ചോദ്യമാണ്. പെർഫെക്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ നിയമം അത് അംഗീകരിക്കുന്നുണ്ട്, നമുക്കത് വേണമെങ്കിൽ കോടതി വഴി പോയി നടപ്പാക്കിയെടുക്കാനും പറ്റും. ഓക്കെ. ഇപ്പോ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാനുള്ള അവകാശം, അതൊരു പെർഫെക്റ്റ് റൈറ്റാണ്. കിട്ടിയില്ലെങ്കിൽ കേസ് കൊടുക്കാം. എന്നാൽ ഇംപെർഫെക്റ്റ് റൈറ്റ്, നിയമം അത് അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ കോടതി വഴി നിർബന്ധിച്ച് നടപ്പാക്കാൻ പറ്റില്ല. അതെന്താ അങ്ങനെ? ഉദാഹരണം പറഞ്ഞാൽ, കാലഹരണപ്പെട്ട ഒരു കടം, ടൈം ബാർഡ് ഡെറ്റ്. നിയമം ഒരു സമയം വെച്ചിട്ടുണ്ടാവും. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ പണം തിരിച്ചു ചോദിച്ചില്ലെങ്കിൽ പിന്നെ കോടതിയിൽ പോകാൻ പറ്റില്ല. ലിമിറ്റേഷൻ പീരീഡ് കഴിയുന്നത് പോലെ. അതെ, അതുതന്നെ. നിങ്ങൾക്ക് പണം തിരികെ ചോദിക്കാം, കിട്ടിയാൽ വാങ്ങാം. പക്ഷേ കിട്ടിയില്ലെങ്കിൽ കോടതിക്ക് ഇടപെടാൻ പറ്റില്ല. അതാണ് ഇംപെർഫെക്റ്റ് റൈറ്റ്. ഇത് വെക്കുന്നത് ആളുകൾ അവരുടെ അവകാശങ്ങൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ കേസുകൾക്കൊരവസാനവും ഉണ്ടാവില്ലല്ലോ. ശരിയാണ്. അപ്പോ അവകാശങ്ങളുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ കടമകളും ഡ്യൂട്ടീസ് ഉണ്ടാകുമല്ലോ. ഇവ തമ്മിലുള്ള ബന്ധം എന്താണ്? അവകാശവും കടമയും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെയാണെന്ന് പറയാം.
ഒരാൾക്കൊരു അവകാശം കിട്ടുമ്പോൾ സ്വാഭാവികമായും മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അതിനോട് ബന്ധപ്പെട്ട ഒരു കടമയുണ്ടാകുന്നു. നിയമപരമായ കടമ എന്നുവെച്ചാൽ നിയമമനുസരിച്ച് നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യം. അത് ചെയ്യാതിരുന്നാൽ അത് നിയമലംഘനമാകും. ഓക്കെ. ഇത് ധാർമ്മിക കടമയിൽ നിന്ന് വ്യത്യസ്തമാണ്. ധാർമ്മിക കടമ എന്നുവെച്ചാൽ ഒരാളെ സഹായിക്കുന്നത്. അത് നമ്മുടെ മനസാക്ഷി അനുസരിച്ച് ചെയ്യുന്നതാണ്. നിയമം നിർബന്ധിക്കുന്നില്ല. പക്ഷേ നിയമപരമായ കടമ നിർബന്ധമാണ്. ഓക്കെ, വ്യക്തമായി. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. കൈവശാവകാശവും ഉടമസ്ഥാവകാശവും. വസ്തുക്കളുമായി നമുക്കുള്ള ബന്ധം, അല്ലേ? ഇത് രണ്ടും പലപ്പോഴും ആളുകൾക്ക് മാറിപ്പോകാറുണ്ട്. ശരിയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ട് ആശയങ്ങളാണ്. കൈവശാവകാശം അഥവാ പൊസഷൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ നിയന്ത്രണത്തിലുണ്ട് എന്നുള്ളതാണ്. അതിന് പ്രധാനമായിട്ടും രണ്ട് ഘടകങ്ങൾ വേണം. ഒന്ന്, കോർപ്പസ് പൊസഷനിസ്, അതായത് ആ വസ്തുവിന്മേൽ നമുക്കൊരു ഭൗതികമായ നിയന്ത്രണം വേണം, അല്ലെങ്കിൽ അത് നിയന്ത്രിക്കാനുള്ള ഒരു കഴിവെങ്കിലും വേണം. മറ്റാരും അതിൽ ഇടപെടില്ല എന്നൊരു ന്യായമായ പ്രതീക്ഷ. ഭൗതിക നിയന്ത്രണം. അതെ. രണ്ടാമത്തേത് ആനിമസ് ഡോമിനി, അതായത് ആ വസ്തു എന്റേതാണ്, അല്ലെങ്കിൽ ഞാൻ എന്റേതെന്ന പോലെയാണ് കൈവശം വയ്ക്കുന്നത് എന്നൊരു മാനസികമായ ഉദ്ദേശ്യം. ആ ഒരു ഇന്റൻഷൻ. അതെ, ആ ഇന്റൻഷൻ വേണം. ഈ രണ്ടും ചേരുമ്പോഴാണ് നിയമപരമായി കൈവശാവകാശമാകുന്നത്. ഈ കൈവശാവകാശത്തിൽ തന്നെ പല തരങ്ങളുണ്ടല്ലോ. നേരിട്ടുള്ളത്, പരോക്ഷമായത് എന്നൊക്കെ. ഉണ്ട്. ഇമ്മീഡിയറ്റ് പൊസഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ടൊരു സാധനം കയ്യിൽ വെക്കുന്നത്. നമ്മുടെ ഫോൺ നമ്മൾ കയ്യിൽ വെക്കുന്നത്. ഓക്കെ. മീഡിയേറ്റ് പൊസഷൻ എന്ന് വെച്ചാൽ അത് നമ്മുടെ കയ്യിലല്ല, പക്ഷെ നമുക്ക് വേണ്ടി വേറൊരാൾ കൈവശം വെക്കുന്നു. നമ്മുടെ ഒരു ഏജന്റ് നമുക്ക് വേണ്ടി ഒരു സാധനം സൂക്ഷിക്കുന്നു. ഓക്കെ, ഏജന്റ് വഴി. അതെ. അതുപോലെ കൺസ്ട്രക്റ്റീവ് പൊസഷൻ എന്നൊന്നുണ്ട്. അവിടെ ശരിക്കും നമ്മൾ ഭൗതികമായിട്ട് കൈവശം വെക്കുന്നില്ല, പക്ഷെ നിയമം നമ്മൾ കൈവശം വെച്ചതായി കണക്കാക്കും. അതെങ്ങനെ? ഉദാഹരണത്തിന്, ഒരു ഗോഡൌണിന്റെ താക്കോൽ നമുക്ക് തരുന്നു. അതിനർത്ഥം ആ ഗോഡൌണിലുള്ള സാധനങ്ങളുടെ കൈവശം നമുക്ക് കിട്ടിയെന്നാണ്. താക്കോൽ കൈമാറുന്നത് ഒരു സിംബോളിക് ഡെലിവറിയാണ്. ശരി ശരി. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അഡ്വേഴ്സ് പൊസഷൻ. അത് കേട്ടിട്ടുണ്ട്. അത് കുറച്ച് പ്രശ്നമുള്ള ഒന്നല്ലേ? അതെ, അത് കുറച്ച് സങ്കീർണമാണ്. പലപ്പോഴും തർക്കങ്ങൾക്ക് കാരണമാകാറുണ്ട്. എന്നുവെച്ചാൽ മറ്റൊരാളുടെ സ്ഥലത്ത് അയാളുടെ അനുവാദമില്ലാതെ, എന്നാൽ അത് എന്റേതാണെന്ന ഭാവത്തിൽ പരസ്യമായിട്ട് സമാധാനപരമായിട്ട് ആരും തടസ്സപ്പെടുത്താതെ ഒരു നിശ്ചിത കാലം. എത്ര കാലം? ഇന്ത്യയിൽ സാധാരണയായി 12 വർഷമാണ് സ്വകാര്യഭൂമിയുടെ കാര്യത്തിൽ. അങ്ങനെ കൈവശം വെച്ചാൽ യഥാർത്ഥ ഉടമക്ക് ആ ഭൂമിയിലുള്ള അവകാശം നഷ്ടപ്പെടും. ഈ കൈവശം വെച്ചയാൾക്ക് അതിന്റെ ഉടമസ്ഥാവകാശം കിട്ടും. ഓ, അപ്പൊ സ്വന്തം സ്ഥലം ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും അല്ലേ? ഒരു തരത്തിൽ പറഞ്ഞാൽ അതെ. ഇത് വളരെ വിവാദപരമായ ഒരു നിയമതത്വം കൂടിയാണ്. ഒരാൾ തന്റെ അവകാശം വർഷങ്ങളോളം ഉപയോഗിക്കാതിരുന്നാൽ അത് നഷ്ടപ്പെടാം എന്നൊരു സൂചന ഇതിലുണ്ട്. അതേസമയം ദീർഘകാലം ഒരു വസ്തു നോക്കി നടത്തിയ ആൾക്ക് ഒരു അവകാശം കൊടുക്കുകയും ചെയ്യുന്നു. ശരി. അപ്പോ കൈവശാവകാശം ഇതാണ്. ഇനി ഉടമസ്ഥാവകാശത്തിലേക്ക് വന്നാലോ, ഓണർഷിപ്പ് വന്നാലോ, അതെങ്ങനെയാണ് ഇതിൽ നിന്ന് വ്യത്യാസമാവുന്നത്? ഉടമസ്ഥാവകാശം അഥവാ ഓണർഷിപ്പ് എന്ന് പറയുന്നത് കൈവശാവകാശത്തേക്കാൾ കുറച്ചുകൂടി സമ്പൂർണമായ ഒരു അവകാശമാണ്. ഒരു വസ്തുവിന്മേൽ ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും കൂടിയ അവകാശങ്ങളുടെ കൂട്ടം, അതാണ് ഉടമസ്ഥാവകാശം. ഹിബർട്ട് എന്ന നിയമജ്ഞൻ പറയുന്നത് ഇതിന് 4 ഘടകങ്ങളുണ്ടെന്നാണ്. ആ വസ്തു ഉപയോഗിക്കാനുള്ള അവകാശം, മറ്റുള്ളവരെ അതിൽ നിന്ന് തടയാനുള്ള അവകാശം, അത് കൈമാറ്റം ചെയ്യാനുള്ള അവകാശം, പിന്നത് നശിപ്പിക്കാനുള്ള അവകാശം. നശിപ്പിക്കാനോ? അതെ. പക്ഷേ ഭൂമി പോലുള്ളവ നശിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന്റെ കാര്യത്തിൽ പൂർണ്ണ ഉടമസ്ഥത എന്നതിനേക്കാൾ ഒരു എസ്റ്റേറ്റാണ് നമുക്ക് കിട്ടുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഓസ്റ്റിൻ എങ്ങനെയാണ് ഇതിനെ കണ്ടത്? ഓസ്റ്റിൻ പറയുന്നത് ഇതിന് വലിയ പരിധികളൊന്നുമില്ല. ഉപയോഗത്തിലോ എത്ര കാലം കൈവശം വെക്കാമെന്നതിലോ കൈമാറ്റം ചെയ്യുന്നതിലൊന്നും വലിയ നിയന്ത്രണങ്ങളില്ലാത്ത, ലോകത്തുള്ള ആർക്കെതിരെയും പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു അവകാശമായാണ് ഓസ്റ്റിൻ ഉടമസ്ഥാവകാശത്തെ കാണുന്നത്. അപ്പോ കൈവശം വെക്കുന്നത് ഒരു വസ്തുതയാണെങ്കിൽ, ഫാക്ട്, ഉടമസ്ഥാവകാശം എന്നത് ഒരു നിയമപരമായ അവകാശമാണ്, റൈറ്റ് അല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതെ. കൈവശം എന്നത് ഒരു ഭൗതിക നിയന്ത്രണവും മാനസിക അവസ്ഥയുമാണ്. ഉടമസ്ഥത എന്നത് നിയമം നൽകുന്ന പൂർണ്ണ അധികാരമാണ്. നിങ്ങൾക്കൊരു വസ്തുവിന്റെ ഉടമസ്ഥനാകാം, പക്ഷേ അത് നിങ്ങളുടെ കൈവശം ഉണ്ടാകണമെന്നില്ല. വാടകയ്ക്ക് കൊടുത്ത വീട് പോലെ. ഈ വ്യത്യാസം കാണിക്കുന്ന ചില കോടതി കേസുകൾ നമ്മുടെ കയ്യിലുള്ള പേപ്പറിൽ കണ്ടു. സൗത്ത് സ്റ്റാഫോർഡ്ഷെയർ വാട്ടർവർക്സ് കേസും ബ്രിഡ്ജസ് കേസും.
അതെ, അത് വളരെ പ്രധാനപ്പെട്ട കേസുകളാ. ആദ്യത്തെ കേസില് സൗത്ത് സ്റ്റാഫോർഡ്ഷെയർ വാട്ടർവർക്സ് വി ഷാർമൻ. ഒരു കമ്പനി അവരുടെ സ്ഥലത്തുള്ള കുളം വൃത്തിയാക്കാൻ ഒരാളെ ഏൽപ്പിച്ചു. അയാൾക്ക് അവിടെ നിന്ന് 2 സ്വർണ്ണവളകൾ കിട്ടി. ഓക്കേ. അയാൾ പറഞ്ഞു അത് തനിക്കാണെന്ന്. പക്ഷെ കോടതി പറഞ്ഞത് ആ വളകൾ കിട്ടിയത് ആ ഭൂമിയുടെ ഉടമസ്ഥരായ കമ്പനിക്കാണ് അതിന്റെ അവകാശമെന്നാണ്. കാരണം ഭൂമി കൈവശം വയ്ക്കുന്നയാൾക്ക് ആ ഭൂമിയോട് ചേർന്നുള്ള അതിലുള്ള വസ്തുക്കളിൽ കൂടുതൽ അവകാശമുണ്ട്. ശരി. അപ്പോ രണ്ടാമത്തെ കേസോ? ബ്രിഡ്ജസ് വി ഹോക്സ്വർത്ത്. അവിടെ സംഭവം വേറെയാണ്. ഒരാൾ ഒരു കടയിൽ പോയപ്പോൾ കടയുടെ തറയിൽ നിന്ന് കുറച്ച് പണമടങ്ങിയൊരു പാക്കറ്റ് കിട്ടി. അയാളത് കടയുടമയെ ഏൽപ്പിച്ചു. കുറേ കാലം കഴിഞ്ഞിട്ടും ആരും അവകാശപ്പെട്ടു വന്നില്ല. അപ്പോ ഈ പണം കിട്ടിയാൽ തിരിച്ചു ചെന്ന് അത് തനിക്ക് വേണമെന്ന് പറഞ്ഞു. കടക്കാരൻ കൊടുത്തില്ലേ? ഇല്ല. കടക്കാരൻ പറഞ്ഞു കട എന്റേതാണ്, അപ്പോ കടയിൽ നിന്ന് കിട്ടിയ പണം എന്റേതാണെന്ന്. പക്ഷെ കോടതി വിധി പറഞ്ഞത് ആ പണം ആദ്യം കണ്ടെത്തിയ ആൾക്കാണ് അവകാശമെന്നാണ്. അതെന്താ അങ്ങനെ? മറ്റേ കേസില് ഉടമയ്ക്കല്ലേ കൊടുത്തത്? കാരണം കട ഒരു പൊതുസ്ഥലമാണ്, പബ്ലിക് പാർട്ട് ഓഫ് ദി ഷോപ്പ്. അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു സാധനം കണ്ടെത്തിയാൽ അത് കടയുടമയുടെ കൈവശമാണെന്ന് പറയാൻ പറ്റില്ല. അത് കണ്ടെത്തുന്നയാൾക്ക് സൂക്ഷിക്കാം എന്ന തത്വത്തിന്റെ ഒരു ഭാഗമായി വന്നു. ഈ 2 കേസുകളും കാണിക്കുന്നത് കൈവശാവകാശമെന്നത് സാഹചര്യത്തിനനുസരിച്ച് മാറാം എന്നാണ്. ഓക്കേ, മനസ്സിലായി. ഉടമസ്ഥാവകാശത്തിലും ഈ പറഞ്ഞ പോലെ പലതരങ്ങളുണ്ടല്ലോ. ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോർപ്പോറിയൽ ഭൗതികം, ഇൻകോർപ്പോറിയൽ അഭൗതികം ഉണ്ട്. അതുപോലെ വെസ്റ്റഡ് ഓണർഷിപ്പ് ഉണ്ട്. അതായത് ആ അവകാശം ഇപ്പോൾ തന്നെ പൂർണ്ണമായി ഒരാളിൽ നിക്ഷിപ്തമാണ്. പിന്നെ കണ്ടിൻജന്റ് ഓണർഷിപ്പ്, അത് ഭാവിയിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു അവകാശമാണ്. ഉദാഹരണത്തിന് കഴിക്കുന്നതുവരെ അതൊരു കണ്ടിൻജന്റ് റൈറ്റ് ആണ്. കഴിച്ചാൽ അത് വെസ്റ്റഡ് ആവും. പിന്നെ ഒരാൾക്ക് മാത്രമുള്ള ഉടമസ്ഥത, സോൾ ഓണർഷിപ്പ്. ഒന്നിൽ കൂടുതൽ പേർക്ക് ഒരുമിച്ചുടമസ്ഥതയുള്ളത് കോ ഓണർഷിപ്പ്. അങ്ങനെയുമുണ്ട്. ശരി. ഇനി നമുക്ക് അടുത്ത പ്രധാന ആശയത്തിലേക്ക് കടക്കാം. നിയമപരമായ വ്യക്തിത്വം, ലീഗൽ പേഴ്സണാലിറ്റി. നിയമത്തിന്റെ കണ്ണിൽ ആരാണൊരു വ്യക്തി? നിയമം, വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മനുഷ്യരെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അടിസ്ഥാനപരമായി 2 തരം വ്യക്തികളുണ്ട്. ഒന്ന് സ്വാഭാവിക വ്യക്തികൾ, നാച്ചുറൽ പേഴ്സൺസ്, നമ്മളെപ്പോലെയുള്ള മനുഷ്യർ. നമ്മൾ. അതെ. 2 നിയമപരമായ വ്യക്തികൾ, ലീഗൽ പേഴ്സൺസ്, അല്ലെങ്കിൽ കൃത്രിമ വ്യക്തികൾ, ആർട്ടിഫിഷ്യൽ പേഴ്സൺസ്. ഇവരെ നിയമമുണ്ടാക്കുന്നതാണ്. നിയമമുണ്ടാക്കുന്നതോ? അതെങ്ങനെ? ഉദാഹരണത്തിന് കമ്പനികൾ. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ നിയമം അതിനൊരു പ്രത്യേക വ്യക്തിത്വം കൊടുക്കുന്നു. അതിന് സ്വന്തം പേരിൽ കേസ് കൊടുക്കാം, അതിനെതിരെ കേസ് വരാം, അതിന് സ്വത്ത് സമ്പാദിക്കാം, കരാറിലേർപ്പെടാം. അത് അതിന്റെ ഉടമകളിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ്. കോർപ്പറേഷനുകൾ, ചില സർക്കാർ സ്ഥാപനങ്ങളൊക്കെ ഇതിൽ വരും. ഓ, അപ്പൊ ഈ മനുഷ്യരല്ലാത്ത ചിലരുടെ കാര്യം നമ്മുടെ ഈ പേപ്പറിൽ പറയുന്നുണ്ടല്ലോ. ജനിക്കാത്ത കുട്ടിയുടെ കാര്യം എന്താണ്? അതെ. നിയമത്തിൽ ലീഗൽ ഫിക്ഷൻ എന്നൊരു പരിപാടിയുണ്ട്. അതായത് യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലെങ്കിലും നിയമം അങ്ങനെയാണെന്ന് സങ്കൽപ്പിക്കുന്നു. അങ്ങനെ ഒരു ഫിക്ഷൻ അനുസരിച്ച് ഗർഭപാത്രത്തിലുള്ളൊരു കുട്ടി അത് ജീവനോടെ ജനിക്കുകയാണെങ്കിൽ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി, ഉദാഹരണത്തിന് സ്വത്തുഭാഗം വയ്ക്കുന്ന കാര്യത്തിലൊക്കെ, അത് ഗർഭത്തിൽ രൂപപ്പെട്ട സമയം മുതൽ ജീവിച്ചിരുന്നതായി കണക്കാക്കും. ഓ, അത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അതെ. അതുപോലെ പ്രായപൂർത്തിയാകാത്തവർ, മൈനേഴ്സ്, അവർക്ക് ലീഗൽ പേഴ്സണാലിറ്റി ഉണ്ട്, അവകാശങ്ങളുണ്ട്. പക്ഷേ സ്വന്തമായിട്ട് കരാറിൽ ഏർപ്പെടാനോ മറ്റോ പൂർണ്ണമായ ശേഷി നിയമം കൊടുക്കുന്നില്ല. അവർക്ക് വേണ്ടി അവരുടെ ഗാർഡിയൻസാണ് പ്രവർത്തിക്കുക. മരിച്ചയാളുടെ കാര്യോ? മരിച്ച ആൾക്ക് നിയമപരമായ വ്യക്തിത്വമില്ല. അവരുടെ അവകാശങ്ങളും കടമകളും മരണത്തോടെ ഇല്ലാതാകുന്നു. അവരുടെ സ്വത്തുക്കൾ അനന്തരാവകാശികൾക്ക് പോകും. പക്ഷേ നിയമം അവരുടെ ചില താൽപ്പര്യങ്ങളെ മരണശേഷവും മാനിക്കാൻ ശ്രമിക്കാറുണ്ട്. ഉദാഹരണത്തിന് അവരുടെ സൽപ്പേരിനെ അപമാനിക്കുന്നത്, അവരുടെ ശരീരം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന ആഗ്രഹം, പിന്നെ വിൽപ്പത്രത്തിലൂടെ സ്വത്ത് എങ്ങനെ വിതരണം ചെയ്യണമെന്നത്. ഇതൊക്കെ നിയമം ഒരു പരിധിവരെ സംരക്ഷിക്കും. മൃഗങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ. അവയ്ക്ക് അവകാശങ്ങളുണ്ടോ? പണ്ട് മൃഗങ്ങളെ വെറും വസ്തുക്കളായിട്ടാണ് കണ്ടിരുന്നത്. ഓണർഷിപ്പ് ഉള്ള വസ്തുക്കൾ. അവയ്ക്ക് അവകാശങ്ങളില്ലായിരുന്നു. ഇപ്പോഴും അങ്ങനെയല്ലേ? അല്ല, ആ കാഴ്ചപ്പാട് മാറുന്നുണ്ട്. ഇന്ത്യയിലൊരു പ്രധാനപ്പെട്ട കേസ് വന്നു. ആനിമൽ വെൽഫെയർ ബോർഡ് വി നാഗരാജ. ആ കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21, ജീവിക്കാനുള്ള അവകാശം, അത് മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ഒരു തരത്തിൽ ബാധകമാണ് എന്നാണ്. മൃഗങ്ങൾക്കും അന്തസ്സോടെ ജീവിക്കാൻ അവകാശമുണ്ട്, അവയെ ഉപദ്രവിക്കാൻ പാടില്ല എന്നൊക്കെ ആ വിധിയിൽ പറയുന്നുണ്ട്. അപ്പോൾ മൃഗങ്ങൾക്ക് ലീഗൽ പേഴ്സണാലിറ്റി കൊടുത്തോ? ഇല്ല, പൂർണ്ണമായ അർത്ഥത്തിൽ ലീഗൽ പേഴ്സണാലിറ്റി കൊടുത്തിട്ടില്ല.
പക്ഷേ അവയെ വെറും വസ്തുക്കളായി കാണുന്നതിൽ നിന്നും മാറി അവയുടെ ക്ഷേമത്തിനും അവകാശങ്ങൾക്കും ഭരണഘടനാപരമായൊരു സംരക്ഷണം നൽകാനുള്ളൊരു ശ്രമം അവിടെ കാണാം. ഓക്കെ. പിന്നെ വിഗ്രഹത്തിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ. അതെ, അത് ഇന്ത്യയിലൊരു പ്രത്യേക സാഹചര്യമാണ്. ചില ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠകളെ, വിഗ്രഹങ്ങളെ നിയമം ഒരു ജൂറിസ്റ്റിക് പേഴ്സൺ ആയിട്ട് കണക്കാക്കാറുണ്ട്. വിഗ്രഹത്തെ ഒരു വ്യക്തിയായിട്ടോ? അതെ, ആ വിഗ്രഹത്തിന് അതിന്റെ തീരിൽ സ്വത്ത് കൈവശം വയ്ക്കാം, അതിനുവേണ്ടി കേസ് കൊടുക്കാം. പൂജാരിയോ അല്ലെങ്കിൽ ക്ഷേത്രം മാനേജറോ ആ വിഗ്രഹത്തിന്റെ ഒരു രക്ഷാകർത്താവിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവർക്ക് നിയമപരമായി ബാധ്യതയുണ്ട്. ഇത് ശരിക്കും വളരെ വ്യത്യസ്തമായൊരു അറിവാണ്. ശരി, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. നിയമപരമായ ബാധ്യതകൾ, ഒബ്ലിഗേഷൻസ്, പിന്നെ ഉത്തരവാദിത്വം, ലയബിലിറ്റി. എന്താണൊരു ബാധ്യത അഥവാ ഒബ്ലിഗേഷൻ? ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനോ ഉള്ള ഒരു നിയമപരമായ കെട്ടുപാടാണ്, ഒരു ബന്ധം. സാൽമണ്ട് ഇതിനെ വിശേഷിപ്പിക്കുന്നത് പ്രൊപ്രൈറ്ററി റൈറ്റ് ഇൻ പേഴ്സണ എന്നാണ്. അതായത് ഒരു വ്യക്തിക്കെതിരെയുള്ള ഒരു തരം ഉടമസ്ഥാവകാശം പോലുള്ള അവകാശം. സാവിഗ്നി പറയുന്നത് ഇത് മറ്റൊരാളുടെ വ്യക്തിത്വത്തിനു മേലുള്ള നിയന്ത്രണമല്ല, പക്ഷേ അയാളുടെ ചില പ്രത്യേക പ്രവൃത്തികൾക്ക് മേലുള്ള നിയന്ത്രണമാണെന്നാണ്. ഈ ബാധ്യതകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എവിടെ നിന്നാണ് വരുന്നത്? പല വഴികളുണ്ട്. ഏറ്റവും സാധാരണയായിട്ട് വരുന്നത് കരാറുകളിൽ നിന്നാണ്. കരാർ ബാധ്യത, കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ. നമ്മളൊരു കരാറിൽ ഏർപ്പെടുമ്പോൾ അതിലെ വ്യവസ്ഥകൾ പാലിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ഓക്കേ. പിന്നെ വരുന്നത് സിവിൽ തെറ്റുകളിൽ നിന്നാണ്, ഡെലിക്ച്വൽ ഒബ്ലിഗേഷൻ. ടോർട്ട് നിയമം എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അതെ, നമ്മൾ അശ്രദ്ധമായിട്ട് ഒരു പ്രവൃത്തി ചെയ്ത് മറ്റൊരാൾക്ക് നഷ്ടമുണ്ടാക്കിയാൽ ആ നഷ്ടം നികത്തിക്കൊടുക്കാൻ നമുക്കൊരു ബാധ്യത വരും. നഷ്ടപരിഹാരം കൊടുക്കണം. അതാണ് ഡെലിക്ച്വൽ ഒബ്ലിഗേഷൻ. പിന്നെ ക്വാസി കരാർ ബാധ്യത, ക്വാസി കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ഉണ്ട്. ഇവിടെ ശരിക്കും ഒരു കരാറൊന്നുമില്ല, പക്ഷെ നിയമം ഒരു ബാധ്യത അടിച്ചേൽപ്പിക്കുകയാണ്, നീതിക്കു വേണ്ടി. ഉദാഹരണം: ഇപ്പോ തെറ്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കുറേ പണം വന്നു, അത് നിങ്ങൾക്കറിയാം. ആ പണം തിരികെ കൊടുക്കാൻ നിങ്ങൾക്ക് നിയമപരമായി ബാധ്യതയുണ്ട്. അവിടെ നിങ്ങളും ബാങ്കും തമ്മിൽ കരാറൊന്നുമില്ല, പക്ഷേ നിയമം പറയുന്നു ഒരാൾ അന്യായമായി മറ്റൊരാളുടെ നഷ്ടത്തിൽ നേട്ടമുണ്ടാക്കാൻ പാടില്ല എന്ന്. ഓക്കേ, അതാണ് ക്വാസി കരാർ. അതെ. പിന്നെ ഈ പറഞ്ഞതിലൊന്നും പെടാത്ത ചില ബാധ്യതകളുമുണ്ട്. അതിനെ പേരിടാത്ത ബാധ്യതകൾ, ഇനോമിനേറ്റ് ഓബ്ലിഗേഷൻസ് എന്ന് പറയാം. ഒരു ട്രസ്റ്റിക്ക് ആ ട്രസ്റ്റിന്റെ ഗുണഭോക്താവിനോടുള്ള കടമയൊക്കെ ഇതിൽപ്പെടുത്താം. ശരി, അപ്പോ ഇതാണ് ബാധ്യതകൾ. ഇനി എന്താണ് ഉത്തരവാദിത്തം, ലയബിലിറ്റി? ഇത് ബാധ്യതയിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ബാധ്യത ഒബ്ലിഗേഷൻ ഒരു കടമയാണെങ്കിൽ ഉത്തരവാദിത്തം ലയബിലിറ്റി ആ കടമ ലംഘിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്യുമ്പോഴോ ഉണ്ടാകുന്ന നിയമപരമായ പ്രത്യാഘാതമാണ്. ലയബിലിറ്റി ഈസ് ദ കോൺസിക്വൻസ്. ഇതിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് സിവിൽ ലയബിലിറ്റി, രണ്ട് ക്രിമിനൽ ലയബിലിറ്റി. സിവിൽ ലയബിലിറ്റി. സിവിൽ ലയബിലിറ്റി സാധാരണയായി വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഒരാൾ മറ്റൊരാൾക്ക് നഷ്ടം വരുത്തി വെച്ചാൽ അതിന് പരിഹാരം ചെയ്യുക എന്നതാണ് ലക്ഷ്യം. സാധാരണയായി നഷ്ടപരിഹാരം നൽകലാണ് ഇതിലെ ശിക്ഷ. ഇവിടെ കേസ് കൊടുക്കുന്നത് വാദി, പ്ലെയിൻറ്റിഫ്, മറ്റേയാൾ പ്രതി, ഡിഫൻഡന്റ്. ഓക്കേ. അപ്പോൾ ക്രിമിനൽ ലയബിലിറ്റിയോ? ക്രിമിനൽ ലയബിലിറ്റി ഉണ്ടാകുന്നത് ഒരു കുറ്റകൃത്യം, ക്രൈം ചെയ്യുമ്പോഴാണ്. കുറ്റകൃത്യങ്ങൾ സമൂഹത്തിനെതിരെയുള്ള തെറ്റായാണ് നിയമം കാണുന്നത്. അതുകൊണ്ട് സാധാരണയായി സ്റ്റേറ്റ് അഥവാ ഭരണകൂടമാണ് പ്രതിക്കെതിരെ അക്യൂസ്ഡ് കേസെടുക്കുന്നത്. ഇവിടെ ലക്ഷ്യം നഷ്ടപരിഹാരമല്ല, അല്ലേ? അല്ല, ഇവിടെ പ്രധാന ലക്ഷ്യം ശിക്ഷയാണ്, പണിഷ്മെന്റ്. അത് തടവാകാം, പിഴയാകാം, അല്ലെങ്കിൽ രണ്ടും കൂടിയാകാം. ഒരു ക്രിമിനൽ കുറ്റം തെളിയിക്കണമെങ്കിൽ സാധാരണയായി രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് ആക്ടസ് റിയസ്, അതായത് കുറ്റകരമായ ആ പ്രവൃത്തി ചെയ്തു എന്നത്. രണ്ട് മെൻസ് റിയ, അതായത് ആ പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു കുറ്റകരമായ മനസ്സുണ്ടായിരുന്നു, ഒരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു എന്നത്. ഈ മെൻസ് റിയ, കുറ്റകരമായ മനസ്സ്, അതെപ്പോഴും വേണോ ക്രിമിനൽ ലയബിലിറ്റിക്ക്? അതല്ലെങ്കിൽ ചിലപ്പോ അങ്ങനെയല്ലാതെയും ഉത്തരവാദിത്തം വരുമോ? അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. സാധാരണഗതിയിൽ മെൻസ്രിയ വേണം, പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മെൻസ്രിയ ഇല്ലെങ്കിലും ലയബിലിറ്റി വരാം. അതിനെയാണ് നമ്മൾ കർശന ബാധ്യത അഥവാ സ്ട്രിക്റ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. സ്ട്രിക്റ്റ് ലയബിലിറ്റി. അതെ. ഇതിന്റെ ഉത്ഭവം റേലാൻസ് വേഴ്സസ് ഫ്ലെച്ചർ എന്നൊരു പഴയ ഇംഗ്ലീഷ് കേസിൽ നിന്നാണ്. അതനുസരിച്ച് ഒരാൾ അയാളുടെ സ്ഥലത്ത്
ഒരു എന്താ പറയുക, സ്വാഭാവികമല്ലാത്ത രീതിയിൽ നോൺ നാച്ചുറൽ യൂസ്, അപകടകരമായ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നു, എന്നിട്ട് അതവിടെ നിന്ന് പുറത്തേക്ക് പോയി എസ്കേപ്ഡ് മറ്റൊരാൾക്ക് നാശനഷ്ടമുണ്ടാക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ ഈ സൂക്ഷിച്ച ആളുടെ ഭാഗത്തൊരു തെറ്റുമില്ലെങ്കിലും അയാൾ അശ്രദ്ധ കാണിച്ചില്ലെങ്കിൽ പോലും അയാൾ ആ നാശനഷ്ടത്തിന് ഉത്തരവാദിയാകും. അതാണ് സ്ട്രിക്റ്റ് ലയബിലിറ്റി. തെറ്റില്ലെങ്കിലും ഉത്തരവാദിത്തം വരും. അതെ, പക്ഷേ ഇതിന് ചില അപവാദങ്ങളുണ്ട്. എക്സെപ്ഷൻസ്? അതായത് ചില സാഹചര്യങ്ങളിൽ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാം. എന്തൊക്കെയാണവ? ഒന്ന്, നഷ്ടം സംഭവിച്ചത് ഈ ഇരയുടെ തന്നെ പിഴവുകൊണ്ടാണെങ്കിൽ. 2, അതൊരു ദൈവഹിതം അഥവാ പ്രകൃതിക്ഷോഭം മൂലമാണെങ്കിൽ. 3, ഒരു മൂന്നാമതൊരാളുടെ പ്രവൃത്തി കൊണ്ടാണത് സംഭവിച്ചതെങ്കിൽ. 4, ആ അപകടസാധ്യത അറിഞ്ഞുകൊണ്ട് ഇര അതിന് സമ്മതം കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഇതൊക്കെയാണെങ്കിൽ സ്ട്രിക്റ്റ് ലയബിലിറ്റി വരില്ല. എന്നാൽ ഇന്ത്യയിൽ ഇതിലും കടുപ്പമുള്ളൊരു സാധനമുണ്ടല്ലോ, കേവല ബാധ്യത അഥവാ ആബ്സല്യൂട്ട് ലയബിലിറ്റി. ശരിയാണ്. ഇന്ത്യയിൽ സുപ്രീം കോടതി MC മേത്ത വി യൂണിയൻ ഓഫ് ഇന്ത്യ എന്നൊരു കേസ്, ഡൽഹിയിലെ ഒലിയം ഗ്യാസ് ലീക്ക് കേസ്, അതിലാണ് ഈ ആബ്സല്യൂട്ട് ലയബിലിറ്റി എന്ന ആശയം കൊണ്ടുവന്നത്. ഇത് സ്ട്രിക്റ്റ് ലയബിലിറ്റിയേക്കാൾ കർശനമാണ്. അതായത് ഒരാൾ അന്തർലീനമായി അപകടസാധ്യതയുള്ള ഇൻഹെറന്റ്ലി ഡേഞ്ചറസ് ഓർ ഹാസേഡസ് ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ചിലതരം ഫാക്ടറികൾ, എന്നിട്ട് ആ പ്രവർത്തനം കാരണം എന്തെങ്കിലും അപകടം സംഭവിച്ച് മറ്റുള്ളവർക്ക് നാശനഷ്ടമുണ്ടായാൽ ആ സ്ഥാപനം പൂർണ്ണമായും ഉത്തരവാദിയായിരിക്കും. അവിടെ നേരത്തെ പറഞ്ഞ റൈലാൻഡ്സ് കേസിലെ അപവാദങ്ങൾക്കൊന്നും സ്ഥാനമില്ല. നോ എക്സെപ്ഷൻസ് വട്ട്സോഎവർ. ഒരൊഴികഴിവുമില്ല. അത്രയും അപകടകരമായ കാര്യങ്ങൾ ചെയ്യുന്നവർ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നാണ് ഇന്ത്യൻ നിയമം പറയുന്നത്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. ഇനി നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം. ടൈറ്റിൽ അഥവാ അവകാശത്തിന്റെ ഉറവിടം, പിന്നെ സ്വത്ത്, പ്രോപ്പർട്ടി. എന്താണ് ഈ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ? ടൈറ്റിൽ നമ്മൾ നേരത്തെ അവകാശത്തിന്റെ ഘടകങ്ങൾ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചില്ലേ? ടൈറ്റിൽ എന്നു പറഞ്ഞാൽ ഒരു നിയമപരമായ അവകാശം നമുക്ക് എങ്ങനെ കിട്ടി എന്ന് കാണിക്കുന്ന ഒരു വസ്തുതയാണ്. അതാണ് ടൈറ്റിൽ. ഒരു ഉദാഹരണം വെച്ച് പറയാമോ? ഇപ്പോ നിങ്ങൾ ഈ വാച്ച് ധരിച്ചിരിക്കുന്നു. ഇത് നിങ്ങളുടേതാണെന്നിങ്ങനെ പറയാം. ഒന്നുകിൽ നിങ്ങളിത് പൈസ കൊടുത്തു വാങ്ങിയതാകാം. അപ്പോ ആ വാങ്ങൽ, പർച്ചേസ് നിങ്ങളുടെ ടൈറ്റിലാണ്. അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ആരെങ്കിലും സമ്മാനമായി തന്നതാകാം. അപ്പോൾ ആ സമ്മാനം, ഗിഫ്റ്റ് നിങ്ങളുടെ ടൈറ്റിലാണ്. അല്ലെങ്കിൽ അച്ഛൻ്റെ കാലശേഷം നിങ്ങൾക്ക് കിട്ടിയതാകാം. അപ്പോൾ ആ അനന്തരാവകാശം, ഇൻഹെറിറ്റൻസ്, നിങ്ങളുടെ ടൈറ്റിലാണ്. അപ്പോ അവകാശം സ്ഥാപിക്കുന്ന ഒരു ലിങ്കാണ് ടൈറ്റിൽ. അതെ, സാൽമണ്ട് പറയുന്നത് ടൈറ്റിൽ എന്നത് ഒരു വസ്തുതാപരമായ മുൻഗാമിയാണ്. അതിന്റെ നിയമപരമായ അനന്തരഫലമാണ് അവകാശമെന്നാണ്. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, നമുക്ക് അവകാശങ്ങൾ ഉണ്ടാക്കിത്തരികയോ ഉള്ള അവകാശങ്ങൾ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറ്റുകയോ ചെയ്യുന്ന ഏതൊരു സംഭവവും ടൈറ്റിലാണ്. ഈ വെസ്റ്റേറ്റീവ് ഫാക്ട്സ് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടതാണോ? അത് കുറച്ച് വാക്കുകൾ കേട്ടിട്ട് പേടിയാവുന്നു. ചിരിക്കുന്നു. പേടിക്കാനൊന്നുമില്ല. അത് ഈ ടൈറ്റിലിനെ കുറച്ചുകൂടി വിശദീകരിക്കുന്ന ഒരു രീതിയാണെന്നേ ഉള്ളൂ. വെസ്റ്റേറ്റീവ് ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ അവകാശങ്ങളെ സ്വാധീനിക്കുന്ന സംഭവങ്ങൾ, ഫാക്ട്സ് ദാറ്റ് അഫക്ട് റൈറ്റ്സ്. അതിൽ ചില സംഭവങ്ങൾ നമുക്ക് പുതിയ അവകാശങ്ങൾ ഉണ്ടാക്കിത്തരുന്നു. അതിനെ ഇൻവെസ്റ്റിറ്റീവ് എന്ന് പറയും. നമ്മളൊരു സാധനം വാങ്ങുന്നതുപോലെ. ചില സംഭവങ്ങൾ നമ്മുടെ നിലവിലുള്ള അവകാശങ്ങളെ ഇല്ലാതാക്കുന്നു. അതിനെ ഡൈവെസ്റ്റിറ്റീവ് എന്ന് പറയും. ഒരു കടം വീട്ടുമ്പോൾ ആ കടം തിരിച്ചു ചോദിക്കാനുള്ള അവകാശം ഇല്ലാതാകുന്നതുപോലെ. ഈ ഡൈവെസ്റ്റിറ്റീവിൽ തന്നെ അവകാശം പൂർണ്ണമായി ഇല്ലാതാക്കുന്നതും, എക്സ്റ്റിങ്ക്റ്റീവ്, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറുന്നതും, ഏലിയനേറ്റീവുമുണ്ട്. നമ്മൾ വീട് വിൽക്കുമ്പോൾ അവകാശം കൈമാറ്റം ചെയ്യപ്പെടുകയാണല്ലോ. ഓക്കെ. അപ്പോ നമ്മുടെ അവകാശങ്ങളെ ഉണ്ടാക്കുകയും മാറ്റുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ വെസ്റ്റേറ്റീവ് ഫാക്ട്സ്. അതെ, അത്രയുള്ളൂ. ഇനി സ്വത്ത്, പ്രോപ്പർട്ടി. എന്താണ് നിയമത്തിൽ സ്വത്ത് എന്ന് പറയുന്നത്? സ്വത്ത് എന്ന വാക്കിന് നിയമത്തിൽ പല അർത്ഥങ്ങളുണ്ട്. ഏറ്റവും വിശാലമായ അർത്ഥത്തിൽ നോക്കിയാൽ ഒരാളുടെ എല്ലാ നിയമപരമായ അവകാശങ്ങളെയും അയാളുടെ സ്വത്തായിട്ട് കണക്കാക്കാം. നിങ്ങളുടെ ജീവൻ, സ്വാതന്ത്ര്യം, സൽപ്പേര് ഒക്കെ ഒരു തരത്തിൽ നിങ്ങളുടെ സ്വത്താണ്. പക്ഷേ സാധാരണയായി നിയമത്തിൽ സ്വത്ത് എന്ന് പറയുമ്പോൾ പണപരമായി മൂല്യം കണക്കാക്കാൻ പറ്റുന്ന ഉടമസ്ഥാവകാശപരമായ അവകാശങ്ങളെയാണ്, പ്രോപ്പർട്ടി റൈറ്റ്സ്, ഉദ്ദേശിക്കുന്നത്. ഇതിനെ പ്രധാനമായിട്ടും എങ്ങനെ തിരിക്കാം? പ്രധാനമായും രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, കോർപ്പോറിയൽ പ്രോപ്പർട്ടി,
അതായത് നമുക്ക് തൊടാനും കാണാനും പറ്റുന്ന ഭൗതിക വസ്തുക്കൾ. ഉദാഹരണത്തിന് വീട്, കാറ്. അതെ, ഇതിനെ വീണ്ടും രണ്ടായി തിരിക്കാം. ചലിപ്പിക്കാവുന്നത് മൂവബിൾ പ്രോപ്പർട്ടി, ഉദാഹരണം കാറ്, പണം, പുസ്തകം, വസ്ത്രം. പിന്നെ ചലിപ്പിക്കാനാവാത്തത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഉദാഹരണം ഭൂമി, കെട്ടിടങ്ങൾ. നിയമപരമായി ഭൂമിയെന്ന് പറയുമ്പോൾ ആ മണ്ണിന് മുകളിലുള്ളത് മാത്രമല്ല, അതിന് താഴെയുള്ളതും അതിന് മുകളിലുള്ള ആകാശവും ഒരു പരിധിവരെ അതിൽ ഉൾപ്പെടും. ഓക്കേ. അപ്പൊ രണ്ടാമത്തെ തരം സ്വത്ത് എന്താണ്? രണ്ടാമത്തേത് ഇൻകോർപ്പറേറ്റഡ് പ്രോപ്പർട്ടി. ഇത് അഭൗതികമാണ്. നമുക്ക് തൊടാനോ കാണാനോ പറ്റില്ല, പക്ഷേ അതിന് വലിയ വിലയുണ്ട്. അതെന്തൊക്കെയാണ്? ഉദാഹരണത്തിന് ഒരു പുസ്തകത്തിന്റെ പകർപ്പവകാശം, കോപ്പിറൈറ്റ്; ഒരു കണ്ടുപിടുത്തത്തിന്റെ പേറ്റന്റ്, പാറ്റന്റ്; ഒരു കമ്പനിയുടെ വ്യാപാരമുദ്ര, ട്രേഡ് മാർക്ക്; ഒരു കടത്തിന്റെ സൽപ്പേര്, ഗുഡ്വിൽ; കമ്പനിയിലെ ഷെയറുകൾ. ഇതൊക്കെ ഇൻകോർപ്പറേറ്റഡ് പ്രോപ്പർട്ടിയാണ്. ശരിയാണ്. ഈ സ്വത്തൊക്കെ ആളുകൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? പ്രധാനപ്പെട്ട വഴികൾ? നിയമം പ്രധാനമായിട്ടും 4 വഴികൾ പറയുന്നുണ്ട്. 1. കൈവശം വെക്കൽ, പൊസഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ അഡ്വേഴ്സ് പൊസഷൻ ഒരു ഉദാഹരണം. 2. കാലപ്പഴക്കം. ചില അവകാശങ്ങൾ ദീർഘകാലം ഉപയോഗിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുന്നതുകൊണ്ടോ കിട്ടുകയോ നഷ്ടപ്പെടുകയോ ചെയ്യാം. 3. ഉടമ്പടി. വാങ്ങുക, വിൽക്കുക, സമ്മാനം കൊടുക്കുക, വാടക കെടുക്കുക, ഇങ്ങനെയുള്ള കരാറുകളിലൂടെ സ്വത്ത് കൈമാറ്റം ചെയ്യപ്പെടാം. 4. അനന്തരാവകാശം. ഒരാൾ മരിക്കുമ്പോൾ അയാളുടെ സ്വത്തുക്കൾ നിയമപ്രകാരമുള്ള അവകാശികൾക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അവസാനമായിട്ട് നിയമങ്ങളെ പൊതുവെ രണ്ടായിട്ട് തിരിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, സബ്സ്റ്റാൻറ്റീവ് നിയമവും പ്രൊസീജറൽ നിയമവും. എന്താണ് ആ വ്യത്യാസം? അതെ, സബ്സ്റ്റാൻറ്റീവ് നിയമമെന്ന് പറഞ്ഞാൽ അത് വിഷയത്തിന്റെ കാതലായ കാര്യങ്ങൾ പറയുന്നു. എന്ത് എന്ന് പറയുന്നു. അതായത് നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, കടമകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്താൽ കുറ്റമാകും, അതിന്റെ ശിക്ഷ എന്താണ് എന്നൊക്കെ നിർവചിക്കുന്നത് സബ്സ്റ്റാൻറ്റീവ് നിയമങ്ങളാണ്. ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യൻ പീനൽ കോഡ്, IPC, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഒക്കെ സബ്സ്റ്റാൻറ്റീവ് നിയമങ്ങളാണ്. അപ്പോൾ പ്രൊസീജറൽ നിയമമോ? നടപടിക്രമ നിയമം അഥവാ പ്രൊസീജറൽ ലോ പറയുന്നത് ഈ സബ്സ്റ്റാൻറ്റീവ് നിയമങ്ങൾ എങ്ങനെ നടപ്പാക്കണമെന്നാണ്. ഒരു അവകാശം ലംഘിക്കപ്പെട്ടാൽ നമ്മൾ എങ്ങനെ കോടതിയിൽ പോകണം, ഒരു കേസ് എങ്ങനെ ഫയൽ ചെയ്യണം, ഒരു കുറ്റം നടന്നാൽ പോലീസ് എങ്ങനെ അന്വേഷിക്കണം, കോടതിയിൽ വിചാരണ എങ്ങനെ നടക്കണം, തെളിവുകൾ എങ്ങനെ കൊടുക്കണം. ഈ നടപടിക്രമങ്ങളെക്കുറിച്ചാണ് പ്രൊസീജറൽ ലോ പറയുന്നത്. ഉദാഹരണം ക്രിമിനൽ പ്രൊസീജർ കോഡ്, CRPC, സിവിൽ പ്രൊസീജർ കോഡ്, CPC. അപ്പോൾ ഒന്ന് ലക്ഷ്യം പറയുന്നു, മറ്റേത് ആ ലക്ഷ്യത്തിലെത്താനുള്ള വഴി പറയുന്നു. അതെ, കൃത്യം. ഒന്ന് മറ്റേതില്ലെങ്കിൽ പൂർണ്ണമാകില്ല. സബ്സ്റ്റാൻറ്റീവ് നിയമമില്ലെങ്കിൽ പ്രൊസീജറിന് പ്രസക്തിയില്ല. പ്രൊസീജറൽ നിയമം ഇല്ലെങ്കിൽ സബ്സ്റ്റാൻറ്റീവ് നിയമം നടപ്പാക്കാനും പറ്റില്ല. സോ വാട്ട് ഡസ് ദിസ് ഓൾ മീൻ? അപ്പോൾ ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ നിയമം എന്ന് പറയുന്നത് വെറുതെ കുറേ നിയമങ്ങൾ എഴുതിവെച്ച ഒരു പുസ്തകമല്ല. അത് നമ്മുടെ അവകാശങ്ങൾ, കടമകൾ, ഉടമസ്ഥത, ബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്ന് നമ്മുടെ സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വളരെ സങ്കീർണവും എന്നാൽ ഇൻട്രസ്റ്റിംഗുമായൊരു സിസ്റ്റമാണ്. ഇന്ന് നമ്മൾ നിയമത്തിന്റെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിലൂടെയാണ് കടന്നുപോയത്. അവകാശങ്ങൾ, കടമകൾ, കൈവശാവകാശം, ഉടമസ്ഥാവകാശം, പിന്നെ നിയമപരമായ വ്യക്തിത്വം, ബാധ്യത, ഉത്തരവാദിത്വം, ടൈറ്റിൽ, സ്വത്ത്, അവസാനം സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജറൽ നിയമങ്ങൾ. ഇവയെല്ലാം എങ്ങനെയാണ് ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നും നമ്മുടെ നിയമവ്യവസ്ഥയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിൽ ഇതിനെല്ലാമുള്ള പങ്ക് എത്രത്തോളമാണെന്നും നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും. ഒരു കാര്യം കൂടി, എന്താ പറയാ, ഒരു ചിന്തയ്ക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കാം എന്ന് തോന്നുന്നു. പറയൂ. നമ്മൾ ഈ ലീഗൽ പേഴ്സണാലിറ്റിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കമ്പനികളെയും വിഗ്രഹങ്ങളെ വരെ നിയമം ചിലപ്പോൾ വ്യക്തികളായി കണക്കാക്കുന്നു എന്ന് കണ്ടല്ലോ. അവയ്ക്ക് അവകാശങ്ങളും കടമകളും കൊടുക്കുന്നു. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഭാവിയിൽ കൂടുതൽ വികസിതമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മനുഷ്യരല്ലാത്ത ബുദ്ധിശക്തിയുള്ള എൻറ്റിറ്റികളുമൊക്കെ വരുമ്പോൾ ഈ നിയമപരമായ വ്യക്തിത്വം എന്ന ആശയം ഇനിയും മാറുമോ? നാളത്തെ ലോകത്ത് ആർക്കെല്ലാമായിരിക്കും നിയമപരമായ അവകാശങ്ങളും കടമകളും ഉണ്ടാവുക? ഒരുപക്ഷേ AI-ക്ക് സ്വന്തമായി സ്വത്ത് സമ്പാദിക്കാനോ കരാറിലേർപ്പെടാനോ അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്താൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ ഒക്കെ കഴിയോ? ഇതൊക്കെ നിയമം ഇനി നേരിടാൻ പോകുന്ന വലിയ ചോദ്യങ്ങളാണ്. അതൊരു വളരെ പ്രൊവോക്കേറ്റീവായ ചിന്തയാണ്. തീർച്ചയായും ആലോചിക്കേണ്ട ഒന്ന്. എന്തായാലും നിയമത്തിന്റെ ഈ അടിസ്ഥാന ആശയങ്ങളിലേക്കുള്ള ഈ ഒരു യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് എല്ലാവർക്കും നന്ദി.